ഗുഡ് ഈവനിങ് ഓൾ. പി എച്ച് എഫ് മെഡിഗുരു PSC ഹണ്ട് 2027 ആറാമത്തെ ഓറിയന്റേഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ സബ്ജക്റ്റ് പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിൻ. ഇന്ന് നമ്മൾക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ള ഫാക്കൾട്ടി ഡോക്ടർ സഹലാട്ടി. അവർ കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജിൽ നിന്ന് ബിരുദവും ബിരുദാനന്തര ബിരുദവും വിജയകരമായി പൂർത്തീകരിച്ചു. 2025 മെഡിക്കൽ ഓഫീസറായി സർവീസിൽ ജോയിൻ ചെയ്യുകയും ഇപ്പോൾ ജില്ലാ ഹോമിയോ ആശുപത്രി മലപ്പുറത്ത് RMO ആയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നു. മാഡത്തിനെ ഏറെ സ്നേഹത്തോടു കൂടി ഈ ഒരു സെക്ഷൻ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇന്ന് പങ്കെടുത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും വിജയം ആശംസിക്കുകയും ചെയ്യുന്നു. മാഡം തുടങ്ങാം. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എല്ലാവരും എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സോ ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ നമ്മുടെ PHSന്റെ ഒരു സ്റ്റുഡന്റ് കൂടിയാണ് ആക്ച്വലി. ആൾസോ ഞാനൊരു ഫാക്കൽറ്റി ആയിട്ട് മുമ്പ് PG ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ ആദ്യമേ ഞാൻ എൻ്റെ നന്ദി മെഡി ഗുരു ടീമിനോട് പറയാണ്. കാരണം ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാൻ എന്നെ ക്ഷണിച്ചതിന് ഞാൻ വളരെയധികം നന്ദിയുണ്ട്. സോ കുറച്ച് നെർവസ് ആണ്, കാരണം കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. അതുകൊണ്ടാണ് കുറച്ച് ലേറ്റ് ആയത്, എൻ്റെ കുഴപ്പം കൊണ്ടാണ്. പക്ഷെ എന്നാലും നമുക്കിനി ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളോടൊക്കെ ഒന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എല്ലാവരും ശരിക്കും ഈ എക്സാമിന് വേണ്ടിയിട്ട് പെർഫെക്റ്റ് ആണ്. ഓക്കെ, പെർഫെക്റ്റ് ആണെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു സ്പാർക്ക് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ ഒരു ക്ലാസ്സിന് നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതായത് ഇപ്പൊ ഈ ഒരു ലിങ്ക് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും ഈ മെഡിഗുരു ഗ്രൂപ്പ്സിലെല്ലാം വഴി. പക്ഷെ എന്നാലും അതിൽ കുറെ പേരൊന്നും അതിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ടൊരു ഈ ഒരു സമയത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഈ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ആ ഒരു സ്പാർക്ക് ഉണ്ട് എന്നാണ് ഞാൻ പറയാ. ഒരു സ്പാർക്ക് വേണം, എന്നാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിലേക്ക് കയറി പോകാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പഠിക്കുക എന്നുള്ളത് വെറുതെ പഠിക്കുകയല്ല. കാരണം നമുക്കൊരു എയിം ഉണ്ട് അല്ലെ? ആക്ച്വലി നമുക്കൊരു എയിം ഉണ്ട്, കാരണം അടുത്ത PSC നമുക്ക് ക്രാക്ക് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, അതിന് നമ്മൾ മാത്രം വിചാരിച്ചാൽ മാത്രം നടക്കുന്ന ഒരു കാര്യമാണ്. അതിന് വേറൊരാൾ നമ്മളെ കമ്പൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ മറ്റൊരു ആള് മോട്ടിവേറ്റ് ചെയ്തിട്ടോ ഒരു കാര്യമില്ല. ഓക്കെ, നമ്മൾ സ്വയം വിചാരിച്ചാൽ മാത്രം നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സോ കമ്മ്യൂണിറ്റി മെഡിസിൻ എന്ന് പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടുന്ന ഒരു സബ്ജക്റ്റ് ആണെന്നില്ല. ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഒട്ടും ഇഷ്ടം ഉണ്ടാവില്ല, ചിലർ സ്കിപ്പ് ചെയ്യുന്ന സബ്ജക്റ്റ് ആയിരിക്കും. ഈ കമ്മ്യൂണിറ്റി മെഡിസിന്റെ ഒരു പ്രത്യേകത അതാണ്. ഇഷ്ടപ്പെട്ടാൽ നമ്മൾ അതിനോട് ഇങ്ങോട്ട് അറ്റാച്ച് ആയി പോകും, പക്ഷെ ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ അതിന് അത്രയും വെറുത്തു പോകും. അങ്ങനത്തെ ഒരു സബ്ജക്റ്റാണ് കമ്മ്യൂണിറ്റി മെഡിസിൻ. ഓക്കെ, അപ്പോ ഫസ്റ്റ് നമ്മൾ ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അതായത് നമ്മുടെ ഒരു PSC ഓറിയന്റഡ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ക്യാൻ ഐ സ്കിപ്പ് കമ്മ്യൂണിറ്റി മെഡിസിൻ? അതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന സമയത്ത് ഷെയർ ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് കമ്മ്യൂണിറ്റി മെഡിസിൻ സ്കിപ്പ് ചെയ്തിട്ട് PSC നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു അഭിപ്രായം ഉണ്ടോ? എല്ലാവരും ഇന്ററാക്റ്റീവ് ആയിട്ട് ഒരു സെഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എല്ലാവരും അതിനൊരു റിപ്ലൈ തരണം. കമ്മ്യൂണിറ്റി മെഡിസിൻ സ്കിപ്പ് ചെയ്താ പറഞ്ഞോളൂ. ഈ കമ്മ്യൂണിക്കബിൾ ഡിസീസ് അത് ആ പോർഷൻസ് അല്ലാതെ ഈ എപ്പിഡമോളജിയും അങ്ങനെ കുറെ വരുന്നില്ലേ, അതൊക്കെ അതെ, സ്കിപ്പ് ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിനിൽ ഒരു പോർഷനും സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നതല്ല. കമ്മ്യൂണിറ്റി മെഡിസിൻ അല്ലെങ്കിൽ സോഷ്യൽ ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ എന്നുള്ള സബ്ജക്ട് സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും PSC ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ പറയുക. കാരണം കമ്മ്യൂണിറ്റി മെഡിസിൻ എന്നല്ല, ഏത് സബ്ജക്റ്റ് ആണെങ്കിലും. ഇപ്പോൾ നമുക്ക് അറിയാം, നമ്മുടെ ആകെ കുറച്ച് സബ്ജക്റ്റ് ആണുള്ളത്, 10-13 സബ്ജക്റ്റുകൾ ഉണ്ട്. പക്ഷെ അതിൽ മെയിൻലി ഹോമിയോപ്പത്തിക് സബ്ജക്ട് ഒരെണ്ണം പോലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളത് അറിയാം. പിന്നെ വരുന്നത് മെയിൻ സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ സർജറി, പിന്നെ അനാട്ടമി, ഫിസിയോളജി, PM എന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം, സർജറി, FMT, പിന്നെ ഗൈനക് ആൻഡ് ഓപ്സ്, അങ്ങനത്തെ എല്ലാ സബ്ജക്റ്റും നമുക്ക് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരിക, ഓരോ വർഷത്തെ ട്രെൻഡും വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ 2013 കൂടുതൽ ചോദ്യം ചോദിച്ചിട്ടുള്ള ഭാഗമായിരിക്കില്ല 2018 ചോദിച്ചത്.
ഓക്കെ, അപ്പൊ ഓരോ വർഷവും നമ്മുടെ ക്വസ്റ്റ്യൻ ഇടുന്ന പാറ്റേണും ക്വസ്റ്റ്യൻ ഇടുന്നവരും ഇരുന്നവർ ചിന്തിക്കുന്നത് തന്നെ വേറെ വേറെ ലെവലിലാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അതിന്റെ ട്രെൻഡ് വ്യത്യാസമുണ്ട്. അപ്പൊ ആ ഒരു ട്രെൻഡ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ ഇനി വരുന്ന PSC-ക്ക് നമുക്ക് കമ്മ്യൂണിറ്റി മെഡിസിന് ചിലപ്പോൾ ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടായില്ല എന്ന് വരാം. ഒറ്റ ക്വസ്റ്റ്യൻ ഉണ്ടാവാതിരിക്കില്ല, ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കാന്ന് വരാം. പക്ഷേ ചിലപ്പോൾ അതൊരു 10 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാം. അപ്പൊ നമുക്ക് ഇത് കണ്ടാൽ മനസ്സിലാവും. കേരള PSC 2013 ചോദിച്ചത് 7 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മെഡിക്കൽ ഓഫീസർ PSC-ക്ക് ചോദിച്ചത് 7 ക്വസ്റ്റ്യൻസ് ആണ്. 2018 3 ക്വസ്റ്റ്യൻസേ ചോദിച്ചിട്ടുള്ളൂ. 2023 8 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. 2026 ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസറിൽ 10 ക്വസ്റ്റ്യൻസും വന്നിട്ടുള്ളത് സോഷ്യൽ ആൻഡ് പ്രിവെന്റീവ് മെഡിസിൻ എന്നാണ്. അപ്പൊ നമുക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമുക്കത് എക്സ്പെക്റ്റഡ് അല്ല, പക്ഷേ എന്തായാലും ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ളതാണ്. ഇപ്പൊ ഡോക്ടർ ചോദിച്ച പോലെ തന്നെ ഇപ്പൊ ഈ എപ്പിഡമോളജി അല്ലെങ്കിൽ എൻവയോൺമെന്റൽ ആൻഡ് ഹെൽത്ത് അങ്ങനെ ഏതെങ്കിലും ഒരു പോർഷൻ നമുക്ക് സ്കിപ്പ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ഇത് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് ആ പോർഷൻസ് ഒക്കെ സ്കിപ്പ് ചെയ്തിട്ട് കാര്യമുണ്ടോ എന്നുള്ളത്. ഓക്കെ, പിന്നെ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ പ്രിവെന്റീവ് മെഡിസിൻ ആൻഡ് സോഷ്യൽ പ്രിവെന്റീവ് മെഡിസിൻ പഠിക്കുന്ന സമയത്ത് നമ്മളിപ്പോ ചിലപ്പോ UG കുറച്ച് നേരത്തെ കഴിഞ്ഞവരുണ്ടാവാം, 2015 കഴിഞ്ഞവരുണ്ടാവാം, ചിലപ്പോ 2010 കഴിഞ്ഞവരുണ്ടാവാം, ചിലപ്പോ ഇപ്പോ റീസെന്റ് പാസ് ഔട്ട് ആയ ബാച്ചുള്ളവരും ഉണ്ടാവാം. എല്ലാവരും ഈ എക്സാം എഴുതുന്നുണ്ട്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഏറ്റവും റീസെന്റ് എഡിഷൻ ആണ് കമ്മ്യൂണിറ്റി മെഡിസിൻ പഠിക്കേണ്ടത്. ബാക്കി സബ്ജക്ട് പോലെ അല്ല, ഏറ്റവും റീസെന്റ് എഡിഷൻ. ഇപ്പോ ഇപ്പൊ നമ്മുടെ 2026 ഇപ്പോ റീസെന്റ് എഡിഷൻ എന്ന് പറയുന്നത് 28th എഡിഷൻ ആണ്. പാർക്കിന്റെ 28th എഡിഷൻ ആണ്. അപ്പൊ നമ്മളിപ്പോ ഒരു കാര്യം ആലോചിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഒരു ബുക്ക് ഫുൾ ഇരുന്നിട്ട്, ഇപ്പൊ പാർക്ക് ടെക്സ്റ്റ് ബുക്ക് ഫുൾ ഇരുന്നിട്ട് ഇനി ഒരു വർഷം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിറ്റി മെഡിസിൻ തറവായിട്ട് പഠിക്കാൻ പറ്റുമോ? അങ്ങനെ പഠിക്കാൻ ഒരാൾക്കും പറ്റില്ല. കാരണം നമുക്ക് കുറെ സബ്ജക്ട് പഠിക്കാനുണ്ട്, കുറെ റിവിഷൻ ചെയ്യാനുണ്ട്, കുറെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാനുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം വർക്ക്ഔട്ട് ചെയ്യാം. ആക്ച്വലി ഫസ്റ്റ് നമ്മൾ ഒരു മെറ്റീരിയൽ ബേസ് ചെയ്തിട്ട് പഠിക്കുക. അത് നിങ്ങൾക്ക് മെഡിഗുരു അല്ലെങ്കിൽ PHF-ന്റെ മെറ്റീരിയൽ ആവാം, IBasic ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്. നിങ്ങൾ ഒരു മെറ്റീരിയൽ നിങ്ങൾ ബേസിക് ആയിട്ട് എടുക്കുക. എന്നിട്ട് ബാക്കി മെറ്റീരിയൽസ് ഇപ്പം നമുക്ക് കിട്ടുന്ന കുറേ മെറ്റീരിയൽസ് ഉണ്ട്. ഇപ്പം PHF-ന്റെ മെറ്റീരിയൽ മാത്രം പഠിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം ഞാൻ PHF-ന്റെ മെറ്റീരിയൽ മാത്രമല്ല പഠിച്ചത്, എല്ലാം പഠിച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്ക് എവിടെ നിന്നൊക്കെ എനിക്ക് കിട്ടും അവിടെ നിന്നൊക്കെ ഞാൻ കളക്ട് ചെയ്ത് പഠിച്ചിട്ടുള്ള ഒരാളായതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഇത് മാത്രം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ബേസിക് ആയിട്ട് എടുത്തത് PHF-ന്റെ മെറ്റീരിയൽ ആണ്, PHF-ന്റെ ക്ലാസ്സുകളാണ്. ഓക്കെ, അപ്പൊ നമ്മൾ പിന്നെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ വേറെ മെറ്റീരിയൽസ് പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും പോയിന്റ്സ് ഉണ്ടെങ്കിൽ അതിലേക്ക് ആഡ് ചെയ്ത് വെക്കുക, ഒരു നോട്ട് ഉണ്ടാക്കി വെക്കുക, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന മെറ്റീരിയലിന്റെ സൈഡിൽ ഒരു പേപ്പർ ഒട്ടിച്ച് വെക്കുക. അങ്ങനെ എന്തെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മെറ്റീരിയൽ സ്റ്റഡി പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. ഡെയിലി ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. മാക്സിമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാനൊക്കെ 600-700 ക്വസ്റ്റ്യൻസ് ഒക്കെ ഡെയിലി ചെയ്യാറുണ്ടായിരുന്നു ഒരു എക്സാമിന്റെ ലാസ്റ്റിലേക്ക്. എനിക്ക് മാക്സിമം എത്ര സമയം കിട്ടുമോ ഞാൻ അത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അതിലൊരു 5 ക്വസ്റ്റ്യൻ മാത്രം ശരിയാവുള്ളൂ. അങ്ങനെ വരെ വരാവുന്ന ടഫ് ക്വസ്റ്റ്യൻസ് കാണാം. അപ്പൊ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് അങ്ങനെ തന്നെയാണ് നമ്മളത് വർക്ക്ഔട്ട് ചെയ്യുക. അറിയാത്ത ക്വസ്റ്റ്യൻസ് വരച്ചു വെക്കുക. എന്നിട്ട് ആ ക്വസ്റ്റ്യന് എവിടെയാണോ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നത് അത് റെഫർ ചെയ്യുക. അല്ലാണ്ട് നമ്മൾ കുത്തിയിരുന്ന് ടെക്സ്റ്റ് ബുക്ക് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എവിടെ എത്താൻ പറ്റില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് നോക്കുക, അത് എവിടെയാണെന്ന് റെഫർ ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോ നിങ്ങൾക്കത് സ്ക്രീന് കാണുന്നുണ്ടോ? സ്ലൈഡ് കാണുന്നുണ്ടോ? പാർട്ടിസിപ്പൻസ് കാണുന്നുണ്ടോ സ്ലൈഡ്? ഇല്ല. അത് ഡോക്ടർ ഇത് ഫോണിൽ നിന്ന് തന്നെ സ്ക്രീൻ ഷെയർ ആ സ്ലൈഡ് ഷെയർ ചെയ്താലേ കാണുന്നുണ്ടാവുള്ളൂ. കാരണം ഇത് മറ്റേ ലാപ്പിൽ നിന്ന് സ്ക്രീനും ഇതിൽ നിന്ന് ഫോണും സംസാരമായതുകൊണ്ടാണ് ആ പ്രശ്നം വരുന്നത്. അപ്പൊ സ്ക്രീൻ ആർക്കും കാണുന്നുണ്ടാവില്ല ഇപ്പോ. അപ്പൊ അത് ഫോണിൽ നിന്ന് തന്നെ അതൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ആ സ്ലൈഡ്? ഒരു മിനിറ്റ് നോക്കട്ടെ. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ ഓക്കെയാണ്. ഇപ്പൊ ഓക്കെയാണ്. ഓക്കെ, അത് പ്രസന്റേഷൻ മോഡ് ആക്കിക്കോളൂ. ഓക്കെ ആണല്ലോ. ഓക്കെ. സോ ഇപ്പൊ എല്ലാവരും ഈ ഒരു സ്ലൈഡിൽ കാണുന്ന പോലെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നത് കമ്മ്യൂണിറ്റി മെഡിസിനിൽ. അപ്പൊ ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടത് എങ്ങനെയാന്നൊക്കെ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് പറയാം. നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഓക്കെ, സോ കമ്മിങ് ടു ദി ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ 2013 National AIDS Control Program was launched in. Okay, National AIDS Control Program was launched in. Option A 1987, option B 1985, option C 1992,
ഓപ്ഷൻ ഡി 1999. ഇതിന് ആൻസർ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുക. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ആണ്. അത് ലോഞ്ച് ചെയ്ത ഇയർ ആണ് ചോദിച്ചിട്ടുള്ളത്. 1987. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ? ഓക്കെ, ആൻസർ 1987 തന്നെയാണ്. സോ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം 1987 ആണ്. പക്ഷേ അതിനു മുമ്പ് നമുക്ക് എയ്ഡ്സിന്റെ ഒരു ചെറിയ ഹിസ്റ്ററി നോക്കാം. നമുക്കത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ കഥ പറഞ്ഞുതരാം. അതായത് 1986 ഫസ്റ്റ് കേസ് ഓഫ് എയ്ഡ്സ് ഇൻ ഇന്ത്യ ഓക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് ആക്ച്വലി ഒരു സെല്ലപ്പൻ നിർമ്മല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈക്രോബയോളജി സ്റ്റുഡന്റ് അവരുടെ എന്താ പറയുക ഡെസർട്ടേഷൻ ടോപ്പിക്കിന് വേണ്ടിയിട്ട് ടോപ്പിക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ഒരു ടോപ്പിക്കിനെ പറ്റി ഓൾറെഡി ഇപ്പോൾ യു എസിലൊക്കെ ഈ എയ്ഡ്സ് എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്. അതിന്റെ സ്റ്റഡീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. 1982 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ സ്റ്റഡീസ്. അപ്പം ഈ ഒരു 1986 ആ ഇയർ ആണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. അവർ ഡെസർട്ടേഷന് വേണ്ടിയിട്ട് ഒരു ടോപ്പിക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നു. അപ്പോഴാണ് ഈ ഒരു എയ്ഡ്സിനെ കുറിച്ചിട്ട് അവർ അറിയുന്നതും അത് എന്തുകൊണ്ട് ഇന്ത്യയിൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കിയാൽ എന്താണെന്നുള്ള ഒരു തോട്ട് അവർക്ക് വരുന്നതും അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതും. അപ്പൊ അവരുടെ ഗൈഡ് ആയിരുന്ന ഒരു സുനിത സോളമൻ. ഓക്കെ, സോളമൻ എന്നാണ് അവരുടെ പേര്. അവരതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് അവർ ചെന്നൈയിൽ അതായത് ചെന്നൈ മെഡിക്കൽ കോളേജിലാണ് അവർ പഠിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് അവിടുത്തെ സെക്സ് വർക്കേഴ്സിനെയും അതുപോലെ തന്നെ ആ മെഡിക്കൽ കോളേജിൽ വന്നിട്ടുണ്ടായിരുന്ന സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ആയിട്ട് വന്നിട്ടുള്ള പേഷ്യൻസിനെയാണ് അവർ സെലക്ട് ചെയ്തത്. ആക്ച്വലി ഇപ്പോൾ ഈ കൽക്കട്ട പോലെ അല്ലെങ്കിൽ മുംബൈ പോലെ ഈ സെക്സ് വർക്കേഴ്സ് മാത്രം താമസിക്കുന്ന ഒരു സ്ഥലം അവർക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര പാടായിരുന്നു. അതുകൊണ്ടാണ് അവർ ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഡാറ്റ കളക്ട് ചെയ്യാൻ തീരുമാനിച്ചത്. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള സെക്സ് വർക്കേഴ്സിനെ പോയി കണ്ട് സംസാരിച്ച് അവരോട് ഇങ്ങനെ ഒരു എയ്ഡ്സിന്റെ കാര്യമല്ല പറഞ്ഞത്. അവർ പറഞ്ഞത് ഈ വെനറൽ ഡിസീസിനെ കുറിച്ചിട്ടുള്ള സ്റ്റഡി നടത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് സാമ്പിൾസ് കളക്ട് ചെയ്യാണ് ചെയ്തത്. എന്നിട്ട് അവരത് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിലേക്ക് ടെസ്റ്റിന് വേണ്ടിയിട്ട് അയച്ചു. അങ്ങനെ ഈ 1986 ആ ഒരു സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ എയ്ഡ്സ് ഉണ്ടെന്ന് മനസ്സിലായത്. അതിൽ കുറെ കേസസ് പോസിറ്റീവ് ആയിരുന്നു. സോ ആ ഒരു ഇയർ ഇനി ആരും മറന്നു പോകരുത്. അതിനാണ് ഞാൻ ഈ ചെറിയ കഥ പറഞ്ഞത്. 1986 ആണ് ഫസ്റ്റ് കേസ്. അപ്പൊ നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം അതിന്റെ തൊട്ടപ്പുറത്തെ വർഷം 1987 കൊണ്ടുവന്നത്. പിന്നെ 1992 നാഷണൽ എയ്ഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ. ഈ 3 ഇയറും ഇമ്പോർട്ടന്റ് ആണ്. നാക്കോ സ്ഥാപിതമായത് 1992 ആക്ച്വലി അപ്പോൾ HIV അല്ലെങ്കിൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമിന്റെ ഒരു ടൈം ലൈൻ ആണ് ഇതിൽ പറയുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ളത് അതേപോലെ തന്നെ ഞാൻ ഇൻഫോഗ്രാഫിക് ആക്കിയതാണ്. അതില് മെയിൻലി നമ്മൾ നേരത്തെ പറഞ്ഞു 1986 HIV ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്തു. 1990 മീഡിയൻ ടേം പ്ലാൻ ലോഞ്ച്ഡ് ഫോർ സ്റ്റേറ്റ്സ് ആൻഡ് 4 മെട്രോസ്. ഓക്കെ, 1992 നാക്കോന്റെ കൂടെ തന്നെ NACP1 ലോഞ്ച് ചെയ്തു. അതായത് നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാമിന് കുറെ ഫേസസ് ഉണ്ട്. ഇപ്പോ 5ാമത്തെ ഫേസിലാണ്. ഏകദേശം 2021-26 ഇപ്പോ 5ാമത്തെ ഫേസ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം NACP1 ലോഞ്ച് ചെയ്തത് എപ്പോഴാണ് സ്പെസിഫൈ ചെയ്ത് ചോദിച്ചാൽ 1992 ആണ്. ഓക്കെ, നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ലോഞ്ച് ചെയ്തത് 1987. നാഷണൽ എയ്ഡ്സ് കൺട്രോൾ പ്രോഗ്രാം ഫേസ് 1 ലോഞ്ച് ചെയ്തത് 1992 ആൻഡ് ഓൾസോ നാക്കോ. ഓക്കെ, പിന്നെ 1999 NACP2 ലോഞ്ച് ചെയ്തത്. പിന്നെ കുറെ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അപ്പം പിന്നെ അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ഇതിന് വരാവുന്നതാണ്. UNAIDS അതായത് യുണൈറ്റഡ് നാഷൻസ് പ്രോഗ്രാം ഓൺ എയ്ഡ്സ് ആൻഡ് HIV. ഓക്കെ, അതിനൊരു ടാർഗറ്റ് ഉണ്ട്. 2030 ആകുമ്പോഴേക്കും 95% ഓഫ് പീപ്പിൾ ലിവിങ് വിത്ത് HIV നോ their HIV സ്റ്റാറ്റസ്. ഓക്കെ, അതായത് 95% ആളുകളും അവര് HIV ഉള്ളവരാണെന്ന് അവർ അറിഞ്ഞിരിക്കണം. 95% ഓഫ് പീപ്പിൾ ഡയഗ്നോസ്ഡ് വിത്ത് HIV റിസീവ് സസ്റ്റെയിൻഡ് ആന്റി റിട്രോവൈറൽ തെറാപ്പി. 95% ഓഫ് പീപ്പിൾ ഓൺ ART അച്ചീവ് വൈറൽ സപ്രഷൻ. ഇതാണ് UNAIDSന്റെ 95 ടാർഗറ്റ്സ് ടു ബി അച്ചീവ്ഡ് ബൈ 2030 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവരും ഈ ഇൻഫോഗ്രാഫിക്ക് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. പിന്നെ നിങ്ങൾ ഇത് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. സോ ഞാൻ എല്ലാം കൂടെ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ അതിന്റെ കൂടെ കുറച്ച് പ്രോഗ്രാംസ്. ഇപ്പോൾ നമ്മുടെ ഈ SPM നമ്മൾ കുറേ പ്രോഗ്രാംസ് കുറേ ഇയേഴ്സ് പഠിക്കും. എല്ലാം ഒന്നും പഠിക്കേണ്ട, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയേഴ്സ് ഒക്കെ നിങ്ങൾ എന്തായാലും റെഫർ ചെയ്തിരിക്കണം. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ ഇയേഴ്സ്. അപ്പൊ നമ്മൾ ഇയേഴ്സ് പഠിക്കുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയേഴ്സ് ക്വസ്റ്റ്യനിൽ കാണും.
അത് നിങ്ങൾ ഒരു ഓർഡറിൽ ഇങ്ങനെ എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഇയേഴ്സ് അതിന്റെ ഇടയിൽ വരുന്നുണ്ടെങ്കിൽ അതും ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് അതിലേക്ക് ആഡ് ചെയ്യുക, എന്നിട്ട് ഒരു നോട്ട് ഉണ്ടാക്കുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾ തന്നെ നോട്ട് ഉണ്ടാക്കി പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അത് റെഫർ ചെയ്യാനും പിന്നെ അത് റിവിഷനും നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇതിൽ നാഷണൽ മലേറിയ കൺട്രോൾ പ്രോഗ്രാം ഇൻ 1953, നാഷണൽ മലേറിയ ഇറാഡിക്കേഷൻ പ്രോഗ്രാം ഇൻ 1958, നാഷണൽ ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാം ഇൻ 1955, നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം ഇൻ 1955. ഫൈലേറിയ കൺട്രോൾ പ്രോഗ്രാമും ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാമും 1955-ലാണ്. പിന്നെ നാഷണൽ ട്യൂബർകുലോസിസ് പ്രോഗ്രാം ഇൻ 1962, ദെൻ റിവൈസ്ഡ് നാഷണൽ ട്യൂബർകുലോസിസ് പ്രോഗ്രാം ഇൻ 1992. അപ്പം ഈ നമ്മൾ നേരത്തെ പഠിച്ച നാക്കോയും റിവൈസ്ഡ് നാഷണൽ ട്യൂബർകുലോസിസ് കൺട്രോൾ പ്രോഗ്രാമും 1992-ലാണെന്നുള്ളത് ഓർത്ത് വെക്കാം. ഓക്കെ, ദെൻ 2 പോയിന്റ്സ് ഞാൻ ഇവിടെ പറയാം, നിക്ഷയ് ആൻഡ് നിശ്ചയ്. ഓക്കെ, ഇത് നമുക്ക് ചിലപ്പം ചോദിക്കാം, കാരണം കുറച്ചും കൂടെ റെലവെന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. മാത്രമല്ല ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിക്ഷയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോഫ്റ്റ്വെയർ ആണ്, അതായത് സെൻട്രൽ ഗവൺമെന്റ് സോഫ്റ്റ്വെയർ യൂസ്ഡ് ഫോർ ട്രാക്കിംഗ് കേസസ് ഓഫ് TB, ട്യൂബർകുലോസിസ് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെൻട്രൽ ഗവൺമെന്റ് സോഫ്റ്റ്വെയർ ആണ് നിക്ഷയ്. അത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് മെയ് 2012-ലാണ്. രണ്ടാമത്തത് നിശ്ചയ്. നിശ്ചയ് എന്ന് പറയുന്നത് ഹോം ബേസ്ഡ് പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ്സിനെ പറയുന്ന പേരാണ് നിശ്ചയ്. ഓക്കെ, അതായത് സാധാരണ UPT ടെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ആണ് അത്. NRHM ആണ് കൊണ്ടുവന്നത് 2008-ല്. അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ആശാ വർക്കേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നിക്ഷയ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നിക്ഷയ് ആയിരിക്കും ചോദിക്കുന്നത്, നിശ്ചയ് ആയിരിക്കും ചോദിക്കുന്നത്. ഓപ്ഷൻസിൽ ഇത് രണ്ടും ഉണ്ടാവും. അപ്പൊ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ട് പോകരുത്. നിക്ഷയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TB റിലേറ്റഡ് ആണ്, നിശ്ചയ് എന്ന് പറഞ്ഞാൽ UPT കിറ്റിന് പറയുന്ന പേരാണ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ ആ ക്വസ്റ്റ്യനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത്. ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ഇനോക്കുലേഷൻ ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഇൻ ഓപ്ഷൻ A ഡെങ്കു ഫീവർ, ഓപ്ഷൻ B ചിക്കൻ പോക്സ്, ഓപ്ഷൻ C വീൽസ് ഡിസീസ്, ഓപ്ഷൻ D പ്ലേഗ്. ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറയുക. ഡയറക്റ്റ് ഇനോക്കുലേഷൻ ആണ് ചോദിച്ചത്. മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഇൻ വിച്ച് കണ്ടീഷൻ? ചിക്കൻ പോക്സ്. ഓക്കെ, ഇനി എന്തെങ്കിലും ആൻസർ ഉണ്ടോ? ഡെങ്കു ഫീവർ. ഓക്കെ, പിന്നെ നെക്സ്റ്റ്. ആക്ച്വലി ആ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ഡിസീസസ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് നോക്കാം. നമ്മൾ ഡിസീസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് മെയിൻലി 2 വഴിയിലൂടെയാണ്, ഡയറക്റ്റ് ട്രാൻസ്മിഷനും ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷനും. ഡയറക്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് 5 ടൈപ്പിൽ വരാം. ഡയറക്റ്റ് കോണ്ടാക്ട്, ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ, കോണ്ടാക്ട് വിത്ത് സോയിൽ, ഇനോക്കുലേഷൻ ഇൻ ടു സ്കിൻ ഓർ മ്യൂക്കോസ, ട്രാൻസ്പ്ലാസെന്റൽ ഓർ വെർട്ടിക്കൽ. ഓക്കെ, അപ്പൊ ഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ വരുന്നതാണ് ഡയറക്റ്റ് കോണ്ടാക്ട്. നമ്മൾ സ്കാബീസ്, സിഫിലിസ്, ഗൊണാറിയ ഒക്കെ ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് ഇൻഫെക്റ്റഡ് പേഴ്സൺ വരുന്നതാണ് ഡയറക്റ്റ് കോണ്ടാക്ട് വഴി. ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ നമുക്കറിയാം, ചിക്കൻ പോക്സ് ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയാണ് വരുന്നത്. അത് സാധാരണ ഡ്രോപ്ലെറ്റ്സ് വഴി ഇൻഫെക്റ്റഡ് ആണ്. അതുപോലെ തന്നെ ഇൻഫ്ലുവൻസ, ഡിപ്തീരിയ, മംസ്, പെർട്യൂസിസ് പോലത്തെ കണ്ടീഷൻസ് ഒക്കെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ വഴിയാണ്. ദെൻ കോണ്ടാക്ട് വിത്ത് സോയിലുമായിട്ട് കോണ്ടാക്ട് വരുമ്പോഴാണ് ഹുക്ക് വേം പോലുള്ള കണ്ടീഷൻസ് ഒക്കെ വരുന്നത്, കണ്ടാമിനേറ്റഡ് സോയിലിൽ നിന്ന്. ദെൻ ഇനോക്കുലേഷൻ ഇൻ ടു സ്കിൻ ഓർ മ്യൂക്കോസ. ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ഇത് ഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ വരുന്നതാണ് ഇനോക്കുലേഷൻ ഇൻ ടു സ്കിൻ ഓർ മ്യൂക്കോസ. എൻട്രി ത്രൂ ബൈറ്റ്സ്, നീഡിൽസ്, ഇൻസ്ട്രുമെന്റ്സ് എക്സെട്ര. ഫോർ എക്സാമ്പിൾ റാബീസ് നമ്മളിപ്പോ റാബിഡ് ഡോഗ് കടിച്ചു കഴിഞ്ഞാൽ വരുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. അനിമൽ ബൈറ്റിൽ നിന്നാണ് വരുന്നതെന്ന് അറിയാം. അതൊരു ഡയറക്റ്റ് ഇനോക്കുലേഷൻ ഇൻ ടു സ്കിൻ ഓർ മ്യൂക്കോസ ആണ്. അതേപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B, C, HIV, ടെറ്റനസ്, ഇതെല്ലാം ഇനോക്കുലേറ്റഡ് ഇൻ ടു സ്കിൻ ഓർ മ്യൂക്കോസ ആണ്. ഓക്കെ, 5ാമത്തെ പറയുന്നതാണ് പ്ലാസെന്റൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ ട്രാൻസ്മിഷൻ. അത് നമ്മുടെ ടോർച്ച് ഇൻഫെക്ഷൻസ് ഒക്കെ, അതായത് ടോക്സോപ്ലാസ്മോസിസ്, റുബെല്ല, സിഫിലിസ് പോലത്തെ കണ്ടീഷൻസ് ഒക്കെ ട്രാൻസ്പ്ലാസെന്റൽ ആണ്. അപ്പൊ ഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ 5 ടൈപ്പ് പറയുന്നു. പിന്നെ ഉള്ളതാണ് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ. അതിൽ വരുന്നത് 5 ടൈപ്പാണ്: വെഹിക്കിൾ ബോൺ, വെക്ടർ ബോൺ, എയർ ബോൺ, ഫോമിറ്റ് ബോൺ ആൻഡ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ് വഴി വരുന്നത്. ഓക്കെ, സോ ഹിയർ ഈ ഡിസ്ക്രിപ്ഷൻ അതിലിപ്പോ പറയുന്ന വെച്ചാൽ വെഹിക്കിൾ ബോൺ ഡിസീസസ് നമുക്കറിയാം. കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് A, ഹെപ്പറ്റൈറ്റിസ് E, പോളിയോ, ഷിഗലോസിസ്, അതൊക്കെ കണ്ടാമിനേറ്റഡ് ഫുഡ് ആൻഡ് വാട്ടർ വഴി വരുന്ന കണ്ടീഷൻസ് ആണ്. അപ്പൊ അതിൽ നമ്മൾക്ക് വരുന്നതാണ് ഈ പറഞ്ഞ എക്സാമ്പിൾസ്.
വെക്ടർ ബോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മോസ്കിറ്റോ, എസ്പെഷ്യലി മോസ്കിറ്റോസ് ആണ് ബയോളജിക്കൽ ട്രാൻസ്മിഷൻ വരുത്തുന്നത്. അതായത് മലേറിയ വരുത്തുന്ന അനോഫിലസ്, ഈഡിസ് ഈജിപ്തി വരുത്തുന്ന ഡെങ്കു, ഫൈലേറിയാസിസ്, പ്ലേഗ് ഒക്കെ വരുന്നത് എന്തിനാന്ന് വെച്ചാൽ വെക്ടർ ബോൺ ഡിസീസസിലാണ്. പിന്നെ എയർബോൺ ആയിട്ട് വരുന്നതാണ് ഡ്രോപ്ലെറ്റ്സ് വഴി. ചിക്കൻ ബോക്സ് ഓൾസോ ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷന്റെ അണ്ടറിലും വരാം. ഡ്രോപ്ലെറ്റ് ന്യൂക്ലിയ വഴി ട്യൂബർക്ലോസിസ്, മീസിൽസ്, ചിക്കൻ ബോക്സ് എല്ലാം ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷനും ഉണ്ട്, ഡയറക്റ്റ് ട്രാൻസ്മിഷനിലും വരാം. ഡസ്റ്റ് പാർട്ടിക്കിൾസ് വഴി വരുന്നതാണ് ഹിസ്റ്റോപ്ലാസ്മോസിസ്, ആന്ത്രാക്സ് പോലുള്ള കണ്ടീഷൻസ്. ദെൻ ഫോമിറ്റ് ബോൺ എന്ന് പറയുന്നതാണ് ത്രൂ കണ്ടാമിനേറ്റഡ് ഇൻആനിമേറ്റഡ് ഒബ്ജക്റ്റീവ്സ് ലൈക്ക് ട്രക്കോമ പോലത്തെ കണ്ടീഷൻസ്, കൺജങ്ക്റ്റിവൈറ്റിസ് ഒക്കെ ഫോമിറ്റ് ബോൺ ആണ്. ദെൻ അൺക്ലീൻ ഹാൻഡ്സ് ആൻഡ് ഫിംഗേഴ്സ് വഴി ഫീക്കോ ഓറൽ സ്പ്രെഡ് വഴി വരുന്നതാണ് കോളറ, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് പോലുള്ള കണ്ടീഷൻസ്. സോ ഹിയർ ദ ക്വസ്റ്റ്യൻ ഈസ് ഡയറക്റ്റ് ഇനോക്കുലേഷൻ ഈസ് ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ. ഇപ്പൊ നമുക്ക് ഈ 4 ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ ഇപ്പൊ കൺഫ്യൂഷൻ ഉണ്ടാവില്ല. നേരത്തെ ആണെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഡെങ്കു ഫീവർ ആണോ? ഡെങ്കു ഫീവർ എന്താണ്? ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ ആണ്, അതിൽ വെക്ടർ ബോൺ ആണ്. ഓക്കെ. ദെൻ ചിക്കൻ പോക്സ് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഉണ്ട്, ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ ഉണ്ട്. ബട്ട് സോറി, ചിക്കൻ ബോക്സ് ഡയറക്റ്റ് ട്രാൻസ്മിഷൻ ആണ്, പക്ഷെ എന്തല്ല, ഇനോക്കുലേഷൻ അല്ല. ആക്ച്വലി ഇനോക്കുലേഷൻ അല്ല അവിടെ സംഭവിക്കുന്നത്. ഓക്കെ. വീൽസ് ഡിസീസ് എന്താണ്? ഡയറക്റ്റ് ആണോ ഇൻഡയറക്റ്റ് ആണ്? ലെപ്റ്റോസ്പൈറോസിസ് ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ ആണ്. പ്ലേഗും അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ട്രാൻസ്മിഷൻ ആണ്. സോ ഹിയർ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ആക്ച്വലി ഇത് ഡിലീറ്റഡ് ആണ്. അതാണ് പറഞ്ഞു വന്നത്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമുക്ക് ഇതാണെന്നൊക്കെ തോന്നും, പക്ഷെ ആക്ച്വലി ഇനോക്കുലേഷൻ എന്ന് പറയും ഡയറക്റ്റ് ട്രാൻസ്മിഷനിൽ വരുന്ന സ്കിൻ ഓർ മ്യൂക്കസിലൂടെ ഡയറക്ട്ലി ഇനോക്കുലേറ്റ് ചെയ്തത് മാത്രമാണ് ഇനോക്കുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഡയറക്റ്റ് ട്രാൻസ്മിഷൻ മാത്രമാണ് ആ ക്വസ്റ്റ്യൻ എങ്കിൽ നമുക്ക് അതില് ചിക്കൻ ബോക്സ് പറയാം അതിൽ. ഓക്കെ. അപ്പം ആൻസർ ഇതിൽ ഡിലീറ്റഡ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഓക്കെ. അപ്പൊ ഇറ്റ്സ് ക്ലിയർ ഫോർ യു. So coming to third question, night blindness is caused by the deficiency of. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കുറച്ച് എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? എല്ലാവരും പറഞ്ഞോളൂ. യെസ്, വൈറ്റമിൻ എ ആണ് കറക്റ്റ് ആൻസർ. So deficiency of vitamin A is the most common cause of blindness in Indian children below the age of 5. Okay. അതായത് നമ്മൾക്കറിയാം മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് കാറ്ററാക്ട് ആണ്. പക്ഷേ ബിലോ ദ ഏജ് ഓഫ് 5 എന്നാണ് ക്വസ്റ്റ്യനിലെങ്കിൽ മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് ഇന്ത്യൻ ചിൽഡ്രനിൽ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി ആണ്. ഓക്കെ. അപ്പൊ സെക്കൻഡ് മോസ്റ്റ് കോമൺ കോസ് ഓഫ് ബ്ലൈൻഡ്നെസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് റിഫ്രാക്റ്റീവ് എറേഴ്സ് ആണ്. ആസ് എ അഡൾട്ട് പോപ്പുലേഷനിൽ എടുക്കുകയാണെങ്കിൽ കുട്ടികളിലാണ് ഈ കാര്യം പറയുന്നത്. ഓക്കെ. ദെൻ നമുക്കിപ്പോൾ ഇതിന്റെ കൂടെ തന്നെ പഠിക്കാവുന്ന ഒരു കാര്യമാണ് സയൻസ് ഓഫ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. യൂഷ്വലി വൈറ്റമിൻ എ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അത്ര പറയുന്നില്ല. നമ്മളത് ആക്ച്വലി വൈറ്റമിൻസ്, ഇൻഫെക്ഷൻ, അതൊക്കെ നമ്മൾ PM പോയിന്റ് ഓഫ് വ്യൂവിലും അതുപോലെ തന്നെ വൈറ്റമിൻസ് ഒക്കെ ബയോകെമിസ്ട്രിയിലും പഠിക്കാനുണ്ട്. അപ്പൊ നമ്മൾക്ക് ഇതിൽ നിന്ന് മാത്രമായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് PM ബേസ് ചെയ്തും പറയാം, കമ്മ്യൂണിറ്റി മെഡിസിൻ ബേസ് ചെയ്തും പറയാം. അപ്പം നമുക്ക് ഇത് ഈ SPMന്റെ മാത്രം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വരുമ്പോൾ എസ്പെഷ്യലി മെയിൻലി ഉണ്ടാവുന്നത് ഒക്കുലർ മാനിഫെസ്റ്റേഷൻ ആണ്. കാരണം വൈറ്റമിൻ എന്റെ 3 ആക്റ്റീവ് ഫോംസ് ഉണ്ട്: റെറ്റിനോൾ, റെറ്റിനാൾ ആൻഡ് റെറ്റിനോയിക് ആസിഡ്. ഈ റെറ്റിനോൾ എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. റെറ്റിനാൾ എന്ന് പറയുന്നത് വിഷനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. റെറ്റിനോയിക് ആസിഡ് ഗ്രോത്ത് ആൻഡ് സെൽ ഡിഫറൻസിയേഷൻ ആണ് ഹെൽപ്പ് ചെയ്യുന്നത്. സോ നമുക്കറിയാം വൈറ്റമിൻ എ എന്ന് പറഞ്ഞ ഒരു ആന്റി ഓക്സിഡന്റ് ആണ്, ആന്റി ഇൻഫെക്റ്റീവ് ആണ്. അപ്പൊ ഒക്കെ അറിയാം. അപ്പൊ റെറ്റിനാളിന്റെ ഡെഫിഷ്യൻസി വരുന്നത് കൊണ്ട് തന്നെ, അതായത് വൈറ്റമിൻ എ ഡെഫിഷ്യൻസിന്റെ ആക്റ്റീവ് ഫോം ആയിട്ടുള്ള റെറ്റിനാൾ ഡെഫിഷ്യൻസി വരുന്ന സമയത്ത് ഒക്കുലർ മാനിഫെസ്റ്റേഷൻ ആണ് യൂഷ്വലി കാണിക്കാറുള്ളത്. അതിൽ വരുന്ന 5 പോയിന്റ്സ് ആണ് മെയിൻലി വരുന്നത്: നൈറ്റ് ബ്ലൈൻഡ്നെസ്, കൺജങ്ക്റ്റിവൽ സീറോസിസ്, വൈറ്റ് സ്പോട്ട്സ്, കോർണിയൽ സീറോസിസ് ആൻഡ് കെരാറ്റോമെലേഷ്യ. ഓക്കെ. അപ്പൊ അതിൽ ഓരോന്നും ജസ്റ്റ് ബ്രീഫ് ആയിട്ട് നോക്കാം. നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഏർലിയസ്റ്റ് സിംറ്റം. അപ്പം ഏതാണ് ഏർലിയസ്റ്റ് സിംറ്റം ഓഫ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ് ആണ്. ഫോളോഡ് ബൈ ഡീജനറേറ്റീവ് ചേഞ്ചസ് ഇൻ റെറ്റിന, inability to see in dim light due to impairment of dark adaptation. ഓക്കെ. അതിനെയാണ് നമ്മൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. രണ്ടാമത്തേത് കൺജങ്ക്റ്റിവൽ സീറോസിസ്. കൺജങ്ക്റ്റിവൽ സീറോസിസ് ആണ് ഫസ്റ്റ് ക്ലിനിക്കൽ സൈൻ ഓഫ് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് ദ ഏർലിയസ്റ്റ് സിംറ്റം. ഫസ്റ്റ് ക്ലിനിക്കൽ സൈൻ എന്ന് പറയുന്നത് കൺജങ്ക്റ്റിവൽ സീറോസിസ് ആണ്. ഓക്കെ. ഹിയർ യു ക്യാൻ സീ
ബൾബാർ കൺജങ്ക്റ്റീവ ഒക്കെ ഡ്രൈ ആയിട്ട് റഫ് ആയിട്ട് ഒരു മഡി റിങ്കിൾഡ് അപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. ഈ പിക്ചറിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഒരു മഡി റിങ്കിൾഡ് അപ്പിയറൻസ് ആയിരിക്കും കാണുന്നത്. ഓക്കെ, അതിനെയാണ് നമ്മൾ കൺജങ്ക്റ്റീവൽ സീറോസിസ് എന്ന് പറയുന്നത്. ദെൻ ബിറ്റഡ് സ്പോട്സ്. ബിറ്റഡ് സ്പോട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രയാങ്കുലർ ഗ്രേഷ് വൈറ്റ് പ്ലേക്സ് ആണ്. അത് കണ്ടോ, ഈ പിക്ചറിൽ കാണാൻ പറ്റും ഒരു ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു വൈറ്റ് പ്ലേക്സ് അല്ലെങ്കിൽ ഒരു യെല്ലോയിഷ് ഫോമി സ്പോട്സ് ആണ് ഉണ്ടാവുക. ഫേർമിലി അഡ്ഹറന്റ് ഓൺ ദി ബൾബാർ കൺജങ്ക്റ്റീവ ഓൺ എയ്തർ സൈഡ് ഓഫ് കോർണിയ. സോ ദേ ആർ ഫ്രീക്വൻലി ബൈലാറ്ററൽ, രണ്ട് സൈഡിലും കാണാൻ പറ്റും. അതിനാണ് നമ്മൾ ബിറ്റഡ് സ്പോട്സ്. അപ്പോൾ ട്രയാങ്കുലർ ആയിട്ടുള്ള ഒരു ഗ്രേഷ് വൈറ്റ് അല്ലെങ്കിൽ യെല്ലോയിഷ് ഫോമി സ്പോട്സിനെയാണ് ബിറ്റഡ് സ്പോട്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കോർണിയൽ സീറോസിസ്. കോർണിയൽ സീറോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർണിയ ഡൾ ആൻഡ് ഡ്രൈ നോൺ വെറ്റബിൾ ആയിട്ടാണ് കാണുക. അത് സിവിയർ ഡെഫിഷ്യൻസി വരുന്ന കണ്ടീഷൻസിൽ കോർണിയൽ അൾസറേഷൻസ് വരെ കാണാൻ പറ്റും. സോ ബോത്ത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ആൻഡ് സീറോസിസ് ഓഫ് ദി കൺജങ്ക്റ്റീവ റെഡിലി ഡിസപ്പിയർ ഓൺ അഡ്മിനിസ്ട്രേറ്റിംഗ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ നമ്മൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും സീറോസിസും നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാൻ പറ്റും എന്നാണ് പറയുന്നത്. Then when cornea also become dry and lustrous, it is called xerophthalmia. ഈ കോർണിയം ഈ ഡ്രൈ ആൻഡ് ലെസ്റ്ററസ് ആവുന്ന കണ്ടീഷനിൽ പറയുന്ന പേരാണ് സീറോഫ്താൽമിയ. അപ്പൊ കോർണിയൽ സീറോസിസ് വന്നിട്ടാണ് സീറോഫ്താൽമിയ ഉണ്ടാകുന്നത്. ഓക്കെ, ദെൻ കമ്മിങ് ടു കെരാറ്റോമലേഷ്യ. അത് കുറച്ചും കൂടെ കുട്ടികളിലാണ്, അതായത് 1 to 5 ഇയേഴ്സിലുള്ള കുട്ടികളിലാണ് കാണുന്നത്. കോർണിയ ബിക്കം സോഫ്റ്റ് ആൻഡ് ബേസ്റ്റ് ഓപ്പൺ. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കോർണിയ എങ്ങനെ ബേസ്റ്റ് ഓപ്പൺ ആയിട്ടുണ്ടാവും. അതിന് and it will become leads to blindness. അങ്ങനെ എൻഡ് ഓഫ് താൽമൈറ്റിസ് ഉണ്ടാകും, അങ്ങനെ ബ്ലൈൻഡ്നെസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് അതിന്റെ കൂടുതലായി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പോകുന്നില്ല, ജസ്റ്റ് ഇത് പറഞ്ഞപ്പോൾ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. ദെൻ കമ്മിങ് ടു പിന്നെ ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു പോയിന്റ് ആണ് നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കുറെ പ്രോഗ്രാംസിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കാവുന്ന ഒരു പ്രോഗ്രാമാണ് നാഷണൽ പ്രോഗ്രാം ഫോർ കൺട്രോൾ ഓഫ് ബ്ലൈൻഡ്നെസ്. അത് 1976 വന്നത്. ഓക്കെ, പിന്നെ അതിന്റെ കൂടെ തന്നെ വിഷൻ 2020 ഒക്കെ പറയുന്നുണ്ട്. അതിനൊരു പ്രൊപ്പോസൽ സ്ട്രക്ചർ ഒക്കെ പറയുന്നുണ്ട്, പ്രൈമറി സെക്കൻഡറി ടെർഷ്യറി ലെവൽസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിരിക്കണം, അവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻ വരാവുന്ന ഏരിയ ആണ്. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ ഫോർത്ത് ക്വസ്റ്റ്യൻ, പെർമിറ്റഡ് മാക്സിമം ലിമിറ്റ് ഓഫ് ആർസെനിക് ഇൻ ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ, ഈ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മളത് പഠിക്കാതെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗസ് ചെയ്തൊന്നും എഴുതാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. ഓപ്ഷൻ എ 0.0001 മില്ലിഗ്രാം പെർ ലിറ്റർ, ഓപ്ഷൻ ബി 0.0001 മില്ലിഗ്രാം പെർ ലിറ്റർ, ഓപ്ഷൻ സി 0.0, ഓപ്ഷൻ ഡി 0.01 മില്ലിഗ്രാം പെർ ലിറ്റർ. ഓക്കെ, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ അറിയുന്നവർ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഡി ഓപ്ഷൻ 0. ഓക്കെ, കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് 0.01 മില്ലിഗ്രാം പെർ ലിറ്റർ. സോ നമുക്കൊരു വാട്ടർ ക്വാളിറ്റി ക്രൈറ്റീരിയ പറയുന്നുണ്ട്. ആക്ച്വലി ടെക്സ്റ്റ് ബുക്കിൽ അത് കുറേ ഉണ്ട്, ബയോളജിക്കൽ, ഫിസിക്കൽ, കെമിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ക്ലാസിഫിക്കേഷൻ പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം കൂടെ നമുക്ക് കാണാതെ പഠിക്കാനൊന്നും പറ്റില്ല. അതിൽ ചില വാല്യൂസ് പറയുന്നുണ്ട്, ഫിക്സ്ഡ് വാല്യൂസ് പറയുന്നുണ്ട്, അതൊക്കെ എന്തായാലും നോക്കിയിരിക്കണം. അതിന് കുറച്ച് വാല്യൂസ് ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടതാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം വാട്ടർ ക്വാളിറ്റി ക്രൈറ്റീരിയ നോക്കുന്ന സമയത്ത് നമ്മൾ കളർ നോക്കണം. കളറിന്റെ വാല്യൂ, അതായത് ക്വാളിറ്റി ക്രൈറ്റീരിയ പറയുന്നത് ലെസ് ദാൻ 15 TCU ആണ്, അതായത് ട്രൂ കളർ യൂണിറ്റ്. ലെസ് ദാൻ 15 ട്രൂ കളർ യൂണിറ്റ് ആണ് കളർ പറയേണ്ടത്. ദെൻ ടെർബിഡിറ്റി ലെസ് ദാൻ 5 NTU. NTU എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഫലോമെട്രിക് ടെർബിഡിറ്റി യൂണിറ്റ് ആണ്, ടെർബിഡിറ്റിയുടെ യൂണിറ്റ് ആണ് അത്. ലെസ് ദാൻ 5 ആണ് ടെർബിഡിറ്റി പറയുന്നത്. pH 6.5 to 8.5. ദെൻ ഫ്ലൂറൈഡ് കണ്ടന്റ് ലെസ് ദാൻ 1.5 പാർട്സ് പെർ മില്യൺ ആണ്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ ഫ്ലൂറൈഡ് കണ്ടന്റ് ഒക്കെ ചോദിച്ച് കാണാറുണ്ട്. ഒപ്റ്റിമം ഇൻ കൺട്രീസ് ലൈക്ക് ഇന്ത്യയിലെ പോലുള്ള കൺട്രീസിൽ അതിന്റെ ഒപ്റ്റിമം ലെവൽ പറയുന്നത് 0.5 to 0.8 പാർട്സ് പെർ മില്യൺ ആണ്. ഇൻ ടെമ്പറേറ്റ് ക്ലൈമറ്റ്സ് ഉള്ള കൺട്രീസ് ആണെങ്കിൽ 1 പാർട്ട് പെർ മില്യൺ വരെ പോവാന്നാണ് പറയുന്നത്. അപ്പോൾ ഫ്ലൂറൈഡ് കണ്ടന്റ് ലെസ് ദാൻ 1.5 പാർട്സ് പെർ മില്യൺ ആണ്. ഓക്കെ, ദെൻ നൈട്രേറ്റ് പറയുന്നത് ലെസ് ദാൻ 50 മില്ലിഗ്രാം പെർ ലിറ്റർ. ക്ലോറൈഡ് പറയുന്നത് 600 മില്ലിഗ്രാം പെർ ലിറ്റർ. അതിന്റെ സ്റ്റാൻഡേർഡ് വാല്യൂ 200 മില്ലിഗ്രാം പെർ ലിറ്റർ. ദെൻ ആർസെനിക് ആൻഡ് ലെഡ് ഒരേ വാല്യൂ ആണ്. ഇപ്പൊ നേരത്തെ ചോദിച്ചത് ആർസെനിക്കിന്റെ കാര്യമാണ്. ഇപ്പൊ ലെഡ് ചോദിക്കുകയാണെങ്കിലും സെയിം ആണ്, 0.01 മില്ലിഗ്രാം പെർ ലിറ്റർ. ദെൻ കോപ്പർ 2 മില്ലിഗ്രാം പെർ ലിറ്റർ. ഓക്കെ, അപ്പൊ ആ ഒരു ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഓക്കെ, then coming to next question, smallpox was officially declared
declared eradicated by World Health Organization in 1989, 1979, 1975, 1973. ഇതിന്റെ ആൻസർ അറിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓപ്ഷൻ സി. സി. ഓപ്ഷൻ ബി 1979. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ആക്ച്വലി നമ്മൾ ഈ സ്മോൾ പോക്സിന്റെ ഇറാഡിക്കേഷനെ കുറിച്ചിട്ട് ഒരു കീ മൈൽ സ്റ്റോൺസ് പറയാം. ആക്ച്വലി ഈ ഒരു ഇൻഫോഗ്രാഫിക് നമ്മുടെ സ്മോൾ പോക്സിനെ കുറിച്ചിട്ട് കമ്മ്യൂണിറ്റി മെഡിസിന്റെ ബുക്കിൽ കൊടുത്തത് അതേപോലെ ഒരു ഷോർട്ടായി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന രൂപത്തിലാക്കിയതാണ്. 1967 അതായത് WHO began an intensified worldwide campaign to eradicate smallpox based on techniques of surveillance and containment. ഓക്കെ, ഈ സ്മോൾ പോക്സ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും കമ്പയർ ചെയ്ത് പഠിക്കുന്ന സാധനമാണ് ഈ ചിക്കൻ പോക്സ് അല്ലെ. ചിക്കൻ പോക്സ് കണ്ടീഷനാണ് പറയുക. പക്ഷെ ഈ ചിക്കൻ പോക്സും സ്മോൾ പോക്സും വന്ന രണ്ടും രണ്ട് എക്സ്ട്രീം ലെവലിലുള്ള അസുഖങ്ങളാണ്. സ്മോൾ പോക്സിൽ പറഞ്ഞിരുന്നത് ഇറ്റ് വാസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് കില്ലർ ഡിസീസസ് ഇൻ ഹിസ്റ്ററി എന്നാണ്. ഓക്കെ, അത് അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഹൈലി കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരുന്നു. ആ ഒരു സമയത്ത് വേൾഡിലാകെ കണ്ടേജിയസ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ടഡ് വേൾഡ് വൈഡ് ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ഒരു കണ്ടീഷൻ ആയിരുന്നു. ആൻഡ് ഓൾസോ അതിന്റെ കേസ് ഫെറ്റാലിറ്റി റേറ്റ് എന്ന് പറയുന്നത് അറൌണ്ട് 30% ആയിരുന്നു. മാത്രമല്ല എല്ലാ ഏജ് ഗ്രൂപ്പിനെയും ഈക്വലി അഫക്റ്റ് ചെയ്തിരുന്ന ഒരു അസുഖമാണ്. പക്ഷെ കൂടി എന്തായിരുന്നില്ല, അതിനൊരു പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് കണ്ടെത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതുകൊണ്ട് ആ ഒരു ഡിസീസിനെ അത്രയും ഒരു ഗ്രേറ്റസ്റ്റ് കില്ലർ ഡിസീസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ ഒരു കണ്ടീഷൻ മാറ്റിയെടുത്തത് എപ്പോഴാണെന്ന് വെച്ചാൽ ഈസ് എക്സാക്ട്ലി വാട്ട് ചേഞ്ച് ദ ഹിസ്റ്ററി ഓഫ് ദിസ് ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ പോക്സ് വാക്സിനേഷൻ ആണ്. സ്മോൾ പോക്സ് വാക്സിനേഷൻ എഡ്വാർഡ് ജെന്നർ കണ്ടെത്തിയത് തൊട്ടാണ് ഈ സ്മോൾ പോക്സിന്റെ ഇറാഡിക്കേഷൻ പ്രോസസ്സ് ആരംഭിക്കുന്നത്. ഓക്കെ, അപ്പൊ 1967 WHO ഇങ്ങനെയൊക്കെ തുടങ്ങി. 1975 ഇന്ത്യയിൽ ആദ്യത്തെ ലാസ്റ്റ് സ്മോൾ പോക്സ് കേസസ് കണ്ടുപിടിച്ചത്. ലാസ്റ്റ് കേസാണ് കേട്ടോ. അതായത് ഇന്ത്യ സ്മോൾ പോക്സ് ഫ്രീ ആയി ഡിക്ലെയർ ചെയ്തത് 1975 ആണ്. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇറാഡിക്കേറ്റഡ് ബൈ WHO എന്നാണ്, ഇന്ത്യ അല്ല. അപ്പം ഇന്ത്യയിൽ ലാസ്റ്റ് കേസ് വന്നത് 1975 ആണ്. സ്മോൾ പോക്സ് ഫ്രീ ആണെന്ന് ഡിക്ലെയർ ചെയ്തു. 1977 the eradication of smallpox was confirmed in 1977 by International Commission. 1980 the World Health Assembly confirmed the global eradication of smallpox in May 1980. Okay, അപ്പൊ 1980 ആണ് ആക്ച്വലി ആ ക്വസ്റ്റ്യൻ ആൻസർ. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആ ഒരു PSC എക്സാമിന്റെ സമയത്ത്. ഓക്കെ, PSC എക്സാം കഴിഞ്ഞിട്ട് ആരെങ്കിലും ചലഞ്ച് ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടാണ് അങ്ങനെ ഡിലീറ്റേഷൻ വന്നത്. സോ അപ്പൊ 1980 ആണ് അതിന്റെ ആൻസർ എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇപ്പോഴും പ്രസന്റ്ലി നമ്മുടെ WHO ഒരു റിസർവ് സ്റ്റോക്ക് ഓഫ് സ്മോൾ പോക്സ് വാക്സിൻ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അറൌണ്ട് 200 മില്യൺ പീപ്പിൾസിന് വേണ്ട അത്രയും വാക്സിൻ ഇപ്പോഴും WHO മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. കാരണം അതൊരു അത്രയും ഒരു ഗ്രേറ്റസ്റ്റ് കില്ലർ ഡിസീസ് തന്നെയായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, സോ അതാണ് നമ്മുടെ ഈ ഒരു സ്മോൾ പോക്സിനെ പറ്റി പറയാനുള്ളത്. അപ്പൊ 1980 ആണ്. ഇന്ത്യയിലാണെങ്കിലാണ് 1975. ഓക്കെ, സോ കമ്മിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്രൈമോഡിയൽ പ്രിവെൻഷൻ മീൻസ് prevention prior to the onset of disease. Option B, prevention to avoid complications. Option C, prevention of emergence of risk factors. Option D, tertiary prevention. ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓപ്ഷൻ എ. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ഓപ്ഷൻ എ. ഓപ്ഷൻ സി, ഓപ്ഷൻ എ. ഓക്കെ. സോ നമ്മൾ ലെവൽസ് ഓഫ് പ്രിവെൻഷൻ പറയുന്ന സമയത്ത് 4 ലെവൽസ് ആണ് പറയുക അല്ലെ. പ്രൈമോഡിയൽ പ്രിവെൻഷൻ, പ്രൈമറി പ്രിവെൻഷൻ, സെക്കൻഡറി പ്രിവെൻഷൻ ആൻഡ് ടെർഷ്യറി പ്രിവെൻഷൻ. ഓക്കെ, സോ നമ്മുടെ ഈ പ്രിവെൻഷനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് വൺ വരുന്നതാണ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ. പ്രൈമോഡിയൽ അതായത് പ്രൈമറി പ്രിവെൻഷന്റെ തൊട്ട് മുമ്പുള്ള പ്രിവെൻഷൻ ആണ്, ലെവലാണ്. സോ അതിനെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെന്റ് ദ എമർജൻസ് ഓർ ഡെവലപ്മെന്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ്. ഓക്കെ, അതായത് ഇപ്പൊ ഒരു അസുഖം, നമ്മൾ എന്തെങ്കിലും ഒരു അസുഖം എന്നല്ല, നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ ഒരു എന്താ പറയാ, നമ്മൾ കുട്ടികളൊക്കെ ഒരു നല്ല ലൈഫ് സ്റ്റൈൽ ഹാബിറ്റ്സ് പഠിപ്പിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ അവർക്ക് എന്താ പറയാ, ഇങ്ങനത്തെ ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്, ഇങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഭാവിയിൽ വരും
എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണെങ്കിൽ അത് ഒരു പ്രൈമോഡിയൽ ലെവൽ ഓഫ് പ്രിവെൻഷൻ ആണ്. അത് നമുക്കൊരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഒരു പോപ്പുലേഷന് പോയിട്ട് മാസ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ കുറച്ച് ആളുകളെ മാത്രം എടുത്തിട്ട് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് നടത്താം, മാസ് എഡ്യൂക്കേഷൻ നടത്താം. അതൊക്കെ നമ്മുടെ പ്രൈമോഡിയൽ പ്രിവെൻഷന്റെ അണ്ടറിൽ വരുന്നതാണ്. സോ ഡിസ്കറേജിങ് ചിൽഡ്രൻ ഫ്രം അഡോപ്റ്റിംഗ് ഹാർംഫുൾ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഇൻഡിവിജ്വൽ ആൻഡ് മാസ് എഡ്യൂക്കേഷൻ, അതൊക്കെ വരുന്നത് പ്രൈമോഡിയൽ പ്രിവെൻഷനിലാണ്. സോ പ്രിവെൻഷൻ ഓഫ് എമർജൻസ് ഓർ ഡെവലപ്മെന്റ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ് ഇൻ കൺട്രീസ് ഓർ പോപ്പുലേഷൻ ഗ്രൂപ്പ്സ് ഇൻ വിച്ച് ദേ ഹാവ് നോട്ട് യെറ്റ് അപ്പിയർഡ്. ഓക്കെ, അതിനെയാണ് നമ്മൾ പ്രൈമോഡിയൽ പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സോ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രൈമറി പ്രിവെൻഷൻ ആണ്. പ്രിവെന്റ് ഡിസീസ് ബിഫോർ ഇറ്റ് ഒക്കേഴ്സ്. അപ്പൊ നമ്മളൊരു അസുഖം വരുന്നതിന് മുമ്പ്, അതായത് ഇപ്പൊ ഒരു അസുഖം വരാൻ സാധ്യതയുണ്ട് നമ്മൾ അറിയാണ്. ഓക്കെ, ആ ഒരു സമയത്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെയാണ് പ്രൈമറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു ലോ ബർത്ത് വെയിറ്റ് ഉള്ള ഒരു കുട്ടിക്ക് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ, ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ട് നമുക്കറിയാം. ഓക്കെ, ആ ഒരു സമയത്ത് ആ കുട്ടിയുടെ ഹെൽത്ത് പ്രോബ്ലംസ്, അതായത് ലോ ബർത്ത് വെയിറ്റ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ വാക്സിനേഷൻസ് ചെയ്യുക. അപ്പം വാക്സിനേഷൻ, ഇമ്മ്യൂണൈസേഷൻ, അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് പ്രൈമറി പ്രിവെൻഷനാണ്. ആൻഡ് ഓൾസോ നമ്മൾ ഹൈപ്പർ ടെൻഷൻ, കാർഡിയോവാസ്കുലർ ഡിസീസസ്, കാർസിനോമാസ്, ഓക്കെ, കൊറോണറി ആർട്ടറി ഡിസീസസ് ഒക്കെ വരാനുള്ള സാധ്യതയുള്ള റിസ്ക് ഫാക്ടേഴ്സ് നമുക്കറിയാം. അപ്പൊ അതിന്റെ എലിമിനേഷൻ അല്ലെങ്കിൽ മോഡിഫിക്കേഷൻ ഒക്കെ വരുന്നത് പ്രൈമറി പ്രിവെൻഷനിലാണ്. ആൻഡ് ഓൾസോ പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസ്. ഓക്കെ, അപ്പം നേരത്തെ പറഞ്ഞ മാസ് എഡ്യൂക്കേഷൻ ഒക്കെ വരുന്നത് പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആണ്. ഇവിടെ വരുന്നത് പബ്ലിക് ഹെൽത്ത് പ്രോഗ്രാംസ് ആണ്. ഓക്കെ, സോ നമ്മുടെ ഈ WHO ഈ പ്രൈമറി പ്രിവെൻഷന് വേണ്ടിയിട്ട് 2 സ്ട്രാറ്റജീസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. പോപ്പുലേഷൻ സ്ട്രാറ്റജി ആൻഡ് ഹൈ റിസ്ക് സ്ട്രാറ്റജി. പോപ്പുലേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ മാസ് സ്ട്രാറ്റജിയാണ്. ഒരു പോപ്പുലേഷനെ മൊത്തത്തിൽ എടുത്തിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവരെ ഈ ഒരു ഡിസീസ് വരാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നതാണ് പോപ്പുലേഷൻ സ്ട്രാറ്റജി. ഹൈ റിസ്ക് സ്ട്രാറ്റജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസ്ക്, അതായത് നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു സാധ്യത, രോഗം വരാൻ സാധ്യത ഉള്ള, അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ ഇങ്ങനൊരു രോഗം ഐഡന്റിഫൈ ചെയ്തു, ബാക്കി ഫാമിലി ഉള്ളവരൊക്കെ ആ ഒരു അസുഖം വരാൻ, എസ്പെഷ്യലി ഇൻഫെക്ഷ്യസ് ഡിസീസ് ഒക്കെ വരാൻ സാധ്യത ഉള്ളവരുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരിൽ നിന്നൊക്കെ ഒരു പ്രിയർ ടു ദ ഓൺസെറ്റ് ഓഫ് ഡിസീസ് നമ്മൾ എന്തൊക്കെ എടുക്കാൻ പറ്റും, അതിനെയാണ് പ്രൈമറി പ്രിവെൻഷൻ ഇൻ ഹൈ റിസ്ക് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ മൂന്നാമത്തതാണ് സെക്കൻഡറി പ്രിവെൻഷൻ. സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പാത്തജൻ നമ്മുടെ ശരീരത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് COVID-19 വന്നു എന്ന് തോന്നണം, സിംറ്റംസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കോവിഡ് വന്നു എന്ന് വിചാരിക്കുക. ആ സമയത്ത് നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്യും അല്ലെ, നമ്മളത് ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ CA സെർവിക്സിന്റെ സിംറ്റംസ് ഒക്കെ നമുക്ക് കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പാപ്സ്മിയർ ചെയ്ത് നോക്കും. പാപ്സ്മിയർ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. അപ്പം ഇങ്ങനെ സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെയാണ് നമ്മുടെ സെക്കൻഡറി പ്രിവെൻഷനിൽ വരുന്നത്. ഓക്കെ, ഏർലി ഡയഗ്നോസിസ് ആൻഡ് കേസ് ഫൈൻഡിങ് പ്രോഗ്രാംസ്, അതൊക്കെ വരുന്നത് സെക്കൻഡറി പ്രിവെൻഷനിലാണ്. സോ ആക്ഷൻ വിച്ച് ഹാർട്സ് ദ പ്രോഗ്രസ് ഓഫ് ഡിസീസ് ആൻഡ് ഇൻസിപ്പിയന്റ് സ്റ്റേജ് ആൻഡ് പ്രിവെന്റ് കോംപ്ലിക്കേഷൻ, അതിനെയാണ് നമ്മൾ സെക്കൻഡറി പ്രിവെൻഷൻ എന്ന് പറയുന്നത്. സോ ഹെൽത്ത് പ്രോഗ്രാംസ് ഇനീഷ്യേറ്റഡ് ബൈ ഗവൺമെന്റ് ഈസ് കംസ് അണ്ടർ സെക്കൻഡറി പ്രിവെൻഷൻ. ഓക്കെ, ആക്ച്വലി ഈ ഒരു കാര്യം നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഇവിടെയും പറഞ്ഞിട്ടുണ്ട്, രണ്ടിലും അത് വരുന്നുണ്ട്. അതായത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 2 ഭാഗത്തും ഈ ഹെൽത്ത് പ്രോഗ്രാംസിന്റെ കാര്യം പറയുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ വരുന്ന സമയത്ത് നിങ്ങൾ പുതിയ എഡിഷൻ വെച്ചിട്ട് ഒന്നും കൂടെ റിവൈസ് ചെയ്ത് നോക്കുക. ഞാനിത് ഒന്നും കൂടെ റെഫർ ചെയ്തിട്ട് ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം. ആക്ച്വലി എനിക്ക് ഇതിലും കൺഫ്യൂഷൻ ഉണ്ട്. അതായത് ഒരു നമ്മുടെ ഒരു കോളമായിട്ടും കൊടുത്തിട്ടുണ്ട്, ഇലാബറേറ്റ് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ രണ്ടിലും 2 പ്ലേസിലാണ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ അതൊന്ന് നിങ്ങളൊന്ന് മാറ്റി വെച്ചേക്കാൻ, ഞാനത് പിന്നെ അതിന്റെ അത് കറക്റ്റ് ആണോ എന്നുള്ളത് പറഞ്ഞുതരാം. ഓക്കെ, സോ സെക്കൻഡറി പ്രിവെൻഷൻ കഴിഞ്ഞു. ദെൻ കമ്മിങ് ടു ടേഴ്ഷറി പ്രിവെൻഷൻ. ടേഴ്ഷറി പ്രിവെൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി അസുഖം വന്നു കഴിഞ്ഞ ഒരാളിൽ ലേറ്റ് പാത്തോജനറ്റിക് ഫേസ് ആണ്, ഓൾറെഡി അസുഖം വന്നു, അവരിൽ നമുക്ക് ഡിസബിലിറ്റി ലിമിറ്റേഷൻ അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ, അതിന്റെ ഫെർദർ കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേഴ്ഷറി പ്രിവെൻഷൻ കൊണ്ടുവരുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് പ്രൈമോഡിയൽ പ്രിവെൻഷൻ ആണ് ചോദിച്ചത്. പ്രിവെൻഷൻ പ്രിയർ ടു ദ ഓൺസെറ്റ് ഓഫ് ഡിസീസ് ആണോ? അല്ല. പ്രിവെൻഷൻ ടു അവോയ്ഡ് കോംപ്ലിക്കേഷൻ ആണോ? അത് ടെർഷറി പ്രിവെൻഷൻ ആണ്. പ്രിവെൻഷൻ ഓഫ് എമർജൻസ് ഓഫ് റിസ്ക് ഫാക്ടേഴ്സ്, C ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ A പറഞ്ഞ ആള് ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡീപ്പായിട്ട് ഒന്ന് വായിച്ചു നോക്കുക. അപ്പം പ്രിയർ ടു ദി ഓൺസെറ്റ് ഓഫ് ഡിസീസ് എന്ന് പറയുന്നത് പ്രൈമറി പ്രിവെൻഷൻ ആണ്.
Okay. Then coming to the next question, population of Kerala as per 2011 census in crores, geographic reference. Okay. ഇതിന്റെ ആൻസർ ആർക്കെങ്കിലും അറിയോ? ഓപ്ഷൻ എ 4.23 crores, ഓപ്ഷൻ ബി 3.34, ഓപ്ഷൻ സി 2.37, ഓപ്ഷൻ ഡി 2.83. ആർക്കെങ്കിലും ആൻസർ അറിയോ? ഓപ്ഷൻ സി. Option B. ഓക്കെ. കുറച്ച് പേരൊക്കെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് അറിയുണ്ടാവും. അല്ലാതെ നമുക്കിത് ശരിക്കും അങ്ങനെ നമ്മൾ ബൈഹാർട്ടായി ഇത് പഠിക്കാണ്ട് നമുക്കിത് ഓർത്ത് വെക്കാൻ കഴിയില്ല. അല്ലെങ്കിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കാണ്ട് നമുക്ക് ഈ ആൻസർ ചെയ്യാൻ പറ്റില്ല. ഈ 2011 സെൻസസിന്റെ കണക്കുകൾ ചോദിക്കാൻ സാധ്യത ഇനി കുറവാണ്. കാരണം ഇപ്പോൾ ഒരു സെൻസസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. സെൻസസിന്റെ കാര്യങ്ങളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന ടൈം ആയതുകൊണ്ട് മിക്കവാറും ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ആ ഒരു ഏരിയയിൽ നിന്നായിരിക്കും. ഓക്കെ, ആൻസർ വരുന്നത് ബി ആണ്, 3.34. ഓക്കെ, അപ്പം നമുക്ക് സെൻസസിനെ കുറിച്ചിട്ട് ഒരു കാര്യം പറയാം. നമുക്കറിയാം സെൻസസ് എന്ന് പറഞ്ഞാൽ 10 years ഇന്റർവെൽ നടത്തുന്ന ഒരു ഇതാണെന്ന് എല്ലാവർക്കും അറിയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് സെൻസസ് ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളത് 1881-ലാണ്. ഓക്കെ, 1881-ലാണ് ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ സെൻസസ് നടത്തിയിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് സെൻസസ് നടന്നിട്ടുള്ളത് മാർച്ച് 2011 ആണ്. ആക്ച്വലി ഓരോ 10 വർഷം കൂടുമ്പോഴും സെൻസസ് നടത്തണം എന്നാണ്. പക്ഷെ 2021 സെൻസസ് പോസ്റ്റ്പോൺ ചെയ്തതാണ് ഡ്യൂ ടു COVID-19. അപ്പം അത് നിങ്ങൾ ഓർത്ത് വെക്കുക. 2021 നടക്കേണ്ടതായിരുന്നു, അതാണ് 2027 മാറ്റി വെച്ചിട്ടുള്ളത്. ദെൻ സെൻസസ് ആക്ട് കൊണ്ടുവന്നത് 1948-ലാണ്. സാധാരണ സെൻസസ് നടത്തുന്നതിന്റെ സുപ്രീം ഓഫീസർ എന്ന് പറയുന്നത് സെൻസസ് കമ്മീഷണർ ഫോർ ഇന്ത്യ ആണ്. സോ ഈ 2011 ഒരു സെൻസസിന്റെ കുറച്ച് കണക്ക് വെച്ചിട്ട് നമ്മുടെ മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്, അത് 2011 കണക്കും പറയുന്നുണ്ട്, 2020 കണക്കും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. രണ്ടിലും മോസ്റ്റ് പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് ആയിട്ട് പറയുന്നത് ഉത്തർപ്രദേശ് ആണ്. 2ാം സ്ഥാനം മഹാരാഷ്ട്ര, 3ാം സ്ഥാനം ബീഹാർ. ഓക്കെ, ഈ 3 സ്റ്റേറ്റും ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ മതി. UP ആണ് ഏറ്റവും കൂടുതൽ, 16.5% ഓഫ് ഇന്ത്യൻ പോപ്പുലേഷനും ഉത്തർപ്രദേശിലാണ് ഉള്ളത്. ദെൻ നമ്മുടെ കേരളത്തിന് ഒരു 10 സ്ഥാനത്തിന്റെ ഉള്ളിലും ഇല്ല. ഫസ്റ്റ് 10 നമ്മുടെ കേരളം ഇല്ല പോപ്പുലേഷന്റെ കാര്യത്തിൽ. പക്ഷെ നമ്മൾ കേരളം ഒരു കാര്യത്തിൽ മാത്രം ഫസ്റ്റ് ആണ്. ഒരു കാര്യത്തിൽ മാത്രം എന്നല്ല, ഒരു കാര്യത്തിൽ ഫസ്റ്റ് ആണ്. ലിറ്ററസിയിൽ 2021 കണക്കനുസരിച്ച് ഇന്ത്യക്ക് 74% ആണെങ്കിൽ കേരളത്തിന് 93.9 അല്ലെങ്കിൽ 94% ആണ് ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത്. സോ നമ്മളെപ്പോഴും പറയും ഇന്ത്യ സർ 100% ലിറ്ററസി എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ ആക്ച്വൽ ലിറ്ററസി റേറ്റ് എന്ന് പറയുന്നത് 94% ആണ്. ഓക്കെ, ഏറ്റവും കുറവ് ലിറ്ററസി വരുന്നത് ബീഹാറിനാണ്. ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ അതിൽ ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് സെക്സ് റേഷ്യോ. സെക്സ് റേഷ്യോ 2020 കണക്ക് വെച്ചിട്ട് 1000 മെയിൽസിന് 974 ഫീമെയിൽസ് ആണ് കേരളന്റെ കേസ് വെച്ച് നോക്കുമ്പോൾ, അതായത് 1000 പുരുഷന്മാർക്ക് 974 ഫീമെയിൽസ്. ഇന്ത്യയിലെ കണക്ക് മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 1000 മെയിൽസിന് 940 ഫീമെയിൽസ് ആണ്. കേരളത്തിൽ 974, ഇന്ത്യ മൊത്തം നോക്കുകയാണെങ്കിൽ 940. അതും ഓരോരോ സ്റ്റേറ്റ് വെച്ചിട്ടൊക്കെ ടാബിലൈസ് ചെയ്തിട്ട് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഈ 1921 എന്ന് പറയുന്ന വർഷത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അതിന് ബിഗ് ഡിവൈഡ് എന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യസ് പോപ്പുലേഷൻ ഹാസ് ബീൻ സ്റ്റഡിലി ഇൻക്രീസിങ് സിൻസ് 1921 തൊട്ട് ഏകദേശം ഓരോ വർഷവും 16 മില്യണോളം ഇൻക്രീസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ 1921 എന്ന് പറയുന്ന വർഷത്തെയാണ് ബിഗ് ഡിവൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ബിഗ് ഡിവൈഡ്. ഓക്കെ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. ദെൻ ഇവിടുന്ന് ചോദിക്കാവുന്ന വേറൊരു ക്വസ്റ്റ്യൻ ആണ് ലേ റിപ്പോർട്ടിംഗ്. ലേ റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ, ഇറ്റ്സ് യൂസ് ആൻഡ് ഇറ്റ്സ് ട്രാൻസ്മിഷൻ ടു ദി അതർ ലെവൽസ് ഓഫ് ഹെൽത്ത് സിസ്റ്റം ബൈ നോൺ പ്രൊഫഷണൽ ഹെൽത്ത് വർക്കർ. ഒരു നോൺ പ്രൊഫഷണൽ ഹെൽത്ത് വർക്കർ ഈ നമ്മുടെ ഈ സെൻസസ് പോലത്തെ ഇൻഫർമേഷൻസ് യൂസ്, അതിന്റെ കാര്യങ്ങളൊക്കെ അതർ ലെവൽസ് ഓഫ് ഹെൽത്ത് സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്നതിനെയാണ് ലേ റിപ്പോർട്ടിംഗ് എന്ന് വന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അപ്പോ 2013 ക്വസ്റ്റ്യൻസ് നമ്മൾ 7 ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തു. ആക്ച്വലി ആ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടെ ഒരു സിമ്പിൾ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾ ഇപ്പൊ മനസ്സിലാക്കേണ്ടത് ഒരു ട്രെൻഡ് മനസ്സിലായല്ലോ. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും അവർ ചോദിക്കാം. കുറച്ചും കൂടെ ആനുകാലിക പ്രസക്തിയുള്ള കാര്യങ്ങളാണ് കമ്മ്യൂണിറ്റി മെഡിസിനിൽ ചോദിക്കുക, നമ്മൾ കുറെ പഠിച്ചു കഴിഞ്ഞാലും. അപ്പം അതൊക്കെ നിങ്ങൾ എന്തായാലും കവർ ചെയ്തിട്ട് പോകണം. സോ
നമ്മളിപ്പോൾ എന്തായാലും ഈ ഒരു PSC പഠിക്കണം എന്നുള്ള ഒരു നിശ്ചയദാർഢ്യത്തോട് കൂടിയിട്ടാണ് എല്ലാവരും ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം. അപ്പൊ നമ്മൾ 4 കാര്യങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ഒരേ സ്ഥലത്ത് ഒരു കാര്യം പറയട്ടെ, എല്ലാവരും ഇപ്പൊ ഇങ്ങനെ ഇരിക്കായിരിക്കും, ചിലപ്പോൾ ചിലരൊക്കെ നിൽക്കായിരിക്കും, ചിലർ കിടക്കായിരിക്കും ക്ലാസ് കേട്ടോണ്ടിരിക്കുന്നത്. അപ്പം ഇരിക്കുന്നവരൊക്കെ ഒന്ന് എണീറ്റ് നിൽക്കുക, കിടക്കുന്നവരൊക്കെ ഒന്ന് എണീറ്റിരിക്കുക. ഓൾറെഡി നടന്നുകൊണ്ട് കേട്ടോണ്ടിരിക്കുന്നവരാണെങ്കിൽ കുറച്ചേരം ഇരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, എന്നാലേ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ബോറായി, അല്ലെങ്കിൽ തന്നെ ബോറാണ് ഈ കമ്മ്യൂണിറ്റി മെഡിസിൻ, പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഒന്ന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. സോ ഫസ്റ്റ് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഈ ഒരു നമ്മളിപ്പോൾ ഈ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് ആക്ച്വലി, റൈറ്റ്? നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് ഒരു എയിമാണ്. ഓക്കെ, എയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രോഡ് ടേം ആണെന്നൊക്കെ അറിയാം, പക്ഷെ എന്നാലും നമുക്കൊരു ഗോൾ ഉണ്ട്. അതായത് കേരള PSC 2027 അല്ലെങ്കിൽ 28 ഉള്ള എക്സാമിന് നമ്മളത് അച്ചീവ് ചെയ്യും എന്നുള്ള ഒരു ഗോൾ നമുക്ക് വേണം. ആ ഗോളിന് വേണ്ടിയിട്ടുള്ള ഒരു എയിം നമുക്ക് ഇല്ലാതെ നമ്മൾ ഇതിനിരുന്ന് കഴിഞ്ഞാൽ ഒരു കാര്യമില്ല. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വെറുതെ എങ്ങനെയെങ്കിലുമൊക്കെ കിട്ടാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പൊ ഈ PSCക്ക് കയറിയവരൊക്കെ നല്ലോണം പഠിച്ചിട്ട് തന്നെ ആയിരിക്കും കയറിയിട്ടുണ്ടാവുക, അതോ അവര് വെറുതെ തട്ടിക്കൂട്ടി ലാസ്റ്റ് മൂമെന്റ് റിവിഷൻ ഒക്കെ ചെയ്ത് വെറുതെ മെറ്റീരിയൽ ഒക്കെ വായിച്ച് അങ്ങനെ കയറിയതായിരിക്കും? ഞാൻ ഒരു കാര്യം പറയാം, ഈ കയറിയിട്ടുള്ള ഇപ്പോ ഇതുവരെ കയറിയിട്ടുള്ള നമ്മുടെ ലിസ്റ്റിലുള്ളവർ ആരും തന്നെ ഒരിക്കലും വെറുതെ ഒരു എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് പഠിച്ച് ലക്കിന് കയറി പോയവരില്ല. ഓക്കെ, അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് തന്നെയാണ് കയറാൻ പറ്റുള്ളൂ. ഒരു ലക്ക് ഫാക്ടർ അവിടെ ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പഠിച്ചിട്ടുണ്ടോ, എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ലക്ക് ഫാക്ടറിനെ കുറിച്ച് ആലോചിക്കാം. പഠിക്കാതെ ലക്ക് ഫാക്ടർ നോക്കിയിരുന്നാൽ നമുക്ക് PSCക്ക് കയറാൻ പറ്റില്ല. കാരണം ഓരോ മാർക്ക് അല്ലെങ്കിൽ അര മാർക്ക് പോയിന്റ് മാർക്സിനാണ് നമ്മൾ അത്രയും റാങ്കിൽ മുന്നോട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ ആ ഒരു ലിസ്റ്റ് പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പം ചിലപ്പോൾ ആ ലിസ്റ്റിലുള്ള ആരെങ്കിലും ഒക്കെ ഈ ക്ലാസ് കേൾക്കുന്നുണ്ടാവാം. കാരണം നമ്മള് ആ ഒരു ലിസ്റ്റിൽ വന്നവരെല്ലാം ഏകദേശം ഒരേപോലെ കഷ്ടപ്പെട്ട് പഠിച്ചവർ തന്നെ ആയിരിക്കും. പക്ഷെ ഒരു 1-2 മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോയതിനാണ് അവർക്ക് കുറച്ച് പുറകിലോട്ട് വന്നത്. അപ്പം അതിൽ തന്നെ കുറച്ച് ഫ്രണ്ടിൽ വന്നാൽ മാത്രമാണ് നമുക്ക് കയറാനുള്ള ഒരു സാധ്യത തന്നെ ഇപ്പോൾ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പഠിക്കുന്നത് 1ാം റാങ്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അങ്ങനെ തന്നെ പഠിക്കണം. 1ാം റാങ്ക് അല്ലെങ്കിൽ 5ാം റാങ്ക്, 5 റാങ്കിന്റെ ഉള്ളിൽ കയറാൻ പറ്റും എന്ന് വിചാരിച്ച് പഠിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് ഒരു 15ന്റെ ഉള്ളിൽ കയറാൻ പറ്റുള്ളൂ. ഞാനത് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യല്ല, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് പഠിക്കണം. കഷ്ടപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 24 മണിക്കൂറും ബുക്ക് മറിച്ചിരുന്ന് നോക്കുന്നതല്ല, സ്മാർട്ട് വർക്കാണ് വേണ്ടത്. നമ്മൾ വെറുതെ ഇരുന്ന് പഠിക്കുന്നതിലല്ല കാര്യം. നമ്മളൊരു സ്റ്റഡി പ്ലാൻ, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. ഫസ്റ്റ് നമുക്ക് വേണ്ടത് എയിം വേണം, രണ്ടാമത് വേണ്ടത് സെൽഫ് കോൺഫിഡൻസ് ആണ്. എന്നെ കൊണ്ട് പറ്റും. ഓക്കെ, ഞാൻ ഇതിന് ഇറങ്ങി പുറപ്പെട്ട ഞാനത് വാങ്ങിച്ചിട്ടേ പോകുന്ന മനസ്സുകൊണ്ട് വിചാരിക്കാം. വാട്ടെവർ എന്തൊക്കെ നമ്മുടെ ചുറ്റും ഒബ്സ്റ്റക്കിൾസ് വന്നു കഴിഞ്ഞാലും നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അത് നേടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ എന്നെ തന്നെ പറയാം. ഞാൻ ഒരിക്കലും ഒരു UG ചെയ്യുന്ന സമയത്ത് ഞാൻ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നോ അല്ലെങ്കിൽ PG ചെയ്യുന്നോ പോലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാനൊരു എന്താ പറയാ, നമ്മുടെ UG അത് കഴിഞ്ഞ് കുറച്ച് സമയം ക്ലിനിക്കിലൊക്കെ ഇരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ PGക്ക് തന്നെ പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. പിന്നെ ഞാൻ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ ഒരു PGക്ക് പഠിച്ച ആ ഒരു നോളജ് തന്നെയാണ് എനിക്ക് പിന്നെ PSCക്ക് പഠിക്കാൻ ഹെൽപ്പ് ചെയ്തത്. പിന്നെ ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആയിരുന്നു നമ്മുടെ PSC എക്സാം വന്നത്. അപ്പം കുറെ കാര്യങ്ങൾ കുറെ ഫാക്ടേഴ്സ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ റൂംമേറ്റ്സ്, എൻ്റെ സീനിയേഴ്സ്, അവരൊക്കെ ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ അവരൊക്കെ കണ്ടിട്ട് തന്നെയാണ്, അവരുടെയൊക്കെ സ്റ്റഡി മെത്തേഡ്സ് കണ്ടിട്ട് തന്നെ ആണ് ഞാനും പഠിച്ചത്. അപ്പം നമുക്ക് കുറെ കാര്യങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും, നെഗറ്റീവ് കാര്യങ്ങളുണ്ടാവും, അത് ഞാൻ പിന്നെ പറയാം. അപ്പൊ നമുക്ക് എപ്പോഴും വേണ്ടത് ഒരു സെൽഫ് കോൺഫിഡൻസ് ആണ്. നമ്മൾ ഇതിനെ ഇറങ്ങി പുറപ്പെട്ടോ നമുക്കത് കിട്ടിയേ പറ്റും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുക. നമുക്കൊരു 100%, നമുക്ക് ഓരോരുത്തർക്കും ഒരു 100% കൊടുക്കാൻ പറ്റും. ആ 100% കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ വേണ്ടത് സ്റ്റഡി പ്ലാൻ ആണ്. അപ്പൊ നമുക്കൊരു ഈ കോൺഫിഡൻസ് വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റഡി പ്ലാൻ ഇല്ലാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. ആക്ച്വലി നമ്മളിപ്പോ ഒരു വെറുതെ ഇങ്ങനെ മെറ്റീരിയൽ വായിക്കുക അല്ലെങ്കിൽ വെറുതെ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക, അതുകൊണ്ട് കാര്യമില്ല. നമുക്കൊരു സ്മാർട്ട് പ്ലാൻ വേണം. ആക്ച്വലി നമ്മളിപ്പോ ഇങ്ങനെ പഠിക്കണം, ഞാൻ ഇത് ഇങ്ങനെ പഠിക്കണം അങ്ങനെ പഠിക്കണം എന്ന് ഒരിക്കലും പറയുന്നില്ല. കാരണം ഓരോരുത്തരുടെ മെത്തേഡ് ഓഫ് സ്റ്റഡി ഡിഫറെന്റ് ആയിരിക്കും.
ഞാനൊരു രാത്രി നൈറ്റ് പേഴ്സൺ ആയിരുന്നു. രാത്രി ഒരുപാട് സമയം ഇരുന്ന് പഠിക്കും. രാവിലെ എനിക്ക് എണീറ്റിരുന്ന് പഠിക്കാനുള്ളത് ടെൻഡൻസി അത്ര ഉണ്ടായിരുന്നില്ല. അപ്പം ഓരോരുത്തരും ഓരോ ടൈപ്പ് ആയിരിക്കും പഠിക്കുന്നത്. ഏതാണോ നമുക്ക് കംഫർട്ടബിൾ ആ രീതിയിൽ പഠിക്കാനാണ് ഞാൻ പറയുക. രാവിലെ കുറെ സമയം ഇരുന്ന് പഠിച്ചെന്ന് വിചാരിച്ചിട്ട് നമുക്ക് രാത്രി നേരത്തെ ഉറങ്ങി രാവിലെ എണീറ്റിരുന്ന് പഠിച്ചത് കൊണ്ട് എല്ലാവർക്കും അങ്ങനെ പറ്റണമെന്നില്ല. അപ്പോൾ എന്താണോ നമുക്ക് പറ്റുക അതുപോലെ നമ്മൾ പഠിക്കുക. പിന്നെ നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ടൈം ടേബിൾ വെച്ചിട്ട് തന്നെ പഠിക്കുക. ഇന്ന ദിവസം ഇന്ന പോർഷൻസ് ഞാൻ കവർ ചെയ്യും. ഓക്കെ, ഞാനൊക്കെ അങ്ങനെയായിരുന്നു. ഈ ഒരു സമയത്തിനുള്ളിൽ ഈ ഒരു പോർഷൻ ഞാൻ കവർ ചെയ്തിരിക്കും. അപ്പൊ നമുക്ക് അത് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് റിലാക്സേഷൻ ടൈം അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. അങ്ങനെയാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ നമ്മൾ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടിന്യൂസ് ഇരുന്ന് പഠിക്കൊന്നും വേണ്ട. കാരണം നമുക്കിപ്പോൾ എക്സാം നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. പക്ഷെ എന്നാൽ കൂടി നമുക്കൊരു പ്ലാൻ ഉണ്ടാക്കി വെക്കാൻ പറ്റും. ഇപ്പൊ തന്നെ നമ്മൾ പതുക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ലാസ്റ്റിലേക്ക് നമുക്ക് നന്നായിട്ട് പഠിച്ച് അതുപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്തിട്ട് കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ ഞാൻ വേണമെങ്കിൽ പിന്നെ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ് ചെയ്തിരുന്നത് എന്നുള്ളതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞു തരാം. സോ പിന്നെ വേണ്ടതാണ് കൺസിസ്റ്റൻസി. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ടത്. അതായത് ഇപ്പൊ ഇന്ന് ഞാൻ കുറെ മോട്ടിവേഷൻ കേട്ടു, ഞാൻ ഇന്ന് ഇരുന്ന് ഞാൻ തകർക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു ബുക്കൊക്കെ ഇരുന്ന് വായിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അത് മടുക്കും. അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം. ചിലപ്പോൾ 1-2 ദിവസം ഇൻ ബിറ്റ്വീൻ നമുക്ക് പഠിക്കാൻ പറ്റാത്ത വരും, അല്ലെങ്കിൽ ഒരാഴ്ച പഠിക്കാൻ പറ്റാത്ത എന്തെങ്കിലും മേജർ ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റാതായിട്ട് വരും. പക്ഷെ എന്നാലും ആ കൺസിസ്റ്റൻസി മാക്സിമം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ഓക്കെ, അത് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന്റെ തലേന്ന് രാത്രി വരെ ആ ഒരു കൺസിസ്റ്റൻസി നിങ്ങൾക്ക് വേണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സോ ഞാൻ കൂടുതൽ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകും. അപ്പൊ ഞാൻ അത്ര പറയുന്നില്ല. ഇനി കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാനുള്ളതാണ്. സോ 2018 ഒരു ക്വസ്റ്റ്യൻസ്, ആക്ച്വലി 2018 3 ക്വസ്റ്റ്യൻസ് മാത്രമാണ് SPM എന്ന് മാത്രമായിട്ട് ചോദിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇൻഫെക്ഷൻസ് എന്നൊക്കെ 1-2 ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ വന്നിട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ MTP ആക്ട് അലൗസ് അബോർഷൻ ഓൺലി അപ് ടു. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. 12 വീക്സ്, 16 വീക്സ്, 20 വീക്സ്, 24 വീക്സ്. ഓക്കെ, ഇതിന് ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. 20 weeks. 24 weeks. 24 weeks. 20 weeks. ഓക്കെ, ആക്ച്വലി ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് കുറച്ച് ഒരു എന്താ പറയുക, ട്രിക്കി ക്വസ്റ്റ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് 2018 ഇത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അന്ന് ആ ക്വസ്റ്റ്യന്റെ ആൻസർ 20 വീക്സ് എന്നായിരുന്നു. ഓക്കെ, 20 വീക്സ് എന്നാണ് ആൻസർ വന്നിട്ടുള്ളത്. സോ നമുക്ക് MTP ആക്ടിനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് നോക്കാം ബ്രീഫായിട്ട്. MTP ആക്ട് അല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് നിലവിൽ വന്നത് 1971 ഓക്കെ, സോ ഈ MTP അതല്ലെങ്കിൽ മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി കുറച്ച് കണ്ടീഷൻസ് മാത്രമാണ് അനുവദിക്കുന്നുള്ളത്. അതിൽ വരുന്നതാണ് മെഡിക്കൽ കണ്ടീഷൻസ്, ഓക്കെ, യൂജെനിക് കണ്ടീഷൻസ്, ഹ്യൂമാനിറ്റേറിയൻ, സോഷ്യോ എക്കണോമിക്, ഫെയിലിയർ ഓഫ് കോൺട്രസെപ്റ്റീവ്സ്. ഈ 5 കണ്ടീഷൻസിലാണ് നമുക്ക് MTP ആക്ട് ബാധകമായിട്ടുള്ളത്. ആക്ച്വലി ഇത് നമ്മുടെ FMTയിലും നിങ്ങൾ പഠിക്കുന്നുണ്ടാകും. അപ്പോൾ ഈ മെഡിക്കൽ കണ്ടീഷൻസ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മെഡിക്കൽ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രഗ്നൻസി കൊണ്ട്, അതായത് നമ്മൾ MTP ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു പ്രഗ്നൻസി കൊണ്ട് അമ്മയ്ക്ക് എന്തെങ്കിലും ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി സീരിയസ് ഹെൽത്ത് ഇഷ്യൂ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ കണ്ടീഷൻസ് ആണ് മെഡിക്കൽ കണ്ടീഷൻസിൽ പറയുന്നത്. ദെൻ യൂജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേബിക്ക് അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഹാൻഡിക്യാപ്സ് അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്ന് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള വൈകല്യങ്ങൾ വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അതാണ് യൂജനിക്കിൽ പറയുന്നത്. ദെൻ ഹ്യൂമാനിറ്റേറിയൻ എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ വേർ പ്രഗ്നൻസി ഈസ് ദ റിസൾട്ട് ഓഫ് റേപ്പ് കാരണമാണ് പ്രഗ്നൻസി ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അതിനെയാണ് ഹ്യൂമാനിറ്റേറിയൻ എന്ന് പറയുന്നത്. ദെൻ സോഷ്യോ എക്കണോമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രഗ്നൻസി കൊണ്ട് സാമൂഹികമോ സാമ്പത്തികമോ ആയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ കാരണം ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ഹെൽത്ത് ഇഷ്യൂസ് അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ചെറിയ ഇഷ്യൂസ് അല്ല പറയുന്നത്, സീരിയസ് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടെങ്കിൽ അതാണ് സോഷ്യോ എക്കണോമിക് ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. ദെൻ ഫെയിലിയർ ഓഫ് കോൺട്രാസെപ്റ്റീവ്സ്. ഓക്കെ, ഫെയിലിയർ ഓഫ് കോൺട്രാസെപ്ഷൻ അതുപോലെ തന്നെ MTP ആക്ടിൽ കുറച്ച് റൂൾസ് പറയുന്നുണ്ട്. അത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിലാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 5 കണ്ടീഷൻസും നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ വേണ്ടതാണ് ഒരു റിട്ടേൺ കൺസെന്റ് വേണം. അതായത് ഗാർഡിയന്റെ റിട്ടേൺ കൺസെന്റ് വേണം. അതായത് അണ്ടർ 18 years ഓഫ് ഏജ്, അതും ക്വസ്റ്റ്യനിൽ ചോദിക്കാറുണ്ട്. 18 വയസ്സിന് താഴെയുള്ള
കുട്ടികളാണെങ്കിൽ ഗാർഡിയന്റെ കൺസെന്റ് വേണം. ആൻഡ് ഓൾസോ ലൂണാറ്റിക്സ് എന്ന് പറഞ്ഞാൽ മെന്റലി ഇല്ലായിട്ടുള്ള സൈക്യാട്രിക് പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്കും ഗാർഡിയന്റെ കൺസെന്റ് വേണം. നമ്മൾ 18 ഇയേഴ്സിന്റെ, അതായത് ലൂണാറ്റിക്സ് ഈവൻ ഇഫ് ദേ ആർ ഓൾഡർ ദാൻ 18 ഇയേഴ്സ്, ഓക്കെ, മെന്റലി ഇല്ലായിട്ടുള്ള പേഷ്യൻസ് ആണെങ്കിൽ 18 ഇയേഴ്സിന് മുകളിലാണെങ്കിലും ഗാർഡിയന്റെ കൺസെന്റ് വേണം. പക്ഷേ സാധാരണ കുട്ടികളാണെങ്കിൽ 18 വയസ്സിന്റെ താഴെയുള്ള കുട്ടികൾക്കാണ് ഗാർഡിയന്റെ കൺസെന്റ് വേണം. ഓക്കെ, അപ്പൊ അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് കണ്ടിട്ടുണ്ട്. സോ MTP ആക്ടിനെ കുറിച്ച് പറയുമ്പോൾ 2021 അതിന്റെ ഒരു അമെൻമെന്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലാണ് കൊടുത്തിട്ടുള്ളത്, പഴയ ടെക്സ്റ്റ് ബുക്കിലൊന്നും ഇല്ല. സോ ഈ നേരത്തെ പറഞ്ഞ ഇൻഡിക്കേഷൻസ് ഒക്കെ പറഞ്ഞ അതേപോലെ തന്നെയാണ്, അത് 5 കണ്ടീഷൻ ഒക്കെ തന്നെയാണ്. പക്ഷേ ഈ അമെൻമെന്റിൽ കുറച്ച് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ഓക്കെ, സോ ഈ കോൺട്രസെപ്റ്റീവ് ഫെയിലർ പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ 5th കാറ്റഗറി. ഈ കോൺട്രസെപ്റ്റീവ് ഫെയിലർ MTP ആക്ട് 1971 മാരീഡ് വുമണിന് മാത്രമായിരുന്നു അപ്ലൈ ചെയ്യാൻ പറ്റുണ്ടായിരുന്നത്. പക്ഷെ അത് 2021 അൺമാരീഡ് വുമണിനും നമ്മുടെ ഇത് ബാധകമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അതാണ് ഒരു മേജർ ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. പിന്നെ ജെസ്റ്റേഷണൽ ഏജ് ലിമിറ്റ്. അപ്പൊ ഈ ക്വസ്റ്റ്യന് നമുക്കറിയാം ഈ ഏജ് ലിമിറ്റ് ആണ് ചോദിച്ചത്. 20 വീക്സ് ഫോർ ഓൾ ഇൻഡിക്കേഷൻസ് എന്നാണ് MTP ആക്ട് 1971 പറയുന്നത്. 24 വീക്സ് ഫോർ റേപ്പ് സർവൈവേഴ്സ്, അതാണ് 2021 24 വീക്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. ഓക്കെ, അത് എസ്പെഷ്യലി റേപ്പ് സർവൈവേഴ്സ്, ബിയോണ്ട് 24 വീക്സ് ഫോർ സബ്സ്റ്റാൻഷ്യൽ ഫേറ്റൽ അബ്നോർമാലിറ്റീസ്. അപ്പം നമ്മൾ ഈ 24 വീക്സ് എന്ന് പറയുമ്പം കുറച്ച് സ്പെസിഫൈ ചെയ്തിട്ടാണ് ഉത്തരത്തിലെങ്കിൽ നമുക്കത് ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാ ഏജ് ഗ്രൂപ്പിലും നമുക്ക് 20 വീക്സേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ റേപ്പ് സർവൈവേഴ്സിൽ അത് 24 ആക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഫീറ്റൽ അബ്നോർമാലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ 24 വീക്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അത് നോട്ട് ചെയ്ത് വെക്കുക. ദെൻ മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്റെ ഒപ്പീനിയൻസ്, അത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പറയുന്നുണ്ട്. 1 രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആണ് ടിൽ 12 വീക്സ് വരെ പറയുന്നത്. പിന്നെ 2 RMPs ടിൽ 20 വീക്സ്. പിന്നെ 1 RMP ടിൽ 20 വീക്സ് ആണ് 2021 അമെൻമെന്റിൽ പറയുന്നത്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട്, ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല, നിങ്ങൾ വായിച്ചു നോക്കുക. ഓക്കെ, പിന്നെ അതിന്റെ കോൺഫിഡൻഷ്യാലിറ്റി, നമ്മളത് മറ്റുള്ളവരോട് അത് പറയാനൊന്നും പാടില്ല, കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണമല്ലോ. സോ നമ്മളത് നമ്മളിപ്പോ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മളത് അറിഞ്ഞു കഴിഞ്ഞാൽ അത് കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം. അപ്പൊ അത് ഫൈൻ അപ് ടു 1000 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഫൈൻ അല്ലെങ്കിൽ ഇംപ്രിസൺമെന്റ് പറയുന്നുണ്ട് 1 ഇയർ വരെ കേട്ടോ. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. സോ ഇതിന്റെ ആൻസർ ആക്ച്വലി 20 വീക്സ് തന്നെയാണ് എക്സാമിന് ഓപ്ഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ചോദിക്കുകയാണെങ്കിൽ 24 വീക്സ് എന്ന് പറയുകയാണെങ്കിൽ റേപ്പ് സർവൈവേഴ്സും ഫീറ്റൽ അബ്നോർമാലിറ്റീസും സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ 24 വീക്സ് അല്ലെങ്കിൽ 20 വീക്സ് തന്നെ വേണമെങ്കിൽ നമുക്ക് ആൻസർ പറയാം. ഓക്കെ, ദെൻ കമ്മിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. മോസ്റ്റ് കോമൺലി പാരിസ് ഗ്രീൻ ഈസ് ലാവിസിഡൽ ഫോം. ഇതിന്റെ ആൻസർ അറിയുന്നവര് ഒന്ന് പെട്ടെന്ന് പറഞ്ഞോളൂ. അനോഫിലസ്, ക്യൂലെക്സ്, അനോഫിലസ്. ഓക്കെ, ഇതൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് കൂടുതലായിട്ടും ഇതിൽ കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. ആക്ച്വലി ഞങ്ങൾ ബ്രീഫ് ആയിട്ട് പറയാം. നമുക്ക് മോസ്കിറ്റോ കൺട്രോൾ മെഷേഴ്സ് ആക്ച്വലി കുറേ മെത്തേഡ്സ് പറയുന്നുണ്ട്. അതിൽ ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ് ഇപ്പോൾ പറയുന്നത് ആക്ച്വലി. കാരണം ഒരു കാര്യം മാത്രം നമ്മൾ ഒരേപോലത്തെ അപ്രോച്ചിൽ പോയി കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഇൻസെക്ടിസൈഡ്സ് ഒക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് വേറെയും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ മോസ്കിറ്റോ കൺട്രോൾ മെഷേഴ്സ് ഒരു ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആയിട്ടാണ് WHO പറയുന്നത്. സോ നമുക്ക് അതിൽ തന്നെ 3 ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, 3 മെഷേഴ്സ് ആണുള്ളത്. ആന്റി ലാർവൽ മെഷേഴ്സ്, ആന്റി അഡൾട്ട് മെഷേഴ്സ്, പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് മോസ്കിറ്റോ ബൈറ്റ്സ്. ഈ 3 മെത്തേഡ് ആണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ആന്റി ലാർവൽ മെഷേഴ്സ്. ആന്റി ലാർവൽ മെഷേഴ്സിൽ 3 ഡിവിഷൻ ഉണ്ട്. ഒന്ന് എൻവിയോൺമെന്റൽ കൺട്രോൾ, കെമിക്കൽ കൺട്രോൾ ആൻഡ് ബയോളജിക്കൽ കൺട്രോൾ. എൻവിയോൺമെന്റൽ കൺട്രോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഈ മോസ്കിറ്റോസ് വളരുന്ന സോഴ്സസ് ഏതൊക്കെയാണെന്നുള്ളത്. ഇപ്പം ഏതെങ്കിലും ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ ഇപ്പം ഒരു ഇപ്പോൾ ഈഡിസ് ഈജിപ്തിയൊക്കെ ആണെങ്കിൽ ക്ലീൻ വാട്ടറിലായിരിക്കും അല്ലെ ഉണ്ടാവുന്നത്. അതേപോലെ അനോഫിലസ് ആണെങ്കിൽ കുറച്ചും കൂടി മലിനമായിട്ടുള്ള വെള്ളത്തിലൊക്കെയാണ്. സോ നമുക്ക് ഒരു സോഴ്സ് എവിടെയാണെന്നുള്ളത്, ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ അനോഫിലസ് മോസ്കിറ്റോ അല്ലെങ്കിൽ ഈഡിസ് ഈജിപ്തി എവിടെയാണോ ഉള്ളത് ആ സോഴ്സിനെ പോയിട്ടാണ് നമ്മൾ റിഡക്ട് ചെയ്യുന്നത്. ഓക്കെ, ആ സോഴ്സിനെ നശിപ്പിക്കുക എന്നുള്ളതാണ് സോഴ്സ് റിഡക്ഷൻ എന്ന് പറഞ്ഞത്. സോ എൻവിയോൺമെന്റൽ കൺട്രോൾ പറയുന്നതാണ് സോഴ്സ് റിഡക്ഷൻ. രണ്ടാമത്തേതാണ്
കെമിക്കൽ കൺട്രോൾ ആണ് നമ്മുടെ ഈ പാരിസ് ഗ്രീനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ കെമിക്കൽ കൺട്രോളിൽ മിനറൽ ഓയിൽസ്, പാരിസ് ഗ്രീന്, സിന്തറ്റിക് ഇൻസെക്ടിസൈഡ്സ്, ഇത് മൂന്നുമാണുള്ളത്. ബയോളജിക്കൽ കൺട്രോൾ ആണ് ഗ്യാംബൂസിയ ഒഫിഷ്യനാലിസ്, ലെബിസ്റ്റസ് റെറ്റിക്കുലേറ്റസ്. ഓക്കെ, ഗ്യാംബൂസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫിഷ് ആണ്. ലെബിസ്റ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗപ്പി എന്നൊക്കെ പറയില്ലേ, ആ ഒരു മീനുകളൊക്കെ വളർത്തി കഴിഞ്ഞാൽ ഈ മൊസ്കിറ്റോനെ ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെയാണ് ആന്റി ലാർവൽ മെഷേഴ്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ഈ പാരിസ് ഗ്രീനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ വേറെ ചോദിക്കാനുള്ളത്, എന്താണ് പാരിസ് ഗ്രീൻ എന്ന് മേ ബി ചോദിക്കാം. ഇത് കോപ്പർ അസെറ്റോ ആർസനേറ്റ് ആണ് പാരിസ് ഗ്രീൻ. അതൊരു എമറാൾഡ് ഗ്രീൻ കളറിലുള്ള ഒരു ക്രിസ്റ്റലൈൻ പൗഡർ ആണ്. അത് ആക്ച്വലി വെള്ളത്തിലും അതുപോലെ തന്നെ അമോണിയ ആസിഡ്സിലൊന്നും ഇൻസോല്യബിൾ ആണ്. പക്ഷെ അതൊരു പൗഡർ ഫോമിലായതുകൊണ്ട് തന്നെ ഈ പാരിസ് ഗ്രീൻ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു 2 കിലോഗ്രാം പാരിസ് ഗ്രീന് 28 kg ഡൈലൂട്ടന്റ് അല്ലെങ്കിൽ സോപ്പ്, സ്റ്റോൺ പൗഡർ അല്ലെങ്കിൽ ലൈം മിക്സ് ചെയ്തിട്ട് ഡസ്റ്റ് ആയിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, സോ അതിന്റെ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് സ്റ്റൊമക് പോയിസൺ ആണ്. അതും ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പാരിസ് ഗ്രീൻ ഒരു സ്റ്റൊമക് പോയിസൺ ആണ്. ലാർവ ഇൻജസ്റ്റ് ചെയ്തിട്ട് അതിന്റെ സ്റ്റൊമക്കിൽ പോയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് സ്റ്റൊമക് പോയിസൺ ആണ്. ഓക്കെ, സോ അതിന്റെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഫീമെയിൽ അനോഫിലസ് അല്ലെങ്കിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ്. ഫീമെയിൽ അല്ല, അനോഫിലസ് ലാർവയാണ് അതിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അതാണ് നമ്മുടെ പാരിസ് ഗ്രീനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ദെൻ കമ്മിങ് ടു ദി ആന്റി അഡൾട്ട് മെഷേഴ്സ്, അതിൽ 3 കാര്യങ്ങളുണ്ട്. റെസിഡ്വൽ സ്പ്രേ, സ്പേസ് സ്പ്രേ ആൻഡ് ജനറ്റിക് കൺട്രോൾ. റെസിഡ്വൽ സ്പ്രേയിൽ വരുന്നതാണ് DDT, ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറൈഡൈൻ, ലിൻഡെയിൻ, മെലാത്തിയോൺ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുന്നത് റെസിഡ്വൽ സ്പ്രേയിലാണ്. സ്പേസ് സ്പ്രേ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് ഇങ്ങനെ സ്പ്രേ അടിക്കുള്ളൂ. ചില ഈ മോസ്കിറ്റോ റെലവെന്റ് ആയിട്ടുള്ള കണ്ടീഷൻ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ഹെൽത്ത് വർക്കേഴ്സ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്യില്ലേ, അതാണ് സ്പേസ് സ്പ്രേ എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് പൈറിത്രം. ഇതും ക്വസ്റ്റ്യനിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതൊരു നെർവ് പോയിസൺ ആണ്. ഓക്കെ, നെർവ് പോയിസൺ ആണ് പൈറിത്രം. ഓക്കെ, അത് 1 ounce ആണ് 1000 cubic ഫീറ്റിൽ 1 ounce ആണ് അപ്ലൈ ചെയ്യേണ്ടത്. ദെൻ മൂന്നാമത്തതാണ് ജനറ്റിക് കൺട്രോൾ. ജനറ്റിക് കൺട്രോൾ എന്ന് പറയുമ്പോൾ മെയിൽ സ്റ്റെറിലൈസേഷൻ, ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ, ജീൻ റീപ്ലേസ്മെന്റ്, അതൊക്കെ സ്റ്റിൽ ഒരു റിസർച്ച് ഫേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം മോസ്കിറ്റോന്റെ മെയിൽ സ്റ്റെറിലൈസേഷനും ക്രോമസോമൽ ട്രാൻസ്ലൊക്കേഷൻ ഒക്കെയാണ്. അപ്പൊ അതൊരു റിസർച്ച് ഫേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി അതും ഒരു ആന്റി അഡൾട്ട് മെഷേഴ്സ് ആണ്. സോ മൂന്നാമത്തത് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് മോസ്കിറ്റോ ബൈറ്റ്സ്. മോസ്കിറ്റോ ബൈറ്റ്സ് നമുക്ക് അറിയുന്ന കാര്യമാണ്. മോസ്കിറ്റോ നെറ്റ്. ഓക്കെ, മോസ്കിറ്റോ നെറ്റിന്റെ സൈസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇറ്റ് ഷുഡ് നോട്ട് എക്സീഡ് 0.0475 ഇഞ്ച് എന്നാണ്. ഓക്കെ, മോസ്കിറ്റോ നെറ്റിന്റെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ, അതിന്റെ സൈസ് 0.0475 ഇഞ്ച് ആണ് വേണ്ടത്. നമ്പർ ഓഫ് ഹോൾസ് ഇൻ 1 സ്ക്വയർ ഇഞ്ച് എന്ന് പറയുന്നത് 150 ആണ്. ഓക്കെ, ഈ രണ്ടും ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ദെൻ സ്ക്രീനിങ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ ഇപ്പൊ ഡെങ്കു റിലവന്റ് ആയിട്ട് കാണുകയാണ് എങ്കിൽ, ഇപ്പൊ ഒരു അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവരാണെങ്കിൽ അതിന്റെ ചുറ്റും സ്ക്രീൻ ചെയ്യുക ഒരു നെറ്റൊക്കെ വെച്ചിട്ട്, അതിനെയാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ റിപ്പലൻസ്, നമ്മൾ മോസ്കിറ്റോ സ്പ്രേസ് ഒക്കെ അടിക്കില്ലേ, അതിൽ വരുന്ന ഒരെണ്ണമാണ് ഡൈഈഥൈൽ ടോൾവമൈഡ്. ഓക്കെ, അപ്പൊ ഈ 3 മെത്തേഡ്സും ആണ് നമ്മുടെ മോസ്കിറ്റോ കൺട്രോൾ മെഷേഴ്സിൽ പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റ്യന്റെ ആൻസർ പാരിസ് ഗ്രീൻ ഏത് തരം ലാർവിസൈഡിനാണ് ചോദിച്ചാൽ നമുക്കറിയാം അതൊരു സ്റ്റൊമക് പോയിസൺ ആണ്. അത് ഈ അനോഫിലസ് മോസ്കിറ്റോനെ കൊല്ലാനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ കമ്മിങ് ടു തേർഡ് ക്വസ്റ്റ്യൻ, IUCD ആക്ട് ബൈ. ഓക്കെ, intrauterine contraceptive devices acts by option A killing spermatozoa, option B aseptic inflammation of endometrium, option C increasing cervical mucosa, option D preventing the fertilization of ova. ഇതിന് ആൻസർ അറിയുന്നവരുണ്ടോ? എല്ലാരും ഉറങ്ങിയോ? പറഞ്ഞോളൂ. ടി ആണോ? ഡി. ആക്ച്വലി ഓക്കെ, ഞാൻ പറയാം. ഓപ്ഷൻ ബി. ഓക്കെ. സോ നമുക്ക് IUDസിനെ കുറിച്ചിട്ട് ചെറുതായിട്ടൊന്ന് പറയാം. IUDs എന്ന് പറയുമ്പോൾ നമുക്ക് 2 ടൈപ്പാണ് മെയിൻലി ഉള്ളത്. നോൺ മെഡിക്കേറ്റഡ് IUDസും മെഡിക്കേറ്റഡ് IUDസും. ഓക്കെ, നോൺ മെഡിക്കേറ്റഡ് IUDs എന്ന് പറഞ്ഞാൽ അതർവൈസ് കോൾഡ് ഫസ്റ്റ് ജനറേഷൻ IUDs. ഓക്കെ, ഫസ്റ്റ് ജനറേഷൻ IUDs എന്നാണ് നോൺ മെഡിക്കേറ്റഡ് IUDസിന് പറയുന്നത്. അത് ആക്ച്വലി നമ്മൾ ഇൻസേർട്ട് ചെയ്യണതാണ് ഇനേർട്ട് ആയിട്ടുള്ള IUDs ആണ്. അതിന് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിപ്പേഴ്സ് ലൂപ്പ് എന്നൊക്കെ പറയും. ഓക്കെ, ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് കാണുന്നതാണ് നോൺ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫസ്റ്റ് ജനറേഷൻ IUD. ഓക്കെ, ലിപ്പേഴ്സ് ലൂപ്പ് ആണ് എക്സാമ്പിൾ. അതിന് ഒരുപാട് ഡിഫറെന്റ് സൈസസ് ഒക്കെ പറയുന്നുണ്ട്. ഈ നോൺ മെഡിക്കേറ്റഡ് IUDs
നമുക്ക് ലൂപ്സ് ആയിട്ടും കോയിൽസ് ആയിട്ടും റിങ്സ് ആയിട്ടൊക്കെ നമുക്ക് കിട്ടും. യൂഷ്വലി ഡെവലപ്പിംഗ് കൺട്രീസിലൊക്കെ സ്റ്റിൽ യൂസ് ചെയ്യുന്നതല്ല, കൂടുതലും യൂസ് ചെയ്യുന്നത് നോൺ മെഡിക്കേറ്റഡ് ആയിട്ടുള്ള IUDs ആണ്. ദെൻ കമ്മിങ് ടു മെഡിക്കേറ്റഡ് IUDs. മെഡിക്കേറ്റഡ് IUDസിൽ 2 ടൈപ്പ് ഉണ്ട്. സെക്കൻഡ് ജനറേഷൻ IUDs, തേർഡ് ജനറേഷൻ IUDs. സെക്കൻഡ് ജനറേഷൻ IUDസിൽ വരുന്നതാണ് കോപ്പർ IUDs. കോപ്പർ കണ്ടെയ്നിങ് ആയിട്ടുള്ള ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ആണ് സെക്കൻഡ് ജനറേഷൻ. തേർഡ് ജനറേഷൻ IUDs ആണ് ഹോർമോൺ റിലീസിങ് IUDs. സോ ഹോർമോൺ റിലീസ് ചെയ്യാൻ പറ്റുന്ന IUDs, അതായത് ഹോർമോൺ കണ്ടെയ്നിങ് ആയിട്ടുള്ള സാധനങ്ങളാണ് അതിലുള്ളത്. സോ അതില് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് എല്ലാം പഠിക്കണം. നമുക്ക് ക്വസ്റ്റ്യൻ മിക്കവാറും വരാറുള്ളത് കോപ്പർ IUDസും ഹോർമോൺ റിലീസിങ് IUDസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ കോപ്പർ IUDസിനെ കുറിച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ കുറച്ച് ലാസ്റ്റിലോട്ട് വരുന്നുണ്ട്. സോ നമുക്ക് ഇതിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇറ്റ് ഇസ് ദ മോസ്റ്റ് എഫക്റ്റീവ് റിവേഴ്സിബിൾ കോൺട്രാസെപ്റ്റീവ്. ഓക്കെ, മോസ്റ്റ് എഫക്റ്റീവ് റിവേഴ്സിബിൾ കോൺട്രാസെപ്റ്റീവ് ആണ് IUDs. ബെസ്റ്റ് പോസ്റ്റ് പാർട്ടം കോൺട്രാസെപ്റ്റീവ്. ഓക്കെ, പോസ്റ്റ് പാർട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് ആണ് IUDs. സോ കമ്മിങ് ടു ദി മെക്കാനിസം ഓഫ് ആക്ഷൻ. സോ മെക്കാനിസം ഓഫ് ആക്ഷൻ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് അല്ലേ. സോ മോസ്റ്റ്ലി അക്സെപ്റ്റഡ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IUDs കോസസ് ഫോറിൻ ബോഡി റിയാക്ഷൻ. ഓക്കെ, സോ ഫോറിൻ ബോഡി റിയാക്ഷൻ ആണ് IUDs നമ്മുടെ യൂട്രസിൽ ഉണ്ടാക്കുന്നത്, കോസിംഗ് സെല്ലുലാർ ആൻഡ് ബയോകെമിക്കൽ ചേഞ്ചസ് ഇൻ എൻഡോമെട്രിയം ആൻഡ് യൂട്രൈൻ ഫ്ലൂയിഡ്സ് ആൻഡ് ഓൾസോ ഇംപെയർസ് വയബിലിറ്റി ഓഫ് ഗാമീറ്റ്സ്. സോ ഈ ഒരു നമുക്കറിയാം സെല്ലുലാർ ആൻഡ് ബയോകെമിക്കൽ ചേഞ്ചസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഫ്ലമേഷൻ ആണ് അല്ലേ. സോ ഒരു ഫോറിൻ ബോഡി റിയാക്ഷൻ ഉണ്ടാക്കിയിട്ട് ഇൻഫ്ലമേഷൻ ആണ്, ആക്ച്വലി ഒരു അക്യൂട്ട് ഇൻഫ്ലമേഷൻ ആണ് നമ്മുടെ എൻഡോമെട്രിയത്തിൽ ഉണ്ടാക്കുന്നത്. സോ ഇത് ക്വസ്റ്റ്യനിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന്റെ ആൻസർ വരുന്നത് B ആണ്, ഫോറിൻ ബോഡി റിയാക്ഷൻ. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ അതാണ് ഓപ്റ്റ് ചെയ്യേണ്ടത്. ഇവിടെ ചോദിച്ചത് സെല്ലുലാർ ആൻഡ് ബയോകെമിക്കൽ ചേഞ്ചസ് അല്ലെങ്കിൽ അക്യൂട്ട് ഇൻഫ്ലമേഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ഈ IUDs ആക്ച്വലി ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. അത് മാത്രമല്ല, ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതിന്റെ കൂടെ തന്നെ നമ്മുടെ ഗ്യാമേറ്റ്സിന്റെ വയബിലിറ്റി ഇമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. സോ നമുക്ക് അവിടെ ഫെർട്ടിലൈസേഷൻ ആണ് റെഡ്യൂസ് ചെയ്യുന്നത് റാദർ ദാൻ ഇംപ്ലാന്റേഷൻ. ഓക്കെ, അപ്പോൾ ഗ്യാമേറ്റ്സിന്റെ വയബിലിറ്റി കുറയുമ്പോൾ തന്നെ നമ്മൾ ഫെർട്ടിലൈസേഷനുള്ള സാധ്യത കുറയും. അങ്ങനെയാണ് അതിന്റെ മെയിൻ മോഡ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മെക്കാനിസം ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത്. എസ്പെഷ്യലി കോപ്പർ IUDs. ഓക്കെ, കോപ്പർ IUDs ഇൻഫ്ലമേഷൻ മാത്രമല്ല, സ്പേം മോട്ടിലിറ്റിനെയും കപ്പാസിറ്റേഷനും ഒക്കെ അത് എഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഹോർമോൺ റിലീസിങ് IUDs എസ്പെഷ്യലി വിസ്കോസിറ്റി കൂട്ടിയിട്ട്, അതായത് സെർവിക്കൽ മ്യൂക്കോസിന്റെ വിസ്കോസിറ്റി കൂട്ടിയിട്ട് സ്പേമിന്റെ അതായത് മൂവ്മെന്റ്സ് കുറക്കാണ് ചെയ്യുന്നത്, അതായത് പ്രിവെന്റ് സ്പേം ഫ്രം എന്ററിങ് യൂട്രസ്. ഓക്കെ, സോ ആൻഡ് ഓൾസോ ഈ ഹോർമോൺ റിലീസിങ് IUDസിലൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ആണ്. ഹൈ ലെവൽ ഓഫ് പ്രൊജസ്ട്രോണും അതുപോലെ തന്നെ ലോ ലെവൽ ഓഫ് ഈസ്ട്രജനും ഇംപ്ലാന്റേഷനെ പ്രിവെന്റ് ചെയ്യും. സോ നമ്മളിപ്പോൾ സ്പെസിഫിക് ആയിട്ട് IUDs മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ഫെർട്ടിലൈസേഷൻ ആണ് പ്രിവെന്റ് ചെയ്യുന്നത്. പക്ഷെ നമ്മളത് ഹോർമോൺ റിലീസിങ് ഡിവൈസസ് ഇംപ്ലാന്റേഷനും പ്രിവെന്റ് ചെയ്യുന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം ഈ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മുടെ അസെപ്റ്റിക് ഇൻഫ്ലമേഷൻ ഓഫ് എൻഡോമെട്രിയം എന്നാണ്. ഓക്കെ, സോ നമ്മൾ ഒരു ഐഡിയൽ ആയിട്ടുള്ള IUD കാൻഡിഡേറ്റിന് വേണ്ട ക്വാളിറ്റീസ് നമ്മളെ ബുക്കിൽ പറയുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് 1 ചൈൽഡ്, ഒരു കുട്ടിയെങ്കിലും വേണം. നോ ഹിസ്റ്ററി ഓഫ് പെൽവിക് ഡിസീസസ്, നോർമൽ മെൻസസ്, willing to check IUD tail, has access to follow up and treatment of potential problems. അതായത് എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫോളോ അപ്പ് എടുക്കാനൊക്കെ തയ്യാറായിരിക്കണം. മോണോഗ്യാമസ് റിലേഷൻഷിപ്പ്. ഇത്രയും കാര്യങ്ങളാണ് IUD കാൻഡിഡേറ്റിന് വേണ്ട ഐഡിയൽ ക്വാളിഫിക്കേഷൻസ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1 ചൈൽഡ് വേണം, പെൽവിക് ഡിസീസസ് ഒന്നും പാടില്ല, നോർമൽ മെൻസസ് ആയിരിക്കണം, IUD ടെയിൽ കുറച്ച് പുറത്തോട്ട് നിൽക്കുന്ന സംഭവമാണ്, അത് ചെക്ക് ചെയ്യാനുള്ള വില്ലിങ്നെസ് കാണിച്ചിരിക്കണം. പിന്നെ ട്രീറ്റ്മെന്റ് ആൻഡ് പൊട്ടൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫോളോ അപ്പ് എടുത്തിരിക്കണം. മോണോഗ്യാമസ് റിലേഷൻഷിപ്പ് ആയിരിക്കണം. ഓക്കെ, സോ ഇതും ക്വസ്റ്റ്യനിൽ ചോദിക്കാവുന്ന ഒരു ഏരിയ ആണ്, അതുകൊണ്ടാണ് ഞാൻ ഈ സ്ലൈഡ് ഇട്ടത്. സോ കമ്മിങ് ടു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അത് 2023 ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതായത് ഞാൻ എക്സാം എഴുതിയിട്ടുള്ള PSCക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് ഇൻക്ലൂഡ്സ് ഓൾ എക്സെപ്റ്റ്. Physical quality of life index include all except infant mortality, life expectancy at age 1, per capita income, literacy. ഇതിന് ആൻസർ അറിയുന്നവർ പറഞ്ഞോളൂ. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. എല്ലാരും ഉറങ്ങിയോ? ഓപ്ഷൻ ഇല്ലേ എല്ലാരും?
സി. ഓപ്ഷൻ സി. ഓക്കെ. സോ നമുക്ക് രണ്ട് ഇൻഡെക്സ് ആണ് ഇവിടെ പഠിക്കാനുള്ളത്. ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സും ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സും. ഓക്കെ. അപ്പൊ ഈ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സിന് നമുക്ക് ഇൽന്ന് വെച്ച് പഠിക്കാം. ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന് കിൽന്നും പഠിക്കാം. ഓക്കെ. അപ്പൊ നമ്മളത് മറന്നു പോവില്ല. അപ്പം എന്താണ് PQLI? PQLI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷന്റെ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് അളക്കുന്ന ഇൻഡെക്സ് ആണ് PQLI അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. അതിന് 3 കോമ്പണൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഇൻഫന്റ് മോർട്ടാലിറ്റി, അതായത് ശിശു മരണ നിരക്ക് എന്ന് പറയും. ലിറ്ററസി, സാക്ഷരതാ നിരക്ക്. പിന്നെ അതുപോലെ തന്നെ ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ഏജ് 1, അതായത് ഒരു വയസ്സുള്ള ഒരു ചൈൽഡ്, അതായത് ഒരു വയസ്സുള്ള ഒരു കുട്ടി ഇനി ശരാശരി എത്ര വർഷം ജീവിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിനെയാണ് ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ഏജ് 1. ഈ 3 കോമ്പണൻസും ആണ് PQLIയിലുള്ളത്. അതായത് ഇൻഫന്റ് മോർട്ടാലിറ്റി, ലിറ്ററസി, ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ഏജ് 1. ഇനി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ ടോട്ടൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് അളക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡെക്സ് ആണ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ഓക്കെ. അതിൽ 3 ഡയമെൻഷൻസ് ആണ് വരുന്നത്. നമ്മളിപ്പോ ഒരു രാജ്യത്തിന്റെ ഒരു ടോട്ടൽ ഡെവലപ്മെന്റ് അടക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അത് രാജ്യത്തിന്റെ ഇൻകം മാത്രം നോക്കിയാൽ പോരാ. ഇതിൽ മെയിൻ ആയിട്ട് വരുന്നത് ലോങ്വിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യം. അതായത് ഒരു ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ബർത്ത്, അതായത് ജനിക്കുന്ന ഒരു കുട്ടി ഇനി ശരാശരി എത്ര കാലം ജീവിച്ചിരിക്കും എന്നുള്ളതാണ് ലോങ്വിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ നോളജ്, അതായത് നമ്മൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, അത് ലിറ്ററസി വരാം, സാക്ഷരത വരാം, നമ്മൾ എത്ര കാലം സ്കൂളിൽ പോയി എന്നുള്ളതും അതാണ് നോളജ് എന്ന് പറയുന്നത്. ലിറ്ററസി റേറ്റ് ആൻഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ്. മൂന്നാമത്തത് ഇൻകം ആണ്. ഇൻകം എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിത നിലവാരമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് GDP പെർ ക്യാപിറ്റൽ. ഓക്കെ. അതായത് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, അതായത് GDP പെർ ക്യാപിറ്റ ആണ് ഇൻകം എന്ന് പറഞ്ഞാൽ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് PQLIയിലും HDIയിലും ഉള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ഇതിൽ മാറി മാറി ചോദിക്കാം. നിങ്ങൾക്ക് ഒരിക്കലും തെറ്റിപ്പോവരുത്. പിന്നെ അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 0 to 100 ആണ് ഇൻ കേസ് ഓഫ് PQLI. HDI ആണെങ്കിൽ 0 to 1 ആണ് പറയുന്നത്. ഓക്കെ. സോ ഇവിടെ ആൻസർ വരുന്നത് CN ആണ്, പെർ ക്യാപിറ്റ ഇൻകം. അപ്പൊ PQLIന്റെ കോമ്പണൻസ് ആണ് ഇൻഫന്റ് മോർട്ടാലിറ്റിയും ലൈഫ് എക്സ്പെക്ടൻസി അറ്റ് ഏജ് 1ഉം ലിറ്ററസി. നമ്മുടെ HDIന്റെ കോമ്പണൻസ് ആണ് നമ്മുടെ ഇൻകം, അതായത് പെർ ക്യാപിറ്റ ഇൻകം, നോളജ് ആൻഡ് ലോങ്വിറ്റി. ഓക്കെ. Then coming to the second question, which committee gave the concept of primary health center as a basic health unit to provide comprehensive health care to rural people? So ഇത് നമുക്ക് അങ്ങനെ എല്ലാവരും പഠിക്കാൻ സാധ്യതയില്ല, പഠിച്ചിട്ടുള്ളവരുണ്ടാകും. ഇതിൽ 4 ഓപ്ഷനാണ് കൊടുത്തിട്ടുള്ളത്. ഓപ്ഷൻ എ മുദല്ലിയാർ കമ്മിറ്റി, ഓപ്ഷൻ ബി ബോർ കമ്മിറ്റി, ഓപ്ഷൻ സി കാത്ത സിംഗ് കമ്മിറ്റി, ഓപ്ഷൻ ഡി ശ്രീവാസ്തവ കമ്മിറ്റി. ഇതിന്റെ ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. ഓപ്ഷൻ ബി ബോർ കമ്മിറ്റി. ഓക്കെ. സോ നമുക്ക് ഈ ഒരു 4 കമ്മിറ്റി, കുറച്ചും കൂടെ കമ്മിറ്റികളൊക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും പറയുന്നില്ല, സമയമില്ലാത്തതുകൊണ്ട് ഈ 4 കമ്മിറ്റി ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ആയിട്ട് ഓടിച്ചു പോവാം. ബോർ കമ്മിറ്റി എന്ന് പറഞ്ഞത് പ്രപ്പോസ് ചെയ്തത് 1946 ആണ്. അപ്പൊ നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ടാവും, ഇതെന്താണ് ഇപ്പൊ ഈ ഇങ്ങനെ ഓരോ പേര് പറയുന്നത്, ബോർ കമ്മിറ്റി, ശ്രീവാസ്തവ കമ്മിറ്റി, കാത്ത സിംഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട്, അത് എന്തുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ആക്ച്വലി ഗവൺമെന്റ് ഒരു പെർട്ടിക്കുലർ ഹെൽത്ത് പ്രോബ്ലം അല്ലെങ്കിൽ ഒരു സ്റ്റഡി അന്വേഷിക്കാൻ ഒരു കമ്മിറ്റിയെ അപ്പോയിന്റ് ചെയ്യുക. ഈ കമ്മിറ്റിക്ക് സാധാരണയായി അതിന് നേതൃത്വം നൽകുന്ന അല്ലെങ്കിൽ അതിന്റെ ചെയർമാന്റെ പേരിലാണ് അത് പിന്നീട് അറിയപ്പെടുന്നത്. അപ്പം ഈ ഒരു കമ്മിറ്റീസിലൊക്കെ ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ചെയർമാന്റെ പേരിലാണ് ഈ കമ്മിറ്റിയൊക്കെ അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ഫസ്റ്റ് കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഈ പേരൊക്കെ ഇങ്ങനെ വന്നത്. സോ ഈ ബോർ കമ്മിറ്റി വന്നത് 1946 ഓക്കെ, നമ്മുടെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന്റെ ഒരു വർഷം മുമ്പ് 1946 ബോർ കമ്മിറ്റി നിലവിൽ വന്നത്. അത് ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി എന്നാണ് പറയുന്നത്. ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി എന്നാണ് പറയുന്നത്. അത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1943 അത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള പ്രപ്പോസൽ കൊണ്ടുവന്നത്. പിന്നെയാണ് അത് 1946 ബോർ കമ്മിറ്റി ആയിട്ട് വന്നത്. സോ സർ ജോസഫ് ബോർ ആണ് അതിന്റെ ചെയർമാൻ. അതിന്റെ കൺസെപ്റ്റ് ആണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ആൻഡ് കോംപ്രിഹെൻസീവ് ഹെൽത്ത് കെയർ ആൻഡ് ഐഡിയ ഓഫ് ദ പ്രൈമറി ഹെൽത്ത് കെയർ. അത് രണ്ടും കൊണ്ടുവന്നത് ബോർ കമ്മിറ്റിയാണ്. പിന്നെ ഓൾസോ റെക്കമെൻഡഡ് മേജർ ചേഞ്ചസ് ഇൻ ദ മെഡിക്കൽ എഡ്യൂക്കേഷൻ.
അതായത് 3 മന്ത്, അതായത് 3 മാസത്തെ ട്രെയിനിങ്, ഇത് അതായത് പ്രിവെന്റീവ് ആൻഡ് സോഷ്യൽ മെഡിസിനിൽ 3 മാസത്തെ ട്രെയിനിങ് കൊടുക്കാനും പ്രപ്പോസൽ വന്നിട്ടുള്ളത് ബോർഡ് കമ്മിറ്റിയിലാണ്. അങ്ങനെ ഒരു സോഷ്യൽ ഫിസിഷ്യൻ ആക്കി മാറ്റുക എന്നുള്ളതാണ് അവരുടെ അന്നത്തെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നത്. സോ അത് നിങ്ങൾ ഓർത്ത് വെക്കുക. ജസ്റ്റ് ഐഡിയ ഓഫ് പ്രൈമറി ഹെൽത്ത് കെയർ എന്നെങ്കിലും ഓർത്ത് വെക്കുക. ബോർഡ് കമ്മിറ്റിയാണ് കൊണ്ടുവന്നത്. രണ്ടാമത്തതാണ് മുതലിയാർ കമ്മിറ്റി 1962. ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി എന്നാണ് ഇതിന് പറയുന്നത്. മറ്റേത് ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി ആയിരുന്നു. ഇത് ഹെൽത്ത് സർവേ ആൻഡ് പ്ലാനിംഗ് കമ്മിറ്റി. സ്ട്രെങ്തനിങ് ഓഫ് ദി എക്സിസ്റ്റിംഗ് PHC. ഓൾറെഡി നമ്മൾ പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സ് ബോർഡ് കമ്മിറ്റി കൊണ്ടുവന്നു. അതിന്റെ സ്ട്രെങ്തനിങ് ആണ് മുതലിയാർ കമ്മിറ്റി ചെയ്തിട്ടുള്ളത്. പിന്നെ രണ്ടാമത്തത് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് വിത്ത് സ്പെഷ്യലൈസ്ഡ് സർവീസസ്. സ്ട്രെങ്തനിങ് ഓഫ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽസ് വിത്ത് സ്പെഷ്യലിസ്റ്റ് സർവീസസ്. മൂന്നാമത്തത് ഈച്ച് PHC നോട്ട് ടു സെർവ് മോർ ദാൻ 40,000 പോപ്പുലേഷൻ. ഓക്കെ, 40,000 പോപ്പുലേഷന് ഓരോ PHC ആയിട്ട് അന്ന് കൊണ്ടുവന്നു. ദെൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓൾ ഇന്ത്യ സർവീസ്, ഓൾ ഇന്ത്യ ഹെൽത്ത് സർവീസ് ഓൺ ദ പാറ്റേൺ ഓഫ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. ഓക്കെ, സോ ഓൾ ഇന്ത്യൻ ഹെൽത്ത് സർവീസ് കൊണ്ടുവന്നതും മുതലിയാർ കമ്മിറ്റിയാണ്. അപ്പം ഈ ഒരു ബോൾഡ് ആയിട്ട് കൊടുത്തതും ഡിഫറെന്റ് കളറിൽ കൊടുത്തതും ഒക്കെ ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്ത് വെക്കേണ്ടത് എക്സിസ്റ്റിംഗ് PHCന്റെ സ്ട്രെങ്തനിങ് കൊണ്ടുവന്നത് മുതലിയാർ കമ്മിറ്റി എന്നുള്ളതാണ്. മൂന്നാമത്തതാണ് കർട്ടാ സിംഗ് കമ്മിറ്റി ഇൻ 1973. അത് കൊണ്ടുവന്ന മെയിൻ കാര്യമാണ് മൾട്ടി പർപ്പസ് വർക്കർ. ഓക്കെ, സോ മൾട്ടി പർപ്പസ് വർക്കർ അണ്ടർ ഹെൽത്ത് ആൻഡ് ഫാമിലി പ്ലാൻ ആൻഡ് ഓൾസോ ഹെൽത്ത് ഫാമിലി പ്ലാനിങ്. ഓക്കെ, സോ മൾട്ടി പർപ്പസ് വർക്കേഴ്സിനെ ഫാമിലി പ്ലാനിങ് കൊണ്ടുവന്നത് കർട്ടാ സിംഗ് കമ്മിറ്റിയാണ്. ANM അതായത് ഓക്സിലറി നഴ്സ് മിഡ്വൈഫ് എന്നുള്ളത് മാറ്റിയിട്ട് ഫീമെയിൽ ഹെൽത്ത് വർക്കർ ആക്കി. ആൻഡ് ഓൾസോ ബേസിക് ഹെൽത്ത് വർക്ക്സ്, മലേറിയ സർവൈലൻസ് വർക്കേഴ്സ്, വാക്സിനേറ്റേഴ്സ് ഒക്കെ മെയിൽ ഹെൽത്ത് വർക്കിൽ നിന്നും ആക്കി മാറ്റിയത് കർട്ടാ സിംഗ് കമ്മിറ്റിയാണ്. പിന്നെ ഇവിടെ 1 PHC ഫോർ 50,000 പോപ്പുലേഷൻ ആക്കി. നേരത്തെ 1 PHC ഫോർ 40,000 പോപ്പുലേഷൻ ആയിരുന്നു. അത് കർട്ടാ സിംഗ് കമ്മിറ്റി വന്ന സമയത്ത് 50,000 പോപ്പുലേഷൻ ആക്കി. ഓക്കെ, അപ്പൊ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് മൾട്ടി പർപ്പസ് വർക്കേഴ്സും ഫാമിലി പ്ലാനിങ്ങും ആണെന്നുള്ളത് ഓർത്ത് വെക്കുക. Then coming to Srivastava Committee 1975, set up as Group on Medical Education and Support Manpower. അതിൽ പറഞ്ഞ വേറൊരു കാര്യമാണ് റെഫറൽ സർവീസ് കോംപ്ലക്സ്. ഡെവലപ്മെന്റ് ഓഫ് എ റെഫറൽ സർവീസ് കോംപ്ലക്സ് കൊണ്ടുവന്നത് ശ്രീവാസ്തവ കമ്മിറ്റിയാണ്. ആൻഡ് ഓൾസോ മെഡിക്കൽ ആൻഡ് ഹെൽത്ത് എഡ്യൂക്കേഷൻ കമ്മീഷൻ കൊണ്ടുവന്നതും ശ്രീവാസ്തവ കമ്മിറ്റിയാണ്. അപ്പം ഈ 4 കാര്യത്തിലും നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. പിന്നെ ഓൾസോ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർ. ഓക്കെ, ക്രിയേഷൻ ഓഫ് ബാൻഡ്സ് ഓഫ് പാര പ്രൊഫഷണൽ ആൻഡ് സെമി പ്രൊഫഷണൽ ഹെൽത്ത് വർക്കേഴ്സ് ഫ്രം കമ്മ്യൂണിറ്റി ഹെൽത്ത്, അതായത് കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കേഴ്സിന്റെ കാര്യമാണ് അവിടെ പറയുന്നത്. സോ ഈ 4 കമ്മിറ്റിയിലും നമ്മൾ ഓർത്ത് വെക്കേണ്ടത്, ബോർഡ് കമ്മിറ്റി ആണെങ്കിൽ PHCന്റെ കാര്യം ഓർത്ത് വെക്കുക, മുതലിയാർ കമ്മിറ്റി ആണെങ്കിൽ സ്ട്രെങ്തനിങ് PHC, കർട്ടാ സിംഗ് കമ്മിറ്റി ആണെങ്കിൽ മൾട്ടി പർപ്പസ് വർക്കർ, ശ്രീവാസ്തവ കമ്മിറ്റി ആണെങ്കിൽ കമ്മ്യൂണിറ്റി ഹെൽത്ത് വർക്കർ. പിന്നെ ഒരു ശ്രദ്ധ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ടൊരു കമ്മിറ്റി കൂടെ ഉണ്ട്. അതിൽ മലേറിയ സർവിലൻസും ഫാമിലി പ്ലാനിങ്ങും ആണ് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. സോറി, ഈ കർട്ടാ സിംഗ് കമ്മിറ്റിയിൽ മൾട്ടി പർപ്പസ് വർക്കേഴ്സ് അണ്ടർ ഹെൽത്ത് ആൻഡ് ഫാമിലി പ്ലാനിംഗ് എന്നാണ് കേട്ടോ. അത് ഓർത്തേക്ക്. ഫാമിലി പ്ലാനിങ്ങിന്റെ കൂടുതലായിട്ട് കൊണ്ടുവന്നത് ചദ്ദ കമ്മിറ്റിയാണ്. അതിന് ശേഷമാണ് ഈ കർട്ടാ സിംഗ് കമ്മിറ്റി വന്നത്. അത് ഇതിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് കൊടുക്കാതിരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. നമുക്ക് കുറച്ച് ബോറടിക്കുന്ന ടോപ്പിക്കാണ് ഇതൊക്കെ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് നിങ്ങളൊന്ന് റെഫർ ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, സോ ഇതിന് ആൻസർ ബോർഡ് കമ്മിറ്റി എന്നാണ്. Then coming to third question, open vial policy is applicable to all vaccines except. Okay, open vial policy. Option A DPT, option B hepatitis B, option C oral polio vaccine, option D measles or MR vaccine. ഇതിന്റെ ആൻസർ അറിയുന്നവർ പറഞ്ഞോളൂ. Measles. Okay, so answer correct ആണ്. സോ കമ്മിങ് ടു ഓപ്പൺ വയൽ പോളിസി. ഓപ്പൺ വയൽ പോളിസി നമ്മുടെ പഴയ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ചെറിയൊരു ടോപ്പിക്കായിട്ട് കൊടുത്തതാണ്. പക്ഷെ പുതിയ എഡിഷനിൽ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. സോ ഓപ്പൺ വയൽ പോളിസി നമ്മുടെ WHO കൊണ്ടുവന്നത് 2005-ലാണ്. ഇന്ത്യയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തത് 2015-ലാണ്. WHO അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ ടു റെഡ്യൂസ് വാക്സിൻ വേസ്റ്റേജ്, അതുപോലെ തന്നെ അതായത് നമ്മുടെ വാക്സിന്റെ അവൈലബിലിറ്റി കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ WHO ഈ ഓപ്പൺ വയൽ പോളിസി കൊണ്ടുവന്നത്. ആക്ച്വലി ഓപ്പൺ വയൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ
ഇപ്പോൾ വാക്സിനേഷന്റെ സമയത്ത് നമ്മൾ വാക്സിന്റെ കണ്ടെയ്നർ അല്ലെങ്കിൽ വയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത്. സോ ഇതിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഓർത്ത് വെക്കാനുള്ള ഒരു എളുപ്പ വഴി എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൺലി ലിക്വിഡ് വാക്സിൻസ്, അതായത് ഓപ്പൺ വയൽ പോളിസി അപ്ലൈ ചെയ്തിരിക്കുന്നത് ഓൺലി ലിക്വിഡ് വാക്സിൻസിന് മാത്രമാണ്. സോ നമ്മൾ ഓർത്ത് വെക്കുക, ലിക്വിഡ്സ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. പൗഡർ ആയിട്ടുള്ള വാക്സിൻസ് ആണെങ്കിൽ പ്ലസ് ഡൈലൂട്ടൻറ്റും കൂടെ വരുമ്പോൾ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മൾ ത്രോ ചെയ്യണം എന്ന് ഓർത്ത് വെക്കുക. ഇഫ് യു മിക്സ് ഇറ്റ് യു മസ്റ്റ് ഡിച്ച് ഇറ്റ്, അങ്ങനെ ഓർത്ത് വെച്ചാൽ മതി. ഈ ഓപ്പൺ വയൽ പോളിസിയിൽ നമ്മൾ ഇതേപോലത്തെ ഒരു പിക്ചർ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കാണാൻ പറ്റും. ഇതുപോലൊരു നമ്മുടെ വാക്സിന്റെ ഒരു ബോട്ടിലിന്റെ ഒരു പിക്ചർ കുറച്ച് വലുതാക്കി കൊടുത്തിട്ടില്ല, കുറച്ചും കൂടി കാര്യങ്ങൾ അതിലുണ്ട്. ഞാൻ എല്ലാം കൊടുത്തിട്ടില്ല, ജസ്റ്റ് ബ്രീഫ് ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് അതിലുള്ള. എല്ലാം ഇമ്പോർട്ടന്റ് ആണ്, എവിടുന്ന് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. കാരണം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച ഒരു സ്ഥിതിക്ക് നമുക്ക് ആ ഭാഗത്ത് നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതേ ഉള്ളൂ. സോ ഓപ്പൺ വയൽ പോളിസി അപ്ലൈ ആവുന്ന വാക്സിൻസ് ഏതൊക്കെയാണെന്നുള്ളത് അതിൽ നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക. അതായത് ഏതാണെന്നുള്ളത് ഡസ് നോട്ട് അപ്ലൈ അല്ലെങ്കിൽ അപ്ലൈ ഏതെങ്കിലും ഒരെണ്ണം പഠിച്ചു വെക്കുക. അപ്പം ഇതിൽ പറയുന്നുണ്ട് ഓപ്പൺ വയൽ പോളിസി അപ്ലൈഡ് ഓൺലി ഫോർ DPT, tetanus toxoid, hepatitis B, OPV, liquid pentavalent, PCV and injectable IPV. PCV എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയില്ലേ? ഓക്കെ, PCV എന്ന് പറഞ്ഞാൽ ന്യൂമോകോക്കൽ കോൺജുഗേറ്റ് വാക്സിൻ ആണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഓപ്പൺ വയൽ പോളിസി അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. അത് അപ്ലിക്കബിൾ അല്ലാത്ത വാക്സിൻസ് മീസിൽസ് വാക്സിൻ, BCG, ജപ്പാനീസ് എൻസെഫലൈറ്റിസ് വാക്സിൻ, റോട്ടാ വൈറസ് വാക്സിൻ. അപ്പം ഇത് അറ്റ്ലീസ്റ്റ് ഇതെങ്കിലും നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. സോ ഈ ഓപ്പൺ വയൽ പോളിസിനെ പറ്റി പറയുന്ന സമയത്ത് വേറൊരു കാര്യം പറയാനുള്ളത് കണ്ടീഷൻസ് ഫോർ റീയൂസിങ് ആൻഡ് ഓപ്പൺഡ് വയൽ. ഓക്കെ, നമുക്ക് ഈ ഒരു വയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ 4 weeks വരെ യൂസ് ചെയ്യാൻ പറ്റും. ഓൺലി ഇഫ്, അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ ഓപ്പൺഡ് വയൽസ് യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്സിൻസ് ഉണ്ടല്ലോ, അതിൽ തന്നെ കുറെ കണ്ടീഷൻസ് അപ്ലൈ ആണ്. ഓക്കെ, 4 weeks വരെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. എക്സ്പയറി ഡേറ്റ് വാലിഡ് ആണെങ്കിൽ, കോൾഡ് ചെയിൻ മെയിൻറ്റൈൻഡ് ആണെങ്കിൽ, അതായത് ട്രാൻസ്പോർട്ടിനും സ്റ്റോറേജിനും ഒക്കെ കോൾഡ് ചെയിൻ മെയിൻറ്റൈൻ ആണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. വയൽ സെപ്റ്റം നോട്ട് സബ്മേർജ്ഡ് ഇൻ വാട്ടർ ഓർ കണ്ടാമിനേറ്റഡ്, അസെപ്റ്റിക് ടെക്നിക്സ് യൂസ്ഡ് ഫോർ എവറി ഡോസ്, വാക്സിൻ വയൽ മോണിറ്റർ ഹാസ് നോട്ട് റീച്ച്ഡ് ഡിസ്കാർഡഡ് പോയിന്റ്. ഇത്രയും കണ്ടീഷൻസ് അതിൽ അപ്ലൈ ആയാൽ മാത്രമാണ് നമുക്ക് ആ ഓപ്പൺ വയൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആക്ച്വലി ഓരോ സെഷൻ കഴിയുമ്പോഴും അപ്പൊ നമ്മൾ ഈ ഒരു വയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും അത് വെള്ളത്തിലോ അല്ലെങ്കിൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള കണ്ടീഷനിലോ അത് വെക്കാൻ പാടില്ല. നമ്മൾ അത് എപ്പോഴാണ് ഓപ്പൺ ചെയ്യണത് വെച്ചാൽ അത് റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിന്റെ ഡേറ്റ്, ടൈം ഓഫ് ഓപ്പണിങ്, അത് ഓരോന്നും നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. അത് ഓരോ സെഷൻ കഴിയുമ്പോഴും അത് നമ്മുടെ കോൾഡ് ചെയിൻ പോയിന്റിലേക്ക് തിരിച്ചെത്തിക്കണം. എന്നിട്ട് ഈ കോൾഡ് ചെയിനിൽ നിന്നാണ് അത് സെഗ്രിഗേറ്റ് ചെയ്യുന്നത്, റീയൂസബിൾ ആണോ നോൺ റീയൂസബിൾ ആണോ എന്നുള്ളത്. റീയൂസബിൾ ആണെങ്കിൽ അത് 48 hours ഒബ്സർവേഷനിൽ വെക്കും, അല്ലെങ്കിൽ നെക്സ്റ്റ് സെഷൻ വരെ അവിടെ വെക്കും. അപ്പൊ എന്തെങ്കിലും അഡ്വേഴ്സ് ഇവന്റ് നടക്കുന്നുണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും അഡ്വേഴ്സ് ഇവന്റ് അതിന് ശേഷം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് ഡിസ്കാർഡ് ചെയ്യുക, അതില്ലെങ്കിൽ അത് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ നോൺ റീയൂസബിൾ ആണെങ്കിൽ അത് ഓൾറെഡി ഡിസ്കാർഡഡ് ആണ്. റീയൂസബിൾ ഐറ്റംസിനാണ് ഈ അഡ്വേഴ്സ് ഇവന്റ് ഉണ്ടോ നടക്കുന്നുണ്ടോ നോക്കുക, അത് ഉണ്ടെങ്കിൽ ഡിസ്കാർഡ് ചെയ്യുക, അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്തിട്ട് കോൾഡ് ചെയിൻ പോയിന്റ് വഴി, അതായത് ട്രാൻസ്പോർട്ട് ചെയ്യാന്നുള്ളതാണ്. അതായത് നമ്മൾ ഒരു സിപ്പർ ബാഗിൽ ഐസ് പാക്സ് ഒക്കെ വെച്ചിട്ട് നമ്മളത് ക്യാരി ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഓപ്പൺ വയൽ പോളിസിനെ കുറിച്ചിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ഉള്ളത്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നിങ്ങൾക്ക് റെഫർ ചെയ്ത് നോക്കാം. ഓക്കെ, സോ അതിന്റെ ആൻസർ വരുന്നത് മീസിൽസ് വാക്സിൻ തന്നെയാണ് കേട്ടോ. സോ കമ്മിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ് അബൌട്ട് മലേറിയ? ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് മാൻ ഈസ് ദ ഡെഫിനറ്റീവ് ഹോസ്റ്റ്. രണ്ടാമത്തത് ഫോം ഓഫ് പാരസൈറ്റ് ഇൻഫെക്റ്റീവ് ടു മോസ്കിറ്റോ ഈസ് ഗ്യാമറ്റോസൈറ്റ്സ്. തേർഡ് വൺ, ആനുവൽ ബ്ലഡ് എക്സാമിനേഷൻ റേറ്റ് ഈസ് എ മെഷർ ഓഫ് മലേറിയ ഇൻസിഡൻസ്. അപ്പം ഇതിൽ നിന്ന് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഓൺലി 1, ഓപ്ഷൻ ബി ഓൺലി 2, ഓപ്ഷൻ സി ഓൺലി 1 and 3, ഓപ്ഷൻ ഡി ഓൺലി 2 and 3. സോ ഇതിന്റെ ആൻസർ അറിയുന്നവരുണ്ടോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്? ഓപ്ഷൻ പറഞ്ഞോളൂ. ഓപ്ഷൻ ബി ഓൺലി 2. ഓക്കെ, then any other option?
Option D. ഓക്കെ. സോ ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. ഇതില് നമുക്കറിയാം മാൻ ഈസ് ദ ഡെഫിനറ്റീവ് ഹോസ്റ്റ്. ഫസ്റ്റ് ഓപ്ഷൻ ആണ് മാൻ ഈസ് ദ ഡെഫിനറ്റീവ് ഹോസ്റ്റ്. ആക്ച്വലി മലേറിയന്റെ ഡെഫിനറ്റീവ് ഹോസ്റ്റ് മാൻ ആണോ? ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അല്ല. അല്ല. അതായത് നമ്മുടെ ഡെഫിനറ്റീവ് ഹോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഓഫ് ദ പാരസൈറ്റ് നടക്കുന്നത് അതിനെയാണ് നമ്മൾ ഡെഫിനറ്റീവ് ഹോസ്റ്റ് എന്ന് പറയാം, അല്ലെ? അതെല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇൻ കേസ് ഓഫ് നമ്മുടെ മലേറിയ, ഫീമെയിൽ അനോഫ്ലസ് മോസ്കിറ്റോ ആണ് അതിന്റെ വെക്ടർ. അപ്പോൾ അതിന്റെ അതായത് ഫീമെയിൽ അനോഫ്ലസ് മോസ്കിറ്റോയിലാണ് നമ്മുടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഓക്കെ, പാരസൈറ്റിന്റെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഫേസ് നടക്കുന്നത് മോസ്കിറ്റോയിലാണ്. ഓക്കെ, സോ ഹലോ, PPT വിസിബിൾ ആണോ? അല്ല. അല്ല. സോ ഞാൻ കുറച്ച് സ്പീഡ് ആക്കുന്നുണ്ട്. ആക്ച്വലി സമയം കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ കണക്ട് ചെയ്ത് നമുക്ക് സ്കീം പറയാൻ പറ്റുള്ളൂ. ഒറ്റയടിക്ക് അങ്ങ് പറഞ്ഞു പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ്. സോ കുറച്ചും കൂടി സ്പീഡിൽ പറയാം. അപ്പം നമുക്കറിയാം മലേറിയൽ ഇൻഫെക്ഷൻ പറയുന്ന സമയത്ത് അതിന്റെ മാൻ ആക്ച്വലി ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ് ആണ്. ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ആണ് ഡെഫിനറ്റീവ് ഹോസ്റ്റ്. ഓക്കെ, അപ്പൊ ആ ക്വസ്റ്റ്യന്റെ ആൻസറിൽ ഫസ്റ്റ് ഓപ്ഷൻ മാൻ ഈസ് ദ ഡെഫിനറ്റീവ് ഹോസ്റ്റ് എന്നായിരുന്നു. അത് തെറ്റാണ്. മാൻ ഈസ് ദ ഇന്റർമീഡിയറ്റ് ഹോസ്റ്റ്. ഓക്കെ, ദെൻ രണ്ടാമത്തെ കാര്യം, ഈ പിക്ചർ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ആക്ച്വലി നമ്മുടെ മലേറിയയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഫീമെയിൽ മോസ്കിറ്റോ നമ്മുടെ ഒരു ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മലേറിയ ഉള്ള ഒരു പേഷ്യന്റിനെ പോയിട്ട് ഫൈറ്റ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ടേക്സ് അപ്പ് ഗ്യാമേറ്റ്സ് അലോങ് വിത്ത് ദ ബ്ലഡ് ആണ്. അതായത് നമ്മുടെ ഈ ഗ്യാമേറ്റ്സിനെ അത് നമ്മുടെ ബ്ലഡിൽ നിന്ന് എടുക്കുകയാണ് ചെയ്യുന്നത്. ആക്ച്വലി പിക്ചറിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഗ്യാമറ്റോസൈറ്റ്സിനെ നമ്മുടെ മലേറിയൽ അതായത് ഫീമെയിൽ അനോഫിലസ് മോസ്കിറ്റോ ഗ്യാമേറ്റ്സിനെ നമ്മൾ ബ്ലഡ് ബൈറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കൂടെ തന്നെ എടുക്കും. എന്നിട്ട് ഈ ഫീമെയിൽ മോസ്കിറ്റോന്റെ ഉള്ളിലാണ് ഈ ഗ്യാമേറ്റ്സ് സൈഗോട്ട് ആയിട്ട് മാറുന്നതും മൂസൈറ്റ് ആയിട്ട് മാറുന്നതും സ്പോറോസൈറ്റ്സ് ഉണ്ടാകുന്നതും. അതായത് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് മോസ്കിറ്റോന്റെ ബോഡിയിലാണ്. സോ അപ്പോൾ അതാണ് ഡെഫിനറ്റീവ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡെഫിനറ്റീവ് ഹോസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ മോസ്കിറ്റോ ആണ് ആക്ച്വലി എന്താ പറയാ നമ്മുടെ ഗ്യാമറ്റോസൈറ്റ്സ്. അതായത് ഫോം ഓഫ് പാരസൈറ്റ് ഇൻഫെക്റ്റീവ് ടു മോസ്കിറ്റോ ഈസ് ഗ്യാമറ്റോസൈറ്റ്സ്. സോ ഇതില് നമ്മുടെ ഗ്യാമറ്റോസൈറ്റ്സ് ആണ് നമ്മുടെ ഈ മോസ്കിറ്റോയില് ഇൻഫെക്റ്റീവ് ആയിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫോം ഓഫ് പാരസൈറ്റ് ഇൻഫെക്റ്റീവ് ടു മോസ്കിറ്റോ ഈസ് ഗ്യാമറ്റോസൈറ്റ്സ്. മനസ്സിലായോ? ഞാൻ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടാണ് പറയുന്നത്, കുറച്ചൊരു ഇതുള്ളത് കൊണ്ട് സോറി. സോ തേർഡ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ആനുവൽ ബ്ലഡ് എക്സാമിനേഷൻ റേറ്റ് ഈസ് എ മെഷർ ഓഫ് മലേറിയ ഇൻസിഡൻസ്. ഇതിൽ നമുക്ക് കുറച്ച് പാരാമീറ്റേഴ്സിനെ കുറിച്ചിട്ട് പറയാം. നമ്മുടെ മലേറിയന്റെ മെഷർമെന്റിന് വേണ്ടിയിട്ട് കുറച്ച് പാരാമീറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ആനുവൽ പാരസൈറ്റ് ഇൻസിഡൻസ്, രണ്ടാമത്തത് ആനുവൽ ബ്ലഡ് എക്സാമിനേഷൻ റേറ്റ്, മൂന്നാമത്തത് ആനുവൽ ഫാൽസിപാരം ഇൻസിഡൻസ്, നാലാമത്തത് സ്ലൈഡ് പോസിറ്റിവിറ്റി റേറ്റ് ആൻഡ് സ്ലൈഡ് ഫാൽസിപാരം റേറ്റ്. സോ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള രണ്ടെണ്ണമാണ് API-യും ABER-ഉം. ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത് ABER-നെ പറ്റിയിട്ടാണ്, ആനുവൽ ബ്ലഡ് എക്സാമിനേഷൻ റേറ്റ്. ആക്ച്വലി ആനുവൽ ബ്ലഡ് എക്സാമിനേഷൻ റേറ്റ് മെഷർ ഓഫ് മലേറിയ ഇൻസിഡൻസ് അല്ല, അത് നമ്മുടെ സർവിലൻസ് എഫിഷ്യൻസിനെയാണ് പറയുന്നത്. ഓക്കെ, ഇൻസിഡൻസ് ഓഫ് മലേറിയ പറയുന്നത് ആനുവൽ പാരസൈറ്റ് ഇൻസിഡൻസ് ആണ്. ആനുവൽ പാരസൈറ്റ് ഇൻസിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു പോപ്പുലേഷൻ, അതായത് നമ്മുടെ സർവിലൻസിലുള്ള, അതായത് നമ്മുടെ നിരീക്ഷണത്തിലുള്ള പോപ്പുലേഷൻ, മലേറിയ റെലവെന്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ പോപ്പുലേഷൻ മൊത്തം എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര കൺഫേംഡ് കേസസ് ഉണ്ട് എന്നുള്ളതാണ് ആനുവൽ പാരസൈറ്റ് ഇൻസിഡൻസിൽ പറയുന്നത്.
പക്ഷെ ആനുവൽ ബ്ലഡ് എക്സാമിനേഷൻ റേറ്റിൽ നമ്മൾ ആ ടോട്ടൽ പോപ്പുലേഷനിൽ നമ്മൾ എത്ര സ്ലൈഡ് എക്സാമിൻ ചെയ്തു എന്നുള്ളതാണ്. സോ നമ്മുടെ സർവീലൻസിന്റെ എഫിക്കസി ആണ് EBER കൊണ്ട് പറയുന്നത്. നമ്മുടെ മലേറിയന്റെ ഇൻസിഡൻസ് ആണ് API കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹിയർ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2, അതായത് ഓപ്ഷൻ ബി ആണ്. കാരണം ബാക്കി രണ്ട് ആൻസറും തെറ്റാണ്. ആനുവൽ ബ്ലഡ് എക്സാമിനേഷൻ റേറ്റ് ഈസ് മെഷർ ഓഫ് മലേറിയൽ ഇൻസിഡൻസ്, അത് തെറ്റാണ്. കാരണം API ആണ് നമ്മുടെ ഇൻസിഡൻസ് ഓഫ് മലേറിയ ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിന് ആൻസർ ബി തന്നെയാണ്. ദെൻ കമ്മിങ് ടു 2023 ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. Bagasosis is an occupational disease caused by inhalation of which dust? ഓക്കെ, ഇതിന്റെ ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. ഷുഗർ കെയിൻ ഡസ്റ്റ് ആണ്, കറക്റ്റ് ആണ്. ബഗസോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇൻഹലേഷൻ ഓഫ് ഷുഗർ കെയിൻ ഡസ്റ്റ് അല്ലെങ്കിൽ ബഗൈസ് എന്നാണ് അതിന് പറയാ. ഡ്യൂ ടു തെർമോഫിലിക് ആക്ടിനോമൈസെറ്റ്സ് സക്കാറി. ഓക്കെ, അതായത് ഷുഗർ കെയിൻ, സക്കാറി എന്ന് പറയുമ്പോൾ ഷുഗർ കെയിൻ. ഓക്കെ, ഷുഗർ കെയിനിൽ ഉണ്ടാവുന്ന ഒരു ഫംഗയാണ് തെർമോ ആക്ടിനോമൈസെറ്റ്സ് സക്കാറി. ഓക്കെ, അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് 2% പ്രൊപ്പിയോണിക് ആസിഡ്. ഓക്കെ, പ്രൊപ്പിയോണിക് ആസിഡ് അതും ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. സോ ബഗസോസിസ് ഈസ് കോസ്ഡ് ബൈ ഇൻഹലേഷൻ ഓഫ് ഷുഗർ കെയിൻ ഡസ്റ്റ്. അപ്പൊ ഇതിൽ ഓരോന്നും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. കോട്ടൺ ഡസ്റ്റ് കൊണ്ട് വരുന്നത് ഏതാണ്, സിലിക്ക കൊണ്ട് വരുന്നത് എന്താണ്, ചാർക്കോൾ. കോട്ടൺ ഡസ്റ്റ് ആണെങ്കിൽ ഏതാണ്? കോട്ടൺ ഡസ്റ്റ് ആണെങ്കിൽ ബിസിനോസിസ്. ഓക്കെ, അതിന് വേറൊരു പേരുണ്ട്, മൺഡേ ചെസ്റ്റ് ടൈറ്റ്നസ്. ഓക്കെ, മൺഡേ ചെസ്റ്റ് ടൈറ്റ്നസ് എന്നാണ് ബിസിനോസിസിന് പറയുന്നത്. ദെൻ സിലിക്ക വരുന്നതാണ് സിലിക്കോസിസ്. സിലിക്കോസിസിൽ വരുന്നത് വേറൊരു കണ്ടീഷനും കൂടെ അസോസിയേറ്റഡ് ആയിട്ട് വരാം, ട്യൂബർക്ലോസിസ്. അപ്പം ട്യൂബർക്ലോസിസിനോട് അസോസിയേറ്റ് ആയിട്ട് വരുന്നത് സിലിക്കോസിസ് ആണ്. അപ്പൊ അതിന് പറയുന്നതാണ് സിലിക്കോ ട്യൂബർക്ലോസിസ്. പിന്നെ ചാർക്കോൾ വരുന്നതാണ് കോൾ വർക്കേഴ്സ് ന്യൂമോകോണിയോസിസ് എന്ന് പറയും. ചാർക്കോൾ വരുന്നത് ഏതാണ്? ആന്ത്രക്കോസിസ് ആണ് കേട്ടോ, ആന്ത്രക്കോസിസ്. ഓക്കെ, then coming to 2023 sixth question. Which of the following statement is correct about hospital waste management? Okay, ഒന്നാമത്തത് പറയുന്നത് human anatomical waste should be segregated into yellow colored plastic bag. Option 2, expired or discarded medicine should be segregated in red colored plastic bag. Option 3, recyclable waste should be segregated into red colored bags. Option 4, waste sharps should be segregated in blue colored boxes. Actually statements ആണ് പറയുന്നത്. ഇനി ഇതിൽ ഏതാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ only 1 and 2, ഓപ്ഷൻ ബി 2 and 4, ഓപ്ഷൻ സി 1 and 3, ഓപ്ഷൻ ഡി 3 and 4. ഇതിൽ ഏതാണ് ആൻസർ വരുന്നത്? One and three. ഓക്കെ, നമുക്ക് ഇതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മളിപ്പോ ഈ സെഗ്രിഗേഷൻ ഓഫ് ദി ബയോമെഡിക്കൽ വേസ്റ്റ് പറയുന്ന സമയത്ത് നമ്മൾ മുമ്പത്തെ കാറ്റഗറൈസേഷനിൽ ഒരു ബ്ലാക്ക് കണ്ടെയ്നേഴ്സിനെ കുറിച്ച് പറയാറുണ്ടായിരുന്നു. ഇപ്പൊ അതില്ല. ഇപ്പൊ ഇതാണ് ഈ ഒരു ഇങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും ഇപ്പൊ ഇങ്ങനെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതാണ് പുതിയ ഒരു സെഗ്രിഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് യെല്ലോ ബാഗ് അല്ലെങ്കിൽ യെല്ലോ കണ്ടെയ്നറിൽ എന്തൊക്കെയാണെന്നുള്ളതാണ്. യെല്ലോ എന്ന് പറയുമ്പോൾ നമ്മളത് ഓർത്ത് വെക്കേണ്ടത് ഹ്യൂമൻ ആൻഡ് ആനിമൽ അനാറ്റമിക്കൽ വേസ്റ്റ്. ഓക്കെ, ആൻഡ് ഓൾസോ സോളിഡ് വേസ്റ്റ് ലൈക്ക് ഡ്രസ്സിങ്സ്, കോട്ടൺ, പ്ലാസ്റ്റർ കാസ്റ്റ് പോലുള്ള സോളിഡ് വേസ്റ്റുകളും അതിൽ വരുന്നുണ്ട്. പിന്നെ മൈക്രോബയോളജി, ബയോടെക്നോളജി വേസ്റ്റുകൾ, പിന്നെ എക്സ്പയർഡ് അല്ലെങ്കിൽ ഡിസ്കാർഡഡ് മെഡിസിൻസ് എസ്പെഷ്യലി സൈറ്റോടോക്സിക് ഡ്രഗ്സ് ഒക്കെ ഇതിലാണ് വരുന്നത്. പിന്നെ കെമിക്കൽ വേസ്റ്റ്, അതിനും സ്പെസിഫിക്കേഷൻസ് ഒക്കെ പറയുന്നുണ്ട്. ഇതിൽ മെയിൻലി പറയുന്നത് ഹ്യൂമൻ ആൻഡ് അനാറ്റമിക്കൽ വേസ്റ്റ് ആണ്. അത് നിങ്ങൾ എന്തായാലും ഓർത്ത് വെക്കണം. രണ്ടാമത്തത് റെഡ് കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ റെഡ് ബാഗിൽ വരുന്നതാണ് IV സെറ്റ്സ്. ഈ റെഡ് ബാഗിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ് കണ്ടാമിനേറ്റഡ് റീസൈക്ലബിൾ പ്ലാസ്റ്റിക് വേസ്റ്റ്. അത് റെഡ് കണ്ടെയ്നറിലാണ് വരുന്നത്. ആൻഡ് ഓൾസോ കത്തീറ്റർ, യൂറിൻ ബാഗ്സ്, സിറിഞ്ച് വിത്തൗട്ട് നീഡിങ്, ഗ്ലൗസ്, ആപ്രൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കുന്നത് റെഡ് ബാഗിലാണ്. മൂന്നാമത്തത് വൈറ്റ് കണ്ടെയ്നർ ആണ്. വൈറ്റ് കണ്ടെയ്നറിൽ വരുന്നതാണ് നീഡിൽസ്, അതായത് ഷാർപ്പ് ഒബ്ജക്ട്സ് വരുന്നതൊക്കെ, അതായത് നീഡിൽസ്, സ്കാൽപ്പൽസ്, ബ്ലേഡ്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് വൈറ്റ് കണ്ടെയ്നറിലാണ്. ബ്ലൂ കണ്ടെയ്നറിൽ വരുന്നതാണ് നമ്മുടെ ബ്രോക്കൺ അല്ലെങ്കിൽ ഡിസ്കാർഡഡ് ഗ്ലാസ് വെയർസ്. ഓക്കെ, ഓൾസോ
മെറ്റാലിക് ഇംപ്ലാന്റ്സ് ഒക്കെ വരുന്നത് ബ്ലൂ ബാഗിൽ അല്ലെങ്കിൽ ബ്ലൂ കണ്ടെയ്നറിലാണ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒന്ന് ബേസിക് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ് ആൻഡ് ഡിസ്പോസലും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ അത് പറയുന്നില്ല. സോ നിങ്ങൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അപ്പം ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഹ്യൂമൻ അനാറ്റമിക്കൽ വേസ്റ്റ് ഷുഡ് ബി സെഗ്രിഗേറ്റഡ് ഇൻ ടു യെല്ലോ കളേർഡ് പ്ലാസ്റ്റിക് ബാഗ്. ആക്ച്വലി ആൻസർ കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്. സോ രണ്ടാമത്തത് എക്സ്പയർഡ് ഓർ ഡിസ്കാർഡഡ് മെഡിസിൻസ് ഷുഡ് ബി സെഗ്രിഗേറ്റഡ് ഇൻ റെഡ് കളേർഡ് പ്ലാസ്റ്റിക് ബാഗ്. അത് റോങ് ആണ്. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചു യെല്ലോ കളേർഡ് പ്ലാസ്റ്റിക് ബാഗിലാണ് ഡിസ്കാർഡഡ് മെഡിസിൻസ് എസ്പെഷ്യലി സൈറ്റോടോക്സിക് ഡ്രഗ്സ് ഒക്കെ ഡിസ്കാർഡ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു. Then recyclable waste should be segregated in red colored bags. അത് കറക്റ്റ് ആണ്. ഓപ്ഷൻ 1 and 3 കറക്റ്റ്. ഓപ്ഷൻ 4 വേസ്റ്റ് ഷാർപ്പ് ഷുഡ് ബി സെഗ്രിഗേറ്റഡ് ഇൻ ടു ബ്ലൂ കളേർഡ് ബോക്സസ്. ബ്ലൂ കളേർഡ് ബോക്സസിൽ നമ്മൾ പറഞ്ഞത് ഗ്ലാസ് വെയർസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. ഷാർപ്സ് നമ്മൾ കളക്ട് ചെയ്യുന്നത് വൈറ്റ് കളേർഡ് കണ്ടെയ്നേഴ്സിലാണ്. സോ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് സി ആണ്. ഓക്കെ, then coming to the next question അല്ലെങ്കിൽ 7th question, type of research study that can be done to assess the burden of disease in a community. Option A, case control study. Option B, cohort study. Option D, option C, experimental study. Option D, cross-sectional study. ഇതിന്റെ ആൻസർ അറിയുന്നവർ പറഞ്ഞോളൂ. ഇതാണ് ക്രോസ് സെക്ഷണൽ സ്റ്റഡി. ഓക്കെ, സോ നമുക്കറിയാം ടൈപ്പ് ഓഫ് എപ്പിഡമോളജിക്കൽ സ്റ്റഡീസ് ഞാനൊന്ന് ബ്രീഫായിട്ട് പറയാം. 2 ടൈപ്പിലാണുള്ളത്, നോൺ എക്സ്പെരിമെന്റൽ സ്റ്റഡീസും എക്സ്പെരിമെന്റൽ സ്റ്റഡീസും. നോൺ എക്സ്പെരിമെന്റൽ സ്റ്റഡീസിന് അതർവൈസ് കോൾഡ് ഒബ്സർവേഷണൽ സ്റ്റഡീസ് ആൻഡ് അഗെയിൻ ക്ലാസിഫൈഡ് ഇൻ ടു പോപ്പുലേഷൻ ബേസ്ഡ് ആൻഡ് ഇൻഡിവിജ്വൽ ബേസ്ഡ്. പോപ്പുലേഷൻ ബേസ്ഡ് ആണെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസും അനാലിറ്റിക്കൽ സ്റ്റഡീസും, ഇൻഡിവിജ്വൽ ബേസ്ഡ് ആണെങ്കിലും ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡീസും അനാലിറ്റിക്കൽ സ്റ്റഡീസും ഉണ്ട്. പോപ്പുലേഷൻ ബേസ്ഡ് ആണെങ്കിൽ പോപ്പുലേഷനെ മൊത്തത്തിൽ നമ്മൾ സ്റ്റഡി ചെയ്യണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് സ്റ്റഡി ചെയ്യുന്നതെങ്കിൽ അതിൽ വരുന്ന ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയാണ് ഹെൽത്ത് സർവേസ്. രണ്ടാമത് അനാലിറ്റിക്കൽ സ്റ്റഡീസിൽ വരുന്നതാണ് ഇക്കോളജിക്കൽ സ്റ്റഡീസ്. ഓക്കെ, ദെൻ ഇൻഡിവിജ്വൽ ബേസ്ഡ് ആയിട്ടാണ് നമ്മൾ സ്റ്റഡി നടത്തുന്നതെങ്കിൽ അതിൽ വരുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയിൽ വരുന്നതാണ് കേസ് റിപ്പോർട്ട്സ്, അതുപോലെ തന്നെ കേസ് സീരീസ് ഒക്കെ ഇൻഡിവിജ്വൽ ബേസിൽ വരുന്ന ഡിസ്ക്രിപ്റ്റീവ് സ്റ്റഡിയാണ്. ദെൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഒബ്സർവേഷണൽ സ്റ്റഡിയാണ് അനാലിറ്റിക്കലിൽ വരുന്നതാണ് ക്രോസ് സെക്ഷണൽ സ്റ്റഡി, അതുപോലെ തന്നെ കേസ് കൺട്രോൾ സ്റ്റഡി, കൊഹോർട്ട് സ്റ്റഡി. ഈ 3 കാര്യങ്ങളാണ്. ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും ചോദിച്ചു കാണാറുണ്ട് ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ റാൻഡമൈസേഷൻ. ഈ 3 ഏരിയയിൽ നിന്നാണ് കൂടുതലായിട്ടും ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം. ഞാൻ ഈ ക്രോസ് സെക്ഷണൽ സ്റ്റഡിനെ കുറിച്ചിട്ട് മാത്രം ജസ്റ്റ് ഒന്ന് പറയാം. ഒരു പോപ്പുലേഷന്റെ ഒരു പ്രത്യേക ടൈം പീരീഡ് അല്ലെങ്കിൽ ഒരു സിംഗിൾ പോയിന്റിൽ നമ്മൾ ഒരു അതായത് എക്സ്പോഷറും ഡിസീസും ഒക്കെ ഒരേ സമയത്ത് പരിശോധിക്കുന്ന സ്റ്റഡിയാണ് നമ്മുടെ ഈ ഒരു ക്രോസ് സെക്ഷണൽ സ്റ്റഡി എന്ന് പറയുന്നത്. ആക്ച്വലി ഇറ്റ് ഈസ് എ പ്രിവലൻസ് സ്റ്റഡി അല്ലെ. നമ്മൾ അതിൽ മനസ്സിലാക്കുന്നത് പ്രിവലൻസ് ഓഫ് ദ ഡിസീസ് ആണ്. എന്താണ് ഇൻസിഡൻസ്, എന്താണ് പ്രിവലൻസ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഇൻസിഡൻസ് പറഞ്ഞാൽ നമ്പർ ഓഫ് ന്യൂ കേസസ് ഒക്കറിങ് ഇൻ എ ഡിഫൈൻഡ് പോപ്പുലേഷൻ. ഒരു പോപ്പുലേഷനിൽ ന്യൂ കേസസ് വരുന്നതിനാണ്, അതായത് എത്ര ന്യൂ കേസസ് ഉണ്ട് ആ ന്യൂ കേസസിനെയാണ് നമ്മൾ ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ടു അണ്ടർസ്റ്റാൻഡ് ഡിസീസ് ഇറ്റിയോളജി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഇത് അക്യൂട്ട് കണ്ടീഷൻസിലൊക്കെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളതാണ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. പക്ഷേ ഒരു പ്രിവലൻസ് അറിയണമെങ്കിൽ, അതായത് ഓൾ കറണ്ട് കേസസ് ഒക്കറിങ് അറ്റ് എ ഗിവൺ പോയിന്റ് ഇൻ ടൈം ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു പോയിന്റിൽ അല്ലെങ്കിൽ ഒരു പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് എത്ര കേസസ് ഉണ്ട് എന്നറിയാൻ വേണ്ടിയിട്ടാണ് പ്രിവലൻസ് നോക്കുന്നത്. സോ പ്രിവലൻസ് ഈസ് എ റേറ്റ് ബട്ട് ഇൻസിഡൻസ് ഈസ് നോട്ട് എ റേറ്റ്. ഓക്കെ, പ്രിവലൻസ് കാണണമെന്നുണ്ടെങ്കിൽ ഇൻസിഡൻസ് ഇൻറ്റു ഡ്യൂറേഷൻ ആണ്. ഓക്കെ, അത് നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. സോ ഹിയർ നമുക്ക് ക്രോസ് സെക്ഷണൽ സ്റ്റഡീസിനെ കുറിച്ചാണ് പറയേണ്ടത്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കുന്നത് പ്രിവലൻസ് ആണ്. ആ ഒരു അറ്റ് എ പോയിന്റ് ഓഫ് ടൈമിൽ നമുക്ക് ആർക്കൊക്കെയാണ് അസുഖം ഉള്ളത്, ആർക്കൊക്കെയാണ് എക്സ്പോഷർ ഉള്ളത് എന്നൊക്കെ ഒരുമിച്ച് നോക്കാനാണ് നമ്മൾ ക്രോസ് സെക്ഷണൽ സ്റ്റഡി നടത്തുന്നത്. സോ നമുക്കൊരു ബേർഡൻ ഓഫ് ദ ഡിസീസ് നമുക്ക് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മളൊരു വില്ലേജിൽ 1000 ആൾക്കാർ, അതായത് ഇപ്പം ഇന്നത്തെ ഡേറ്റ് പറയാം, നമ്മൾ 2026 ഓഗസ്റ്റ് 10 നമ്മൾ സ്റ്റഡി ചെയ്യാണ്. അപ്പൊ അതിൽ 300 പേർക്ക് പോയത് സ്മോക്കേഴ്സ് ആണ്, അല്ലെങ്കിൽ 100 പേർക്ക് COPD ഉണ്ട്. അപ്പൊ നമ്മൾ 2 കണക്ക് നമുക്ക് കിട്ടി. അപ്പം അതിൽ തന്നെ സ്മോക്കേഴ്സിൽ എത്ര പേർക്ക് COPD ഉണ്ട്, അല്ലെങ്കിൽ നോൺ സ്മോക്കേഴ്സിൽ എത്ര പേർക്ക് COPD ഉണ്ട് എന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ അതായത് നമുക്ക് അതിനെ കുറിച്ചുള്ള എക്സ്പോഷർ, സ്മോക്കിംഗ് ആണ് അതിന്റെ എക്സ്പോഷർ,
ഡിസീസ് COPD. അപ്പൊ രണ്ടിന്റെയും കണക്ക് സെയിം ടൈമിൽ തന്നെ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. സോ അപ്പോൾ നമ്മൾ സ്റ്റഡി ചെയ്യണം എന്താണ്? പ്രിവലൻസ് ആണ്. ഓക്കെ, ആ പ്രിവലൻസ് ഓഫ് ദി സ്റ്റഡി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ആ ഡിസീസിന്റെ ബേർഡൻ നമുക്ക് അറിയാൻ പറ്റും. സോ ബട്ട് ഇൻ ദ കേസ് ഓഫ് കേസ് കൺട്രോൾ ആൻഡ് കൊഹോർട്ട് സ്റ്റഡി, കേസ് കൺട്രോൾ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഒരു റിട്രോസ്പെക്റ്റീവ് സ്റ്റഡിയാണ്, ബാക്ക്വേർഡ് സ്റ്റഡിയാണ്, കേസ് റെഫറൻസ് സ്റ്റഡി എന്നാണ് പറയുന്നത്. എഫക്റ്റ് എന്ന് കോസിലേക്കാണ് പോകുന്നത്. നമുക്ക് ഓൾറെഡി അവിടെ ഒരു കേസ് ഉണ്ട്. സോ അവിടെ എക്സ്പോഷറും ഔട്ട്കം ഒക്കെ ഓൾറെഡി ഒക്കേർഡ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് റെയർ കേസസ് ഒക്കെ സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കേസ് കൺട്രോൾ സ്റ്റഡി നടത്തുന്നത്. ഇൻ ദ കേസ് ഓഫ് കൊഹോർട്ട് സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസ്പെക്റ്റീവ് സ്റ്റഡിയാണ്, അല്ലെങ്കിൽ ഫോളോ അപ്പ് സ്റ്റഡിയാണ്. സോ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഷോവിങ് കോമൺ ക്യാരക്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാരക്ടേഴ്സ് ആണ് കൊഹോർട്ട് എന്ന് പറഞ്ഞാൽ. ഈ കൊഹോർട്ടിനെയാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അതായത് നമ്മൾ ആ ഒരു ആ ഒരു പോപ്പുലേഷനെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻസിഡൻസ് ആണ് അറിയാൻ പറ്റുക. അപ്പം ഇതൊക്കെ ഡീപ്പായിട്ട് പഠിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പറയണം. അതൊന്നും പറയുന്നില്ല, ഒന്ന് ബ്രീഫായിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇതില് നമുക്ക് അറിയാം ഈ ആൻസർ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷണൽ സ്റ്റഡി തന്നെയാണ് കേട്ടോ. ഓക്കെ, ദെൻ കമ്മിങ് ടു ദി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 8th question ആണ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് റിഗാർഡിംഗ് വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം? Option statement 1, 1 lakh international unit of vitamin A is administered to children aged 6 months to 1 year. 2 lakhs international unit of vitamin A is administered to children aged 1 to 6 years. Statement 3, it is a secondary level of prevention. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് കറക്റ്റ് അക്കോർഡിംഗ് ടു വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം? ഇതിന് ആൻസർ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് പറഞ്ഞോളൂ. Option A. ഓപ്ഷൻ എ. ഓക്കെ, ഇതിലെ മൂന്നാമത്തെ ഓപ്ഷൻ നമുക്ക് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞതാണ്. ലെവൽസ് ഓഫ് പ്രിവെൻഷനിൽ നമുക്ക് ആ ഒരു ഓപ്ഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും അത് തെറ്റാണെന്നുള്ളത്. കാരണം വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം ഒക്കെ വരുന്നത് ആക്ച്വലി ഏത് പ്രിവെൻഷനിലാണ്? പറഞ്ഞോളൂ. പ്രൈമറി പ്രിവെൻഷനിലാണ്. അപ്പം ആ ഓപ്ഷൻ തന്നെ തെറ്റാണെന്ന് മനസ്സിലായി. സോ ഹിയർ നമുക്ക് 1 and 2 ഓപ്ഷൻ, അത് നമുക്ക് അറിയോ എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാമിനെ കുറിച്ചിട്ട് കുറച്ച് അറിഞ്ഞിരിക്കണം. സോ വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാം നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ 1970-ലാണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ 3 ഷെഡ്യൂളാണ് പറയുന്നത്. മെയിൻലി നമ്മുടെ 9th മന്തിൽ, അതായത് ഒരു 9th മന്തിൽ ഒരു ഡോസാണ് പറയുന്നത് 1 lakh international യൂണിറ്റ് സിംഗിൾ ഡോസ് അറ്റ് 9th മന്ത് അലോങ് വിത്ത് MR ഇമ്മ്യൂണൈസേഷൻ. ഓക്കെ, രണ്ടാമത് പറയുന്നത് 16 to 18th മന്തിലാണ് 2 lakh international യൂണിറ്റ് ആണ് അലോങ് വിത്ത് DPT ബൂസ്റ്റർ ആണ് പറയുന്നത്. ഓക്കെ, DPT ബൂസ്റ്ററിന്റെ കൂടെയാണ് കൊടുക്കേണ്ടത്. എല്ലാം ഓറലി ആണ് കൊടുക്കേണ്ടത്. മൂന്നാമത് പറയുന്നത് 24th മന്ത്, 30th മന്ത്, 36 മന്ത്, 42 മന്ത്, 40 മന്ത്, 54 മന്ത്, 60 മന്ത്സ്. അത് 2 to 5 years റഫായിട്ട് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ 2 to 6 years എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയാണ് ഓപ്ഷൻ കൊടുക്കുന്നതെങ്കിൽ അത് തെറ്റൊന്നുമില്ല. 2 to 5 years അതിൻ്റെ ഇടയ്ക്ക് എവറി 6 months 2 lakh international യൂണിറ്റ് ഈച്ച് കൊടുക്കണം എന്നാണ് പറയുന്നത്. സോ ഫസ്റ്റ് ഡോസ് കൊടുക്കേണ്ടത് 1 lakh international യൂണിറ്റ് 9th മന്തിൽ, പിന്നെ അത് അലോങ് വിത്ത് MR ഇമ്മ്യൂണൈസേഷൻ. രണ്ടാമത് കൊടുക്കേണ്ടത് DPT ബൂസ്റ്ററിന്റെ കൂടെ 16 to 18th മന്തിൽ 2 lakh international യൂണിറ്റ്, പിന്നെ കൊടുക്കേണ്ടത് 2 to 5 yearsന്റെ ഇടയ്ക്ക് എവറി 6 months 2 lakh international യൂണിറ്റ്. സോ അത് നമ്മൾ എന്തായാലും ഓർത്ത് വെക്കുക. അപ്പൊ ഈ 3 കാര്യങ്ങളുമാണ്, അതായത് ഷെഡ്യൂളാണ്, വൈറ്റമിൻ എ സപ്ലിമെന്റേഷൻ ഷെഡ്യൂളാണ് വൈറ്റമിൻ എ പ്രൊഫൈലാക്സിസ് പ്രോഗ്രാമിന്റെ അണ്ടറിൽ പറയുന്നത്. സോ ഹിയർ ദ ആൻസർ ഈസ് 1 lakh international യൂണിറ്റ് ഓഫ് വൈറ്റമിൻ എ ഈസ് അഡ്മിനിസ്ട്രേറ്റ് ടു ചിൽഡ്രൻ ഏജ് 6 months to 1 year. ആക്ച്വലി നമുക്കറിയാം 1 yearന്റെ ഇടയിൽ നമ്മൾ ഒറ്റ ഡോസേ കൊടുക്കുള്ളൂ. ഇത് 9th മന്തിൽ കൊടുക്കുന്നതാണ്. അപ്പൊ അത് കറക്റ്റ് ആണ്. രണ്ടാമത്തത് 2 lakh international യൂണിറ്റ് ഓഫ് വൈറ്റമിൻ എ ഈസ് അഡ്മിനിസ്ട്രേറ്റ് ടു ചിൽഡ്രൻ ഏജ് 1 to 6 years. അതും ആക്ച്വലി കറക്റ്റ് ആണ്. ഒറ്റ ഡോസ് 2 lakh ആയിട്ട് കൊടുക്കണം. ഓക്കെ, സോ ദ ആൻസർ. സോ നമുക്ക് ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പറും കൂടെ ആക്ച്വലി ഡിസ്കസ് ചെയ്യാനുണ്ട്. അതിൽ അറൌണ്ട് 10 ക്വസ്റ്റ്യൻ ആണുള്ളത്. അത് നമുക്കിപ്പോ കവർ ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാനെല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, നോക്കാം. നമുക്കിപ്പോ എന്താ പറയാ, നമ്മളിപ്പോ എല്ലാവരും പഠിക്കാൻ ഒക്കെ ഇരുന്ന സ്ഥിതിക്ക് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഞാനും കുറച്ച് ഇങ്ങനെ പറഞ്ഞ് എക്സോസ്റ്റഡ് ആയിട്ടുണ്ട്. കുറച്ച് ഹെൽത്തിൽ നിന്ന് ഓക്കെ ആയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ഓൾറെഡി ഇത് കമ്മിറ്റ് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഞാൻ
ഇന്ന് എനിക്ക് ക്ലാസ് എടുക്കാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്തത്. എന്നാൽ കൂടി എന്താ പറയാ, എനിക്കിത് ഫുൾ ക്ലാസ് എടുക്കണമെന്നുണ്ട്. പിന്നെ ഒരിക്കൽ ഇതിന്റെ ഒരു 10 ക്വസ്റ്റ്യൻ ആണ് 2026 നമ്മുടെ ഇൻഷുറൻസ് മെഡിക്കൽ ഓഫീസർ എക്സാമിനേഷന് ചോദിച്ചിട്ടുള്ളത്. അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ള, അതായത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് എല്ലാം ചോദിച്ചേക്കുന്നത്. അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ മാത്രമാണ് അത് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഓപ്ഷൻ വായിച്ചു പോയിട്ട് കാര്യമില്ല. കുറെ പേരൊക്കെ നോക്കിയവരുണ്ടാവും, അവർക്കത് എളുപ്പമായിരിക്കും. പക്ഷെ ഒന്നും അറിയാത്തവർക്ക് അത് ഒരിക്കലും ജസ്റ്റ് പറഞ്ഞു പോയിട്ട് കാര്യമില്ല. അപ്പോ ഞാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ക്ലാസ് എടുക്കാൻ ഒരു കുറച്ച് സമയം, അതായത് കുറെ സമയമില്ല, കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് നമുക്ക് പിന്നൊരിക്കൽ ക്ലാസ് എടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ ഫാക്കൽറ്റീസിനോട് ചോദിച്ചു നോക്കട്ടെ, അല്ലെങ്കിൽ ടീമിനോട് ചോദിച്ചു നോക്കിയിട്ട് ഞാൻ ട്രൈ ചെയ്യാം. പിന്നെ ഞാൻ ഇന്ന് എന്തൊക്കെയൊക്കെ മിസ്റ്റേക്സ് ഒക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. മിസ്റ്റേക്സ് ആയിട്ടല്ല, കുറച്ച് എനിക്കൊരു ഇടയ്ക്കൊരു ഇതായിട്ടുണ്ട്. പക്ഷെ ഓക്കെ, ഞാൻ എന്താ പറയാ, അതിലെന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. എന്നെ അറിയുന്നവരുണ്ടാവും, നമ്പർ ഞാൻ ഷെയർ ചെയ്യേണ്ട ഗ്രൂപ്പിൽ. അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഒരു കുറച്ച് കാര്യം കൂടെ ലാസ്റ്റ് പറഞ്ഞിട്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമുക്ക് കുറെ ഒബ്സ്റ്റക്കിൾസ് നമുക്ക് ലൈഫിൽ ഉണ്ടാവും നമ്മൾ ഈ ഒരു ജേണിയിൽ. അപ്പം നമ്മൾ ഒരു കാര്യം ആലോചിക്കുക, നമ്മൾ എന്തൊക്കെ വന്നാലും, ആക്ച്വലി നമ്മളിപ്പോ കുറേ പല എന്താ പറയാ സാഹചര്യങ്ങൾ കൂടി പോകുന്ന ആൾക്കാർ ഈ ഒരു എന്താ പറയാ എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. ഇപ്പോൾ എസ്പെഷ്യലി PG ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ നല്ല സുഖമാണ് പഠിക്കാൻ സുഖമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ആ ഒരു ബുക്കിനോടും നമ്മൾ ആ ഒരു അറ്റ്മോസ്ഫിയറിനോടും അറ്റാച്ച്ഡ് ആയിട്ടുണ്ടാകും. മാത്രമല്ല നമ്മുടെ കൂടെ ഉള്ളവരൊക്കെ എപ്പോഴും പഠിക്കുന്നത് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് കുറച്ചും കൂടി കമ്പൈൻ സ്റ്റഡിക്ക് പോസിബിൾ ആണ് PG ചെയ്യുന്നവരുണ്ടെങ്കിൽ. പക്ഷെ നമ്മൾ ഒരു UG കഴിഞ്ഞ് ഈ ഒരു ടോപ്പിക്കുമായിട്ട് യാതൊരു കണക്ഷൻ ഇല്ലാത്ത കുറെ പേര് പഠിക്കാനുണ്ടാവും. പിന്നെ കുറെ ഫാമിലി പ്രോബ്ലംസ് ഉള്ളവരുണ്ടാവും, ഫാമിലി ആയിട്ട് ജീവിക്കുന്നവരുണ്ടാവും, കുട്ടികളുള്ളവരുണ്ടാവും, അവരുടെ സ്റ്റഡീസ് എല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും. പിന്നെ ക്ലിനിക്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടാവാം. പക്ഷെ നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്ത് ഒബ്സ്റ്റക്കിൾസ് ഉണ്ടായിക്കോട്ടെ, നമുക്ക് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടായിക്കോട്ടെ, നമുക്ക് ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ നമുക്ക് അത് കിട്ടണം എന്നുള്ള ഒരു തോട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് അച്ചീവ് ചെയ്തിരിക്കും എന്നുള്ളതാണ്. സോ എവറി ഹവർ ഓഫ് സ്റ്റഡി, എവറി സാക്രിഫൈസ് ആൻഡ് എവറി സെറ്റ് ബാക്ക് ഈസ് ടേക്കിംഗ് യു വൺ സ്റ്റെപ്പ് ക്ലോസർ ടു ദ ഗോൾ എന്നേ ഞാൻ പറയുള്ളൂ. സോ നമുക്കറിയാം, നമ്മൾ ഇപ്പൊ കുറെ ഫിലിംസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, സോഷ്യൽ മീഡിയ ഇങ്ങനെ റീൽസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ശീലമുള്ളവരുണ്ടാവും. കുറച്ച് കാലം അതൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ നോക്കുക. ഓക്കെ, ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കാം, നമുക്കൊരു ലീഷർ ടൈമിൽ നോക്കാം എന്നല്ലാണ്ട് നമ്മൾ അതിനൊരു അഡിക്റ്റ് ആയിട്ടുള്ള ഒരു ശീലം ഉണ്ടെങ്കിൽ അത് പതുക്കെ മാറ്റിക്കൊണ്ടുവരാം. എന്നാൽ മാത്രമാണ് നമുക്കിത് ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ ആ ഒരു ലാസ്റ്റ് 3 months വെരി ക്രൂഷ്യലാണ് നമ്മുടെ PSCയുടെ. ആ ഒരു സമയത്ത് നമ്മൾ എത്രത്തോളം റിവൈസ് ചെയ്തോ, എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്തോ എന്നുള്ളതാണ് നമ്മുടെ ലാസ്റ്റ് റാങ്കിനെ, നമ്മുടെ റാങ്കിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. പിന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസ്, നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കുക, അതൊക്കെ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ഒറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി, നമ്മൾ വിചാരിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. ഓക്കെ, നമ്മൾ ഇപ്പോ നമുക്ക് ഈ ഒരു ജോലി വേണം, അല്ലെങ്കിൽ നമ്മളൊരു മെഡിക്കൽ ഓഫീസർ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ, അതായത് ഹോമിയോപ്പതി കമ്മ്യൂണിറ്റിയിൽ മെഡിക്കൽ ഓഫീസർ ആവുക എന്നുള്ളതാണ് ഏറ്റവും ഹയർ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് എത്തിപ്പെടാവുന്ന ഒരു എന്താ പറയാ പ്രൊഫഷൻ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത്. ഓക്കെ, ഒരു ക്ലിനിക്കൽ പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു പരിധി ഉണ്ട് നമ്മൾ ക്ലിക്ക് ആവാൻ വേണ്ടിയിട്ട്. ചിലർ നന്നായിട്ട് അത് എന്താ പറയാ ക്ലിക്കായിട്ട് പോകുന്നവരൊക്കെ ഉണ്ട്, അതൊക്കെ ശരിയാണ്. പക്ഷെ മെജോറിറ്റി ആൾക്കാരും ക്ലിനിക്ക് ഇട്ടിട്ട് പിന്നെ അത് ഒഴിവാക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഓരോ എന്താ പറയുക പഞ്ചായത്തിലും ഇപ്പൊ ഡിസ്പെൻസറീസ് ഉണ്ട്, ഓരോ സ്ഥലത്തും നമുക്ക് അത്രയും ഹോമിയോപ്പതി അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഡിസ്പെൻസറീസ് ഉണ്ട്, മെഡിക്കൽ കോളേജസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളതൊരു ക്ലിനിക്ക് ഫുൾഫിൽ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമുക്ക് പറ്റാവുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഈ ഒരു വർഷം, അതായത് നമ്മൾ ഒരുപാട് സമയം എടുക്കണ്ട, ഈ ഒരു വർഷം നമ്മുടെ ലൈഫിൽ നിന്ന് ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെക്കുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, നമ്മളൊരു കാര്യം ആലോചിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും, നമ്മുടെ ഫാമിലി ഉണ്ട്, നമ്മുടെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, കുട്ടികളുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്, എന്തൊക്കെ പറഞ്ഞാലും അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ നമ്മൾ അത് മാത്രം ആലോചിക്കുക. നമുക്ക് എപ്പോൾ വേണമെങ്കിലും, നമ്മൾ എത്ര നമ്മൾ അടിച്ചു പൊളിച്ച് അല്ലെങ്കിൽ സൂപ്പറായിട്ട് പോവുകയാണെങ്കിലും ഇൻ ബിറ്റ്വീൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ വരാം.
അപ്പൊ നമ്മൾ തളർന്നു പോകരുത്, നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ പഠിക്കും. ഓക്കെ, അതാണ് എനിക്ക് പറയാനുള്ളത്. സോ എല്ലാവർക്കും നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ. പറ്റുകയാണെങ്കിൽ ഞാനൊരു സെഷൻ പിന്നെ കുറച്ച് സമയത്തേക്ക് എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ എന്താ പറയാ കോച്ചിങ് ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുമ്പം കറക്റ്റായിട്ട് ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് പഠിച്ചു തുടങ്ങുമ്പോൾ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാം. ഓക്കെ, സോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ, അല്ലെങ്കിൽ നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. സമയം 10 മണി ആയതുകൊണ്ട് ഇനിയിപ്പോ അങ്ങനെ ആരും കാര്യമായിട്ട് ഡൗട്ട് ചോദിക്കുന്നില്ല എന്ന് തോന്നുന്നു. നമുക്ക് ഇതുപോലത്തെ ഈ ഓറിയന്റേഷൻ ക്ലാസ് എടുക്കുന്ന ഈ ഫാക്കൽറ്റിയുടെ ഒക്കെ വെച്ച് ഒരു അവസാനം ഒരു ക്ലാസ് കൂടെ ഡൗട്ട് ചോദിക്കാം. ഡോക്ടർ ഒരു ഡൗട്ട് വെച്ചിട്ട് നമ്മള് മാസ്ക് ഒക്കെ നമ്മള് ഏതിലാ വരുന്നത്? സെക്കൻഡ് റെഡിലാണോ വരുന്നത്? അത് റെഡിലാണ് വരുന്നത്. ഡിസ്പോസിബിൾ ആയിട്ടുള്ള Mark. റീസൈക്ലബിൾ വസ്തുക്കൾ റെഡിലാണ് വരുന്നത്. അതെ, ഓക്കെ താങ്ക് യു. ഈ ഓറിയന്റേഷൻ ക്ലാസ് എടുക്കുന്ന സീനിയർ ഫാക്കൽറ്റിയുടെ ക്ലാസ് നമുക്ക് ഇനിയിപ്പോൾ നമ്മുടെ ലൈവ് ക്ലാസ് സെപ്റ്റംബർ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഉണ്ടാവുക. 150 ലൈവ് അവേഴ്സ് ഉണ്ടാവുന്ന. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഒരു സെഷനും കൂടെ നമ്മൾ ഇതുപോലെ സീനിയർ ഫാക്കൽറ്റി വെക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഇനിയിപ്പോൾ റിമൈനിങ് ആയിട്ടുള്ള കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്ത പോർഷൻസ് അപ്പോൾ ആ സമയത്ത് നോക്കാം. ഓക്കെ. അപ്പോൾ ഇന്ന് ക്ലാസ് എടുത്ത ഡോക്ടർ സഹലയ്ക്ക് മെഡിഗുരുവിന്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇന്നത്തെ ക്ലാസ് പങ്കെടുത്ത എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇതോടുകൂടി ക്ലാസ് അവസാനിപ്പിക്കണം. താങ്ക് യു. ഗുഡ് നൈറ്റ്.